ഹലോ ഫ്രണ്ട്സ്, എല്ലാ വി സിംപ്ലിഫൈ ലേണിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ മക്കളെ, നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഓക്കെ, ഈ ചാപ്റ്ററിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം ഏറ്റവും ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ബേസിക് കോൺസെപ്റ്റ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ചാപ്റ്ററിൽ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ്, സ്പീഡ്, വെലോസിറ്റി, ആവറേജ് സ്പീഡ്, ആവറേജ് വെലോസിറ്റി, അതുപോലെ തന്നെ നമ്മുടെ കൈനമാറ്റിക് ഇക്വേഷൻസ്. അപ്പോൾ ഇതുപോലെയുള്ള ബേസിക് ആയിട്ടുള്ള ഐഡിയാസും ബേസിക് ഇക്വേഷൻസും ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ചാപ്റ്ററിൽ കവർ ചെയ്യുന്നത്. ഓക്കെ, സോ ഇത് കഴിഞ്ഞിട്ട് മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയുന്ന ചാപ്റ്റർ വരും. അപ്പോഴത്തേക്ക് ഈ ബേസിക് ഐഡിയാസ് എല്ലാം ക്ലിയർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ചാപ്റ്ററും ഈസി ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. സോ ഈ കൈനമാറ്റിക്സ് എന്ന് പറയുന്ന ഒരു എൻ്റെ ഏരിയ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടിപൊളിയായിട്ട് കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഈ കൺസെപ്റ്റ്സ് ഈസി അല്ല എങ്കിൽ, കൺസെപ്റ്റ്സ് നിങ്ങൾക്ക് സ്ട്രോങ് അല്ല, ക്ലിയർ അല്ല എങ്കിൽ ഇതിലെ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നും, അല്ലെങ്കിൽ ചെയ്യുമ്പോൾ തെറ്റിപ്പോവും. ഓക്കെ, ഒരുപാട് ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളൊന്നും അല്ല വരുന്നത്, പക്ഷേ കോൺസെപ്റ്റ്സ് ക്ലിയർ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ചോദ്യങ്ങൾ തെറ്റാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതെല്ലാം ക്ലിയർ ചെയ്യാം, നമുക്ക് സെറ്റാക്കാം, നോക്കാം, നമുക്ക് പഠിക്കാം. നമുക്ക് ദാണ്ടേ നോക്കിക്കേ, നമ്മുടെ ഫസ്റ്റ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ടേം, ഒരു ബോഡി റെസ്റ്റിലാണോ ഒരു ബോഡി മോഷനിലാണോ? എങ്ങനെ നമ്മളത് ഡിഫൈൻ ചെയ്യുന്നു, ഒരു ബോഡി റെസ്റ്റിലാണോ മോഷനിലാണോ എന്ന്? ഒന്നുമില്ല, ഒരു ബോഡി അതിൻ്റെ സറൗണ്ടിങ്ങുമായിട്ട് നമ്മൾ നോക്കുമ്പോൾ, അതിൻ്റെ സറൗണ്ടിങ്സുമായിട്ട് നമുക്ക് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ റിലേറ്റീവ് പൊസിഷൻ എന്ത് ചെയ്യാൻ പാടില്ല, ചേഞ്ച് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ അത് ആ ബോഡിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നതല്ല, ഒരു ബോഡി മോഷനിലാണോ റെസ്റ്റിലാണോ എന്ന് ആരും കൂടെ തീരുമാനിക്കണം, ഒബ്സർവറും കൂടെ തീരുമാനിക്കണം. ഓക്കെ, സോ ഒരു ക്ലാസിക് എക്സാമ്പിൾ ഉണ്ട്, നമുക്ക് നോക്കാം. എന്താ നോക്കിക്കേ, നിങ്ങൾ എല്ലാവരും കേട്ടുള്ള എക്സാമ്പിളാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം. എന്താണ്ട് ഇങ്ങനെ ആലോചിച്ചാൽ മതി, ഒരു ബസ്, ആ ബസ്സിൽ രണ്ടാൾക്കാർ ഇരിപ്പുണ്ട്. സോ ഈ ബസ്സിനകത്ത് നിന്ന് ഇവൻ നോക്കുമ്പോൾ, ഈ ബസ്സിനകത്ത് നിൽക്കുന്ന ആൾ നോക്കുമ്പോഴത്തേക്ക് എന്താ, റിലേറ്റീവായിട്ട് ഈ ബസ്സിനകത്ത് ഇരിക്കുന്ന ഏതെങ്കിലും സാധനങ്ങളുടെ പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുന്നുണ്ടോ? അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നില്ലെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് പേര് തമ്മിലുള്ള റിലേറ്റീവ് പൊസിഷൻ, അല്ലെങ്കിൽ ബസ്സുമായിട്ട് നോക്കുമ്പോൾ ബസ്സിനകത്ത് സീറ്റുകളുണ്ട് അല്ലേ, അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ബസ്സിൻ്റെ പ്ലാറ്റ്ഫോം ഉണ്ട്. അപ്പോൾ ഈ രണ്ട് പേര് ബസ്സിൽ അനങ്ങാതെ നിൽക്കുക. അങ്ങനെയാണെങ്കിൽ അവരുടെ റിലേറ്റീവ് പൊസിഷൻസ് എന്ത് ചെയ്യുന്നില്ല, ചേഞ്ച് ചെയ്യുന്നില്ല. ഓക്കെ, അവരുടെ സറൗണ്ടിങ് എന്താണ്, ആ ബസ്സും ആ ബസ്സിനകത്തുള്ള സാധനങ്ങളുമാണ് അവരുടെ സറൗണ്ടിങ്സ്. അപ്പോൾ സറൗണ്ടിങ്സിനനുസരിച്ച് ആ രണ്ട് പേരുടെ റിലേറ്റീവ് പൊസിഷൻസ് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ ഇവർ രണ്ടുപേരും പറയും നമ്മളെല്ലാം എന്തിലിരിക്കുക, റെസ്റ്റിലിരിക്കുക എന്ന് പറയും. പക്ഷേ വെളിയിൽ നിന്നൊരു ഒബ്സർവർ നോക്കിയാലോ, പുറത്തു നിന്നൊരു ഒബ്സർവർ നോക്കിയാലോ, അവൻ പറയും ഈ ബസ്സിലിരിക്കുന്ന രണ്ടുപേരും എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, മോഷനിലാണെന്ന് പറയും, മൂവ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയും. സോ നമ്മൾ ആദ്യം മനസ്സിലാക്കണം, റെസ്റ്റ്, മോഷൻ എന്നൊക്കെ പറയുന്നത് എന്താ, റിലേറ്റീവ് ടേം, ഒരു റിലേറ്റീവ് ടേമാണ്. നമുക്കൊരിക്കലും അതിനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് പറയാൻ പറ്റത്തില്ല ഒരു ബോഡി റെസ്റ്റിലാണ് അല്ലെങ്കിൽ ഒരു ബോഡി മോഷനിലാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ ഭൂമിയിൽ നിൽക്കുക, ഞാൻ പറയും ഞാൻ റെസ്റ്റില്ല, ഞാനിവിടെ വെറുതെ അനങ്ങാതെ നിൽക്കുക, ഞാൻ റെസ്റ്റില്ല. പക്ഷേ ഭൂമിക്ക് പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾ നോക്കുമ്പോൾ ഉറപ്പായിട്ട് എന്തായിരിക്കും, ഈ ഭൂമിയുടെ കൂടെ ഞാനും മൂവ് ചെയ്യുക, സോ ഞാൻ മോഷനില്ല. ഓക്കെ, സോ ഇതാണ് മോഷൻ അല്ലെങ്കിൽ റെസ്റ്റ് എന്ന് പറയുന്നത് എന്തൊരു ടേമാണ്, അതൊരു റിലേറ്റീവ് ടേമാണ്. ഓക്കെ, സോ നമ്മൾ ഇനി അടുത്ത നോക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞു കാര്യങ്ങളാണ് പറയാനുള്ളത്, ഏറ്റവും ബേസിക് കൺസെപ്റ്റ്സാണ്, നമുക്ക് പറഞ്ഞു പോകും, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, നമുക്ക് കുറച്ച് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്ത് നമുക്ക് ഈ ഐഡിയ, ഈ കോൺസെപ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് ക്ലിയർ ആക്കി പോകാം. ഓക്കെ, നോക്കിക്കോ, ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്കറിയാം ഡിസ്റ്റൻസ് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്, നമുക്കറിയാം അല്ലയോ. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പാത്ത് ലെങ്ത് കവേർഡ്, അതായത് ഒരു ബോഡി ദാണ്ടെ എ എന്ന് പറയുന്ന സ്ഥലത്തിരുന്ന ആ ബോഡി ബി എന്ന് പറയുന്ന സ്ഥലത്തോട്ട് എത്തി. എങ്ങനെ എത്തി, എനിക്ക് വേണമെങ്കിൽ ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിൽ ഇങ്ങനെ എത്താം, അല്ലെങ്കിൽ എനിക്ക് ദാണ്ടെ ഇങ്ങനെ എത്താം, ഇങ്ങനെയൊക്കെ എത്താം. ഓക്കെ, സോ ഇതെല്ലാം എന്താണ്, ഡിസ്റ്റൻസുകളാണ്. എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ബിയിലോട്ട് എത്താൻ അവൻ സഞ്ചരിച്ച ആ ഒരു പാതയുടെ ലെങ്ത്, അതാണ് പാത്ത് ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, സോ പാത്ത് ലെങ്ത് കവേർഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഡിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. ഇതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്, നമുക്കറിയാവുന്ന കാര്യം, ഇതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. ഇനി ആലോചിക്കുക, ഇത് എപ്പോഴും എന്തായിരിക്കും, ആൾവേസ് പോസിറ്റീവ് ആയിരിക്കും. എപ്പോഴും ഇതെന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. ഒരു ബോഡി എയിൽ നിന്ന് അനങ്ങി തുടങ്ങിയോ, അങ്ങനെയാണെങ്കിൽ അവനൊരു ഡിസ്റ്റൻസ് കിട്ടിയോ, ആ ഡിസ്റ്റൻസ് എന്തായിരിക്കും, ഉറപ്പായിട്ടും പോസിറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഒന്ന് ഇല്ല. ഞാനൊരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തോട്ട് പോവുക, അപ്പം ഞാൻ പറയും ഇത്ര ദൂരം ഞാൻ സഞ്ചരിച്ചു അല്ലേ, മൈനസ് ഇത്ര ദൂരം ഞാൻ സഞ്ചരിച്ചെന്ന് ഞാൻ പറയൂ, ഒരിക്കലും പറയത്തില്ല അല്ലേ. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി, അതിന് ഡയറക്ഷൻ ഒന്നുമില്ല, അത് എപ്പോഴും എന്തായിരിക്കും, അത് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇനി ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ കാര്യം പറയാം. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണെന്ന് തോന്നുന്നു ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. നമ്മൾ
ഓക്കെ, ഏറ്റവും ചെറിയ വഴി കണ്ടോ, എയിൽ നിന്നും ബിയിലോട്ട് എത്താനുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്താ, അതൊരു സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആയിരിക്കും. അതെന്തൊരു ഡിസ്റ്റൻസ് ആയിരിക്കും, ഒരു സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആയിരിക്കും. ഓക്കെ, സോ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ, എയിൽ നിന്നും ബിയിലോട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ അതായിരിക്കും ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. ആ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആയിരിക്കും എന്തോന്ന്, നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ്, അല്ലെങ്കിൽ ആ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിന്റെ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും എന്തോന്ന്, നമ്മുടെ ഡിസ്പ്ലേസ്മെന്റിന്റെ മാഗ്നിറ്റ്യൂഡ്. ഇനി ഡിസ്പ്ലേസ്മെന്റിന് അടുത്ത പ്രത്യേകത എന്താ, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എന്താ, ഒരു വെക്ടറാ. ഡിസ്പ്ലേസ്മെന്റ് ഒരു വെക്ടറാ, അതിനെന്തോ ഉണ്ട്, ഡയറക്ഷനും ഉണ്ട്. ഓക്കെ, അതിനെന്തോ ഉണ്ട്, ഡയറക്ഷനും ഉണ്ട്. എങ്ങോട്ടാ വെക്ടറിന്റെ ഡയറക്ഷൻ വരുന്നത്, അതാ നോക്കി, ഇത് ഇനിഷ്യൽ പോയിന്റ്, ഇനിഷ്യലി എവിടെ നിന്നതാ, എയിൽ നിന്നതാ, ഫൈനലി അത് എവിടെ എത്തി, ബിയിലെത്തി. സോ ഇനിഷ്യൽ പോയിന്റിൽ നിന്നും ഫൈനൽ പോയിന്റിലോട്ട് ഡയറക്റ്റ് ചെയ്യുന്ന ഒരു വെക്ടർ ആണെന്ന് തോന്നുന്നു നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. കണ്ടോ, ഇനിഷ്യൽ പോയിന്റിൽ നിന്നും ഫൈനൽ പോയിന്റിലോട്ട് ഡയറക്റ്റ് ചെയ്യുന്ന ഒരു എന്താണ്, സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആണെന്ന് തോന്നുന്നത് നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്ന വെക്ടർ. ഓക്കെ, സോ ഇതിൽ നിന്ന് ഇങ്ങോട്ടാ പോയെങ്കിൽ ഞാൻ പറയും എന്താ, അതാണ്ട് എൻ്റെ ഡിസ്പ്ലേസ്മെന്റ് അങ്ങോട്ടാണെന്ന് പറയും. ഇനി ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ടാ വന്നെങ്കിൽ ഞാൻ എന്ത് പറയും, ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങോട്ടാണെന്ന് പറയും. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റിന് എന്തുണ്ട്, ഡയറക്ഷൻ ഉണ്ട് അല്ലേ. ഡയറക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ഡയറക്ഷൻ നമ്മൾ മാത്തമാറ്റിക്കലി എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത്, അത് പോസിറ്റീവുമാകാം, അത് നെഗറ്റീവുമാകാം. അതെന്തും ആകാം, നെഗറ്റീവ് ആവാം. ഓക്കെ, സോ ഡിസ്പ്ലേസ്മെന്റ് എന്താവാം, പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആവാം. ഓക്കെ ആണോ? ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നോക്കി. അങ്ങനെ ഇതാ നോക്കിയേ, ഒരു ബോഡി ഇതാണ്ടേ, അതിന്റെ ഇനിഷ്യൽ പോയിന്റ് ഇവിടെ ആയിരുന്നു, അത് താണ്ടെ ഇവിടെ നിന്നായിരുന്നു വിചാരിക്കുക. ഇനി ആ ബോഡി താണ്ടെ വലത്തോട്ട് മൂവ് ചെയ്യുക, പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ മൂവ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തെടുക്കും, ഡിസ്പ്ലേസ്മെന്റ് പോസിറ്റീവായിട്ട് എടുക്കും. ഓക്കെ, സോ ഒരു പോയിന്റിൽ നിന്നും അത് വലത്തോട്ട് മൂവ് ചെയ്താൽ, അതായത് അത് പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നെങ്കിൽ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്തായിട്ട് കാൽക്കുലേറ്റ് ചെയ്യും, പോസിറ്റീവായിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, സോ ഇനി ആ ബോഡി അവിടം വരെ എത്തി, അവിടെ നിന്നാണ് തിരിച്ചു വരുവാന്ന് വിചാരിക്കുക. അതേ വഴിയിൽ ഇങ്ങനെ തിരിച്ചു വരിക, മോഷനെ സ്ട്രൈറ്റ് ലൈൻ അല്ലേ പറയുന്നത്. സോ അത് തിരിച്ചു വന്നു, തിരിച്ച് വന്നു, അത് താണ്ട് ഇവിടെ എത്തിയെന്ന് വിചാരിക്കുക. അതിന്റെ ഫൈനൽ പോയിന്റ് ഇതാന്ന് വിചാരിക്കുക. ഓക്കെ, സോ അതിന്റെ ഇനിഷ്യൽ പൊസിഷനിൽ നിന്ന് ഇപ്പൊ നമ്മൾ എങ്ങോട്ടാ പോയേക്കുന്നത്, ലെഫ്റ്റ് സൈഡിലോട്ടാണ് പോയിരിക്കുന്നത് അല്ലേ, നെഗറ്റീവ് എക്സ് ഡയറക്ഷനിലാണ് പോയിരിക്കുന്നത്. കണ്ടോ, അതിന്റെ ഇനിഷ്യൽ പോയിന്റിൽ നിന്ന് ഫൈനൽ പോയിന്റിലോട്ട് എങ്ങോട്ടാണ് ഡയറക്ഷൻ കിടക്കുന്നത്, അതാണ്ട് ഇങ്ങോട്ടാണ്, നെഗറ്റീവ് എക്സ് ഡയറക്ഷനിലാണ് കിടക്കുന്നത്. സോ ഇങ്ങോട്ടാണ് ആരോയെങ്കിൽ, ഇത് നെഗറ്റീവ് സൈഡിലോട്ടാണ് ആരോയെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എന്തായി, നെഗറ്റീവായി. ഇനി അങ്ങോട്ടാണ് ഫൈനൽ പോയിന്റ്, ഇവിടെ ആയിരുന്നു ഫൈനൽ പോയിന്റ് എങ്കിൽ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ എടുക്കുമ്പോൾ എങ്ങോട്ട് വരയ്ക്കും വെക്ടർ, അതാണ്ട് ഇങ്ങോട്ട് വരയ്ക്കും വെക്ടർ. സോ അതെന്താ, അത് പോസിറ്റീവ്, ഇതെന്താ നെഗറ്റീവ്. ബേസിക് ഐഡിയ നമുക്കറിയാവുന്ന കാര്യമാണ്. ഓക്കെ, സോ ഇനിഷ്യൽ പോയിന്റിൽ നിന്നും ഫൈനൽ പോയിന്റിലോട്ടുള്ള ഡയറക്ഷൻ പോസിറ്റീവും ആകാം, നെഗറ്റീവും ആവാം. അതായത് അത് എന്താകാം, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എന്താവാം, പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. ഇനി ഞാൻ പറയുകയാണ്, ഈ ബോഡി ഇനിഷ്യൽ പോയിന്റ് ഇവിടെ ആയിരുന്നു, ആ ബോഡി അങ്ങ് വരെ പോയി തിരിച്ച് എവിടെ തന്നെ വന്നു നിന്നു, അവിടെ തന്നെ വന്നു നിന്നു. അതായത് ഫൈനൽ പോയിന്റ് ഏത് തന്നെയാ, ഇത് തന്നെയാന്ന് വിചാരിക്കുക. ഓക്കെ, സോ ബോഡി അങ്ങോട്ട് പോയി തിരിച്ചു വന്ന് എവിടെ വന്നു, ഇവിടെ തന്നെ വന്നു നിന്നു. സോ ഇനിഷ്യൽ പോയിന്റ് ഫൈനൽ പോയിന്റ് സെയിം ആണെങ്കിൽ ആ വെക്ടർ എന്താവും, അതൊരു സീറോ വെക്ടർ ആവും. എന്തൊരു വെക്ടർ ആവും, സീറോ വെക്ടർ ആവും. സോ ഡിസ്പ്ലേസ്മെന്റ് എന്തായി, സീറോ ആയി. ഓക്കെ, ഡിസ്റ്റൻസ് സീറോ ആവുമോ, ഒരിക്കലും ഇല്ല. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വന്നു. സോ ടോട്ടൽ എത്ര ദൂരം സഞ്ചരിച്ചു, അങ്ങോട്ടൊരു ഡി ഡിസ്റ്റൻസ് സഞ്ചരിച്ചു, ഇങ്ങോട്ടൊരു ഡി ഡിസ്റ്റൻസ് സഞ്ചരിച്ചു. സോ ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര, 2d ആയി. ഓക്കെ, പക്ഷേ ഡിസ്പ്ലേസ്മെന്റ് എന്തായി, ഇനിഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും സെയിം തന്നെയാണ്. സോ അവിടെ കിട്ടുന്ന ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും, ഡിസ്പ്ലേസ്മെന്റ് സീറോ ആയിരിക്കും. ഒരു സീറോ വെക്ടർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. എന്തായിരിക്കും, സീറോ ആയിരിക്കും. സോ ഡിസ്പ്ലേസ്മെന്റ് സീറോയും ആകാം കേട്ടോ. ഡിസ്പ്ലേസ്മെന്റ് എന്തും ആകാം, പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, അതെന്തും ആകാം, സീറോയും ആവാം. ഓക്കെ, സോ ഡിസ്പ്ലേസ്മെന്റിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കണ്ടു. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, ഞാനൊരു സിമ്പിൾ പ്രോബ്ലം തരാം. സിമ്പിൾ പ്രോബ്ലം, സ്പീഡും വെലോസിറ്റി ഒക്കെ പോകുന്നതിന് മുമ്പ് ഒരു സിമ്പിൾ പ്രോബ്ലം തരാം. എന്നാ നോക്കിയേ, ഒരു ബോഡിയുടെ ഇനിഷ്യൽ പോയിന്റ് ഇതായിരുന്നു. ആ ബോഡി ഒരു 5 മീറ്റർ അങ്ങോട്ട് സഞ്ചരിച്ചു. അത് കഴിഞ്ഞിട്ട് ഇതാണ്ട് ഇങ്ങോട്ടൊരു 5 മീറ്റർ സഞ്ചരിച്ചു. അവിടെ നിന്ന് എന്ത് ചെയ്യാൻ പോവാ, ബോഡി തിരിച്ചു വരാൻ പോവുക. തിരിച്ചൊരു ഇതാണ്ടേ ഇത്രയും വരെ വന്നു. ഇതായിരുന്നു അതിൻ്റെ എന്തോന്ന് വിചാരിക്കുക, ഫൈനൽ പോയിന്റ് എന്ന് വിചാരിക്കുക. ഓക്കെ, അത് 5 മീറ്റർ. തിരിച്ച് ടോട്ടൽ എത്ര ഡിസ്റ്റൻസ് ഇങ്ങോട്ട് സഞ്ചരിച്ചു, 7 മീറ്റർ ഇങ്ങോട്ട് സഞ്ചരിച്ചെന്ന് വിചാരിക്കുക. ഓക്കെ, 7 മീറ്റർ തിരിച്ച് സഞ്ചരിച്ചെന്ന് വിചാരിക്കുക. ഓക്കെ, സോ ഇതിൻ്റെ ഡിസ്റ്റൻസ് എത്രയാണ്, ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്, എങ്ങനെ കണ്ടുപിടിക്കും? ഡിസ്റ്റൻസ് എത്ര, ഡിസ്പ്ലേസ്മെന്റ് എത്ര എന്ന് ഈസിയാ. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്ര, ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് 5 അങ്ങോട്ട് പോയി, അവിടെ നിന്ന് തിരിച്ച് എത്ര ചെയ്ത് 7 ഇങ്ങോട്ട് വന്നു. ഓക്കെ, സോ ഇവിടുന്ന് 5 അങ്ങോട്ട് പോയി, അവിടെ നിന്ന് തിരിച്ച് 7 ഇങ്ങോട്ട് വന്നു. ഇനിഷ്യൽ പോയിന്റിൽ നിന്ന് ഫൈനൽ പോയിന്റ് വരെ എത്താൻ എത്ര ദൂരം സഞ്ചരിച്ച്, 5 + 7. ഓക്കെ, സോ 5 7 എത്ര, 6 4 10 11 12. സോ 12 മീറ്റർ എന്ത് കിട്ടി, നമുക്ക് ഡിസ്റ്റൻസ് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയാം. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇനിഷ്യൽ പോയിന്റിൽ നിന്ന് ഫൈനൽ പോയിന്റിലോട്ട് എത്ര ദൂരം ഉണ്ടെന്ന് നോക്കിയാൽ മതി. ഇതെത്രാടാ, ഇവിടം തൊട്ട് ഇവിടം വരെ എത്ര, 5. അങ്ങനെയാണെങ്കിൽ ബാക്കി വന്നുള്ള എത്ര, 6 7. ഓക്കെ,
സോ ടോട്ടൽ 7 ഉണ്ട്, ഇത്ര 5 ആണ്. അങ്ങനെ ഇത് എത്ര ഉണ്ട്? 2 അല്ലേ ബാക്കിയുള്ളത്? ഇത് 2. സോ ഡിസ്പ്ലേസ്മെന്റ് എത്ര കിട്ടി? പക്ഷേ ഇനിഷ്യൽ പോയിന്റിൽ നിന്ന് ഫൈനൽ പോയിന്റ് നമ്മൾ എങ്ങോട്ടാണ് അളന്നത്? ഇടത്തോട്ട് അളന്നത് അല്ലേ? സോ എന്തായിട്ട് എടുക്കും? നെഗറ്റീവായിട്ട് എടുക്കും. സോ -2 മീറ്റർ ആയിരിക്കും എന്തോന്ന്? ഡിസ്പ്ലേസ്മെന്റ്. കണ്ടോ, ഈ മൈനസ് ഈ നെഗറ്റീവ് ആര് തന്നു? അതിൻ്റെ ഡയറക്ഷനെ തന്നു. ഓക്കെ ആണോ? ഓക്കെ. സോ അപ്പോൾ അതുമായി. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത നമ്മുടെ കോൺസെപ്റ്റിലോട്ട് പോകാം. എന്താ? സ്പീഡും വെലോസിറ്റി. എന്താ സ്പീഡ് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ ഡിസ്റ്റൻസ്, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്പീഡ് എന്ന് വിളിക്കുന്നത്. റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ ഡിസ്റ്റൻസ്. ഓക്കെ. അപ്പോൾ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്തുവാ? റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ. ഓക്കെ. സോ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ ഡിസ്റ്റൻസ് ആണെന്ന് തോന്നുന്നു സ്പീഡ് എന്ന് പറയുന്നത്. റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ് ആണ് എടുക്കുന്നതെങ്കിൽ അതിന് എന്ത് പറയും? വെലോസിറ്റി എന്ന് പറയും. ഇപ്പോഴേ കാര്യം മനസ്സിലായി. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? വെലോസിറ്റി എന്ന് പറയുന്നത് വെക്ടറാണ്. വെലോസിറ്റി എന്തൊക്കെയാവാം? പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, സീറോയും ആകാം. ഓക്കെ. അതേപോലെ സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താ? സ്പീഡ് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ. അപ്പം ഡിസ്റ്റൻസ് എപ്പോഴേലും നെഗറ്റീവ് ആവുമോ? ആവത്തില്ല. അതുകൊണ്ട് സ്പീഡും എന്താവത്തില്ല? നെഗറ്റീവ് ആവത്തില്ല. സ്പീഡും നമ്മൾ ഡിസ്റ്റൻസിൻ്റെ കാര്യം പറഞ്ഞ പോലെ എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ. ഒരു ബോഡി മൂവ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ സ്പീഡ് ഒരിക്കലും പിന്നെ എന്താവത്തില്ല? നെഗറ്റീവ് ആവത്തില്ല. ഓക്കെ ആണോ? ഓക്കെ. സോ പോസിറ്റീവ് എപ്പോഴും സ്പീഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. സോറി, നെഗറ്റീവ് ആവത്തില്ല എന്നല്ല, സീറോ ആവത്തില്ല. ഒരു ബോഡി മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്പീഡ് എന്തല്ല? സീറോ അല്ല. ആ ബോഡി റെസ്റ്റിലാണെങ്കിൽ ഉറപ്പായിട്ട് അതിൻ്റെ സ്പീഡ് എന്ത് തന്നെയാണ്? സീറോ തന്നെയാണ്. പക്ഷേ ഒരു ബോഡിക്ക് എന്തെങ്കിലും ഒരു മോഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെന്തോ ഉണ്ടായി? ഒരു സ്പീഡ് ഉണ്ടായി. അതിനൊരു ആവറേജ് സ്പീഡൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. സോ അതിലോട്ടൊക്കെ നമുക്ക് വരാം. റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ ഡിസ്റ്റൻസ് ആണ് നമ്മൾ പറയുന്നതെങ്കിൽ അതെന്തായിരിക്കും? അതിനെ നമ്മൾ വിളിക്കുന്നത് സ്പീഡ് എന്ന് വിളിക്കുന്നത്. അത് എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അതെന്തായിരിക്കും? സ്കെയിലാർ ആയിരിക്കും. അതെന്തായിരിക്കും? സ്കെയിലാർ ആയിരിക്കും. ഓക്കെ ആണോ? അതിന് നെഗറ്റീവ് വാല്യൂ ഒന്നും കിട്ടത്തില്ല. പോസിറ്റീവ് ആവാം, സീറോ ആവാം. ഒരു ബോഡി റെസ്റ്റിലാണെങ്കിൽ അത് നമുക്ക് പറയാൻ എന്താവും? അത് സീറോ ആകാം. ഓക്കെ. സോ പോസിറ്റീവും ആകാം, സീറോയും ആകാം. ഒരിക്കലും എന്താവത്തില്ല? നെഗറ്റീവ് ആവത്തില്ല. ഓക്കെ. സോ അടുത്തത് അങ്ങനെയാണെങ്കിൽ സ്പീഡും വെലോസിറ്റി നമുക്കൊന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യണം? നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യണം. ഓക്കെ. സോ അതിൻ്റെ ഒരു ഇക്വേഷൻ നമുക്ക് പറയാം അല്ലേ? ഇത് എന്താണെന്നുള്ളൊരു ഐഡിയ ഉണ്ടല്ലോ. ഇതെന്താണ് സംഭവം എന്ന് മനസ്സിലായല്ലോ. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലേ? സോ ഡിസ്റ്റൻസിനെ നമുക്ക് എങ്ങനെ മെഷർ ചെയ്യാം? അല്ല, സ്പീഡിനെ നമുക്ക് എങ്ങനെ മെഷർ ചെയ്യാം? സ്പീഡ് ഈസ് ഈക്വൽ ടു ds/dt എന്ന് ഞാൻ വിളിക്കും. ഓക്കെ. റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. ഓക്കെ. ഇങ്ങനെ കിട്ടുന്ന സ്പീഡിനെ നമ്മൾ ഒരു പേര് വിളിക്കും. എന്താ അത്? ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് എന്ന് വിളിക്കും. ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് ആണ്. ഒന്നുമില്ല, കുഞ്ഞ് ചേഞ്ച് ഇൻ ഡിസ്റ്റൻസ് വിത്ത് റെസ്പെക്ട് കുഞ്ഞ് ചേഞ്ച് ഇൻ ടൈം. സമയം ഒരു ഇച്ചിരി കൂടിയപ്പോൾ ആ ബോഡിക്കുണ്ടായ ഡിസ്റ്റൻസിലുള്ള ചേഞ്ച്. ഓക്കെ. ഒരു ഡെൽറ്റ ടി സമയം കൊണ്ട് ആ ബോഡിക്കുണ്ടായ ഡെൽറ്റ എച്ച് ചേഞ്ചിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്പീഡ് എന്ന് വിളിക്കുന്നത്. അതേപോലെ ഡെൽറ്റ വി ഈസിക്കൽ ടു നമുക്ക് എന്ത് വിളിക്കാം? വി ഈസിക്കൽ ടു dx/dt എന്ന് വിളിക്കാം. ഓക്കെ. ഇതെന്തായിരിക്കും? ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആയിരിക്കും. ഓക്കെ. റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഇൻ ടൈം. ഒരു dt സമയത്തുണ്ടായ ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ. ഒരു dt സമയം കൊണ്ടുണ്ടായ ഡിസ്പ്ലേസ്മെന്റിനുണ്ടായ ചേഞ്ചിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വെലോസിറ്റി എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണോ? ഓക്കെ. സോ ഈ കാര്യങ്ങൾ ഓർത്ത് വെച്ചേക്കുക. സ്പീഡ് എന്ന് പറഞ്ഞാൽ ds/dt നമുക്ക് ചെയ്യാം. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? dh/dt ആയിരിക്കും. ഓക്കെ. ഓക്കെ. ഇനി അതുപോലെ തന്നെ നോക്കിയേ, നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് കാര്യം പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി. ഇതാണ്ട് നോക്കിയേ, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഡിസ്റ്റൻസിനേക്കാൾ ചെറുതായിരിക്കത്തില്ലേ? നമുക്കറിയാം ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസാണ്. ഓക്കെ. സോ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്റ്റൻസിനേക്കാൾ എപ്പോഴും എന്തായിരിക്കും? ചെറുതായിരിക്കും. ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസാണ് ഡിസ്പ്ലേസ്മെന്റ് അല്ലയോ? സോ ഡിസ്പ്ലേസ്മെന്റും വേണമെങ്കിൽ ഒരു ഷോർട്ടസ്റ്റ് വേയിലാണ് ഈ സാധനം സഞ്ചരിച്ചത്. ആൾറെഡി അത് ഏറ്റവും ഷോർട്ടസ്റ്റ് വേയിലാണ് സഞ്ചരിച്ചതെങ്കിൽ അതിൻ്റെ ഡിസ്റ്റൻസും അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റും എന്ത് തന്നെയായിരിക്കും? സെയിം തന്നെയായിരിക്കും. സോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് നമുക്ക് പറയാം. ഓക്കെ. ഡിസ്പ്ലേസ്മെൻറ്റ് ആൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്തെന്ന് പറയാം? ഡിസ്റ്റൻസ് എന്ന് പറയാം. ഓക്കെ ആണോ? അപ്പോൾ ഇത്രയും കാര്യം ഓക്കെ ആണോ? ഓക്കെ. ഇതെല്ലാം ബേസിക് ഐഡിയ നിങ്ങൾക്ക് അറിയാവുന്ന ആൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ് പറഞ്ഞത് അല്ലയോ? ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? ഇതിനെ നമ്മൾ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് വിളിക്കും. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് വിളിക്കും. ഓക്കെ. ആ ഇൻസ്റ്റന്റ് ഞാൻ നോക്കുന്ന ആ ഇൻസ്റ്റന്റിലുള്ള
വെലോസിറ്റിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഇതാ നോക്കിയേ, ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഞാനൊരു ബൈക്കിൽ പോവുക. ബൈക്കിൽ പോകുമ്പോഴത്തേക്ക് ഞാൻ ബൈക്കിൽ നോക്കുന്ന സമയത്ത് ഞാൻ ആ കാണുന്ന സ്പീഡ് ഉണ്ടല്ലോ, അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇൻസ്റ്റന്റേനിയസ് സ്പീഡ്. ആ സ്പീഡിൽ ആ ഡയറക്ഷനിലാണ് പോകുന്നതെന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും, ആ പോയിന്റിലെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി കിട്ടും. ഓക്കെ, സോ ഇങ്ങനെ ഒരു കാര്യമുണ്ട്, അതുകൂടെ ഓർത്ത് വെച്ചു. ഇതാ നോക്കിയേ, ds/dt എന്ന് പറഞ്ഞാൽ ആ പോയിന്റിലുള്ള റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ വെലോസിറ്റിയുടെ dx/dtയുടെ മാഗ്നിറ്റ്യൂഡ് എടുത്താൽ മതി. ഓക്കെ, ഞാൻ പറഞ്ഞില്ലയോ, ഞാൻ ബൈക്ക് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്, ആ പോയിന്റിൽ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും, ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് കിട്ടും. ഇനി ആ സ്പീഡിൽ ആ ഡയറക്ഷനും കൂടെ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് എന്തായിരിക്കും കിട്ടുന്നത്, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ആയിരിക്കും കിട്ടുന്നത്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് രണ്ട് സെയിം ആണോ, മാഗ്നിറ്റ്യൂഡ് രണ്ടും സെയിം തന്നെ ആയിരിക്കും. ഓക്കെ, സോ ഇൻസ്റ്റന്റേനിയസ് സ്പീഡിൻ്റെയും ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയുടെയും മാഗ്നിറ്റ്യൂഡുകൾ എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഓർക്കുക, ഇൻസ്റ്റന്റേനിയസ് സ്പീഡിൻ്റെയും ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡുകൾ എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഓക്കെ, ഒരിക്കലും നിങ്ങൾ ആവറേജ് സ്പീഡിൻ്റെ ആവറേജ് വെലോസിറ്റിയുടെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണെന്ന് ഒരിക്കലും പറയരുത്. ഇത് മാത്രമേ ഉള്ളൂ കൺസെപ്റ്റ്. ഇൻസ്റ്റന്റേനിയസ് സ്പീഡിൻ്റെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയുടെയും മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും, സെയിം തന്നെ ആയിരിക്കും. ഓക്കെ, സോ അതും കൂടെ ഒന്ന് ആലോചിച്ച് വെച്ചേക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതാ നോക്കിയേ, നമുക്ക് ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റി എന്താണെന്ന് നോക്കാം. ഇതൊരു ഓക്കെ, അതിൻ്റെ പ്രോബ്ലം വന്നു. അതിന് മുന്നേ നമുക്ക് ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റിയുടെ കൂടെ കാര്യം നോക്കാം. ഓക്കെ, സോ ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്ട് ഇത്രയേ ഉള്ളൂ. ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. ഓക്കെ, അതേപോലെ ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. ഓക്കെ, സോ ഓർത്ത് ചെയ്യുക, ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താ, ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. വലിയ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, സോ നമ്മൾ സ്പീഡ് ഡിഫൈൻ ചെയ്തത് എന്താ, ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം എന്നാ. വെലോസിറ്റി ഡിഫൈൻ ചെയ്തത് എന്താ, ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ടൈം എന്നാ. ഓക്കെ അന്നേ. ഓക്കെ, അതുപോലെ താഴെ ഇതും കൂടെ ഓർത്ത് വെച്ചോ, നമ്മൾ പഠിച്ചായിരുന്നല്ലോ, dx/dt ആണ് എന്തോന്ന്, വെലോസിറ്റി എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി, dx കിട്ടാൻ എന്ത് ചെയ്താൽ മതി, vdt എടുത്താൽ മതി. ഓക്കെ, എന്ത് ചെയ്താൽ മതി, vdt എന്ത് ചെയ്താൽ മതി, ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. നമുക്ക് എന്ത് കിട്ടും, ഡിസ്റ്റൻസ് കിട്ടും. ഓക്കെ ആണോ? ഓക്കെ, സോ അതും കൂടെ എന്ത് ചെയ്യുക, ഓർത്ത് വെച്ചേക്കുക. അങ്ങനെയാണെങ്കിൽ അടുത്ത കാര്യം നോക്കാം. നമുക്ക് ആ പ്രോബ്ലം ഒന്ന് നോക്കാം. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്, ഇതാണ്ട് ഒരു ബോഡി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ ഇനിഷ്യൽ പോയിന്റ് ഇതായിരുന്നു. ഓക്കെ, അതിൻ്റെ ഫൈനൽ പോയിന്റ് ഇതായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുക, ഇതിൻ്റെ ഡിസ്പ്ലേസ്മെന്റ് എത്ര? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ താണ്ടെ ഇത് അങ്ങോട്ട് 5 ഉണ്ടല്ലോ, ഇങ്ങോട്ട് 7 ഉണ്ട്. സോ ഇതിൻ്റെ ഇടയ്ക്ക് എത്ര ഉണ്ട്, ബാക്കി 2. സോ -2 ആയിരിക്കും തോന്നുന്നു ഡിസ്പ്ലേസ്മെന്റ്, നമ്മൾ നേരത്തെ കണ്ടായിരുന്നു. അതേപോലെ തന്നെ അതിൻ്റെ ഡിസ്റ്റൻസ് എന്തായിരിക്കും, 5ഉം 7ഉം. 5 അങ്ങോട്ടുണ്ട്, 7 ഇങ്ങോട്ടുണ്ട്. 5 7 എത്ര, 10 12. അതായിരിക്കും തോന്നുന്നു അതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇനി നമുക്ക് താണ്ടെ ഇവിടെ ഞാൻ ചോദിച്ചേക്കുവാണ്, ഇതിൻ്റെ ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ ചോദിക്കുക. ചോദിച്ചേക്കുക. ഓക്കെ ആണോ? ഓക്കെ, സോ ആവറേജ് വെലോസിറ്റി V average is equal to total displacement divided by total time taken. ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് അങ്ങോട്ട് എത്ര ഉണ്ട്, 5. ഇങ്ങോട്ട് എത്ര ഉണ്ട്, 7. പക്ഷേ ഡിസ്പ്ലേസ്മെന്റ് എങ്ങോട്ടാ, ഇപ്പം ലെഫ്റ്റിലോട്ടോ. സോ അതെന്തായിട്ട് എടുക്കണം, നെഗറ്റീവായിട്ട് എടുക്കണം. സോ 5 + -7 ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ എത്ര, അങ്ങോട്ട് 10 ഇങ്ങോട്ട് 5. ടോട്ടൽ എത്ര, 15. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു എത്ര, 5 - 7 -2/15 കിട്ടും. സോ ഇത്രയും മീറ്റർ പെർ സെക്കൻഡ് ആണ് അതിൻ്റെ എന്തോന്ന്, ആവറേജ് വെലോസിറ്റി. അതിൻ്റെ എൻ്റെ ട്രാവലിംഗ് മുഴുവൻ കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ആവറേജ് വെലോസിറ്റി എത്ര, -2/15. അതായത് മീനിങ് എത്രയേ ഉള്ളൂ, അത് ഇനിഷ്യൽ പോയിന്റിൽ നിന്ന് ഒരു -2/15 വെലോസിറ്റിയിൽ അത് എന്ത് ചെയ്തു, പതിയെ ഇങ്ങോട്ട് വന്നു, അതിവിടെ എത്തി. എൻ്റെ ഒരു ആവറേജ് വെലോസിറ്റി അത്രയായിരിക്കും. ഇത് അങ്ങോട്ട് പോയത് ഇങ്ങോട്ട് പോയത് ഒന്നും ആലോചിക്കുന്നില്ല. അത് ഇനിഷ്യൽ പോയിന്റിൽ നിന്ന് ഫൈനൽ പോയിന്റിലോട്ട് എത്താൻ എത്ര സ്പീഡിലായിരിക്കും അത് എന്ത് ചെയ്തത്, മൂവ് ചെയ്തത്, എത്ര വെലോസിറ്റിയിലായിരിക്കും എന്ത് ചെയ്തത്, മൂവ് ചെയ്തത്. അത് കണ്ടുപിടിച്ചപ്പോൾ എനിക്ക് എന്ത് കിട്ടിയത്, -2/15. അതായത് 2/15 മീറ്റർ പെർ സെക്കൻഡിൽ അത് ഇടത്തോട്ട് പതിയെ മൂവ് ചെയ്താണ് ഇവിടെ എത്തിയത്.
ഓക്കെ ഓക്കെ. സോ അതിൻ്റെ ആവറേജ് വെലോസിറ്റി. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇത് അങ്ങോട്ട് പോയത് ഇങ്ങോട്ട് പോയത് ഒന്നും ആലോചിക്കുന്നില്ല. ആവറേജ് വെലോസിറ്റി എന്താ? ഇനിഷ്യൽ പോയിന്റിൽ നിന്ന് ഫൈനൽ പോയിന്റിലോട്ട് എത്താൻ അത് ആവറേജ് എത്ര സ്പീഡിലായിരിക്കും പോയത്. ഓക്കെ ഓക്കെ, അതിൻ്റെ ഡയറക്ഷനും കിട്ടും. എത്ര? -2/50. അതിൻ്റെ അർത്ഥം എന്താ? അത് ഇങ്ങോട്ടാണ് മൂവ് ചെയ്തതെന്ന്. ഓക്കെ, ഇനി അതിൻ്റെ ആവറേജ് സ്പീഡോ? എസ് ആവറേജ് അതെനിക്കറിയാം. ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈമാ. ടോട്ടൽ എത്ര ഡിസ്റ്റൻസ് അത് മൂവ് ചെയ്ത്? അതുകൊണ്ട് 5 അങ്ങോട്ട് പ്ലസ് 7 ഇങ്ങോട്ട്. പക്ഷേ ഡിസ്റ്റൻസാണ് ഞാൻ എടുക്കുന്നത്. ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈമാണ്. ടോട്ടൽ ഡിസ്റ്റൻസ് എടുക്കുന്നത്. 7 ഇങ്ങോട്ട്. നെഗറ്റീവ് എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഡിസ്റ്റൻസ് ആൾവേസ് പോസിറ്റീവ്. 5 + 7 ഡിവൈഡഡ് ബൈ 15. എത്ര കിട്ടും? 12/15 m/s. ഓക്കെ ആണോ? ഓക്കെ, സിമ്പിൾ സിമ്പിൾ. അങ്ങനെയാണ് ഇതാ നോക്കിയാൽ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. h = 2t³ + 10t² + 3 v at t = 2 സെക്കൻഡ്. രണ്ടാമത്തെ സെക്കൻഡിലുള്ള വെലോസിറ്റി കണ്ടുപിടിക്കാൻ ചോദിക്കുന്നത്. കണ്ടോ, അറ്റ് t = 2 സെക്കൻഡ് എന്നൊക്കെ ചോദിച്ചാൽ അത് എന്തായിരിക്കും ഉറപ്പായിട്ട് ചോദിക്കുന്നത്? അത് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയിലാണ്. അതായത് രണ്ടാമത്തെ സെക്കൻഡിലുള്ള വെലോസിറ്റി എത്രയാണെന്ന് ചോദിക്കുന്നത്. സോ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ചോദിക്കുന്നത്. എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാം v = എന്താ? v = ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ dh/dt. അങ്ങനെയാണെങ്കിൽ ഈ എക്സ് നമുക്ക് തന്നിട്ടുണ്ട്. ആ എക്സിനെ എന്ത് ചെയ്താൽ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. dh/dt വിത്ത് റെസ്പെക്ട് ടു ടിയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് ആരെ കിട്ടും? വെലോസിറ്റി കിട്ടും. സോ വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷിയേറ്റ് ചെയ്യും. നമുക്കറിയാം ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ അറിയാമല്ലോ. t³ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. എന്താ? 3 ഇവിടെ എഴുതുക. t 3 എന്നൊന്ന് കുറച്ച് സ്ക്വയർ ചെയ്യുക. ഓക്കെ ആണോ? ഓക്കെ. സോ 2 ഇവിടെ 2t³ 2 അതുപോലെ എഴുതി. കോൺസ്റ്റന്റ് ആയിരുന്നു. 2 അതുപോലെ എഴുതി. t³ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 3t² പ്ലസ് 10 അതുപോലെ എഴുതി. t² ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? ഒന്നുമില്ല. ഇവിടെ ചെയ്ത അതേ പരിപാടി. ആ 2നെ എന്ത് ചെയ്യുക? ഇങ്ങോട്ടും എഴുതുക. t⁻² എന്തുകൊണ്ട്? 2 1 കുറച്ച് എഴുതുക. 1. ഓക്കെ, സോ 2t. സോ ഇൻറ്റു 2t. ഇനി നമുക്കറിയാം ഒരു കോൺസ്റ്റന്റ് അവിടെ വെറുതെ കിടപ്പുണ്ട്. 3 മാത്രമേ ഉള്ളൂ. 3യുടെ കൂടെ t t² ഒന്നുമില്ല. അങ്ങനെ ഒരു കോൺസ്റ്റന്റ് മാത്രം വെറുതെ കിടന്നാൽ അതിന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്തായി പോകും? 0 ആയി പോകും ഇല്ലയോ? അത് നമുക്കറിയാം. ഡെറിവേറ്റീവ് ഒരു കോൺസ്റ്റന്റിനെ ആണ് ഞാൻ ഡെറിവേറ്റ് ചെയ്യുന്നതെങ്കിൽ അത് എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. കോൺസ്റ്റന്റ് ഒറ്റയ്ക്ക് കിടക്കുവാണെങ്കിൽ അതെന്തായി പോകും? 0 ആയി പോകും. കോൺസ്റ്റന്റിൻ്റെ കൂടെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അതിന് അതേപോലെ എഴുതണം. ഓക്കെ, t t² t³ ഒക്കെ ഉണ്ടെങ്കിൽ ആ കോൺസ്റ്റന്റ് അതേപോലെ എഴുതാം. കോൺസ്റ്റന്റ് ഒറ്റയ്ക്ക് ഉള്ളെങ്കിൽ അതിന് എന്ത് ചെയ്യുക? 0 ആക്കുക. ഓക്കെ, സോ വിച്ച് ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? 6t² + 20t. ഓക്കെ, 20t. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? dh/dt അറ്റ് t = എത്ര? 2 ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലയോ? t = 2 സെക്കൻഡ്. ഓക്കെ, അതായത് വെലോസിറ്റി അറ്റ് 2 സെക്കൻഡാണ് ചോദിച്ചിരിക്കുന്നത്. വെലോസിറ്റി അറ്റ് 2 സെക്കൻഡാണ് ചോദിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ സെക്കൻഡ് ഒന്നുമില്ല. ടിക്ക് എന്ത് കൊടുക്കുക? t = 2. ടിക്ക് എന്ത് കൊടുക്കുക? 2 കൊടുക്കുക. സോ 2 കൊടുക്കുമ്പോൾ 4 ആവും. 24 + 40 വിച്ച് ഈസ് ഈക്വൽ എത്ര? 64. ഓക്കെ, സിമ്പിൾ പ്രോബ്ലമാണ്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ചോദിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് 2023 എന്തോ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. ഓക്കെ, സോ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒക്കെ എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട്. ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഒറ്റ കൺസെപ്റ്റ് അറിഞ്ഞാൽ മതി. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? dh/dt. ഓക്കെ ഓക്കെ, അങ്ങനെയാണ് ഏതാണ്ട് ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കുക. വെലോസിറ്റി അറ്റ് t = 1 സെക്കൻഡ്. ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. വെലോസിറ്റി അറ്റ് t = 1 സെക്കൻഡ്. ഡയറക്റ്റ് നമുക്ക് എന്താ തന്നിരിക്കുന്നത്? വെലോസിറ്റിയുടെ ഇക്വേഷൻ തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? v = അറ്റ് 1 സെക്കൻഡ്. t = 1 എന്ന് പറഞ്ഞാൽ t അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ടിക്ക് 1 അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. 6 + 2 എത്ര? 8 m/s. ഓക്കെ, അത് വെലോസിറ്റിയുടെ ഇക്വേഷൻ തന്നെ നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യുന്നത് തന്നിരിക്കുന്നത്. സിമ്പിളി എന്ത് ചെയ്താൽ മതി? ആൻസർ ഇട്ട് കൊടുത്താൽ. ഇതൊന്നും ചോദിക്കാൻ സാധ്യതയില്ല. പക്ഷേ ഇത് നമുക്ക് ആവശ്യമുണ്ട്. ഇത് t = 1 ഇടുമ്പോഴാണ് അറ്റ് 1ലുള്ള വെലോസിറ്റി കിട്ടുന്നത്. t = 2 ഇടുമ്പോഴാണ് അറ്റ് 2ലുള്ള വെലോസിറ്റി കിട്ടുന്നത്. സോ ഈ ഐഡിയ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്? നമുക്ക് വേറെ പ്രോബ്ലത്തിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ h = 5t² + 2. Find v t = 1 and v average from t = 0 to 2 സെക്കൻഡ്. ഒന്നുമില്ല, നമുക്ക് t = 1ലുള്ള കണ്ടുപിടിക്കാം. അത് ആദ്യമേ കണ്ടുപിടിക്കാം. എന്താ നോക്കിയേ? എക്സ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി കണ്ടുപിടിക്കാൻ നമുക്കറിയാം. നമ്മൾ dh/dt എടുത്താൽ മതി ഇല്ലയോ? dh/dt വിച്ച് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? വിത്ത് റെസ്പെക്ട് ടു എക്സ് ടിയിൽ ഡെറിവേറ്റ് t² ഡെറിവേറ്റ് ചെയ്യുമ്പോൾ 2t എന്ന് കിട്ടും. 5 × 2 10 10t പ്ലസ് അത് 0 അല്ലേ? 2 കോൺസ്റ്റന്റ് മാത്രമേ ഉള്ളൂ. അത് 0 ആയിപ്പോൾ.
സോ വെലോസിറ്റി അറ്റ് നമുക്ക് എന്താ വേണ്ടുന്നത്, ടി ഈസ് ഈക്വൽ ടു 1 ആണ് വേണ്ടത്. ടി ഈസ് ഈക്വൽ ടു 1 വിച്ച് ഈസ് ഈക്വൽ ടു ഇതാണ് ടീക്ക് എന്ത് കൊടുത്താൽ മതി, 1 കൊടുത്താൽ മതി, ആൻസർ 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഈസി, സിമ്പിൾ. ഇനി നമ്മൾ എന്താ ചോദിച്ചിരിക്കുന്നത്, ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 0 മുതൽ 2 സെക്കൻഡ് വരെയുള്ള സഞ്ചരിച്ചപ്പോൾ അതിന് ആവറേജ് എത്ര വെലോസിറ്റിയിലാണ് അത് എന്ത് ചെയ്തത്, സഞ്ചരിച്ചത്. അതായത് വെലോസിറ്റി ചേഞ്ച് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക ഓരോ സെക്കൻഡിലും, അല്ലെങ്കിൽ ഓരോ സെക്കൻഡിലല്ല, 0 to 2 സെക്കൻഡ് എന്ന് പറയുമ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യാം, നമുക്ക് മുറിച്ച് എത്ര വട്ടം വേണമെങ്കിലും മുറിക്കാം. സോ ശരിക്കും പറഞ്ഞാൽ സമയം മാറുന്നതനുസരിച്ച് ഈ വെലോസിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, പതിയെ ഇങ്ങനെ ചേഞ്ച് ആവുന്നുണ്ട്. ആ വെലോസിറ്റിയുടെ ആവറേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, 0 മുതൽ 2 സെക്കൻഡ് വരെ അത് സഞ്ചരിച്ചപ്പോൾ ഉള്ള ആവറേജ് വെലോസിറ്റി ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ കണ്ടുപിടിക്കുക ആവറേജ് വെലോസിറ്റി? ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ എളുപ്പം. അതാ നോക്കിയേ, നമുക്കറിയാം ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ട്രാവൽ ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം അല്ലേ. ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ആണ് എന്തോന്ന്, ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ അത് സഞ്ചരിച്ച ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 0th സെക്കൻഡിൽ എവിടെ ഇരുന്നതാ, എക്സ് എന്ന് പറയുന്നത് 0th സെക്കൻഡിൽ എവിടെ ഇരുന്നതാ, x0 കണ്ടുപിടിക്കാം. അതായത് 0th സെക്കൻഡ് ടൈം 0 ആയിരുന്നപ്പോൾ അത് എവിടെ ഇരുന്നതാ, അതാണ് ടീക്ക് 0 കൊടുത്താൽ മതി. ടീക്ക് 0 കൊടുക്കുമ്പോൾ ആൻസർ എന്ത് കിട്ടും, 2. ഓക്കെ, സോ എക്സ് അതായത് തുടങ്ങിയപ്പോൾ അത് എവിടെ ഇരുന്നതാ, ഒറിജിനിൽ നിന്നും, ഇങ്ങനെ ആലോചിച്ചാൽ മതി, ഒറിജിനിൽ നിന്നും 2 മീറ്റർ ഡിസ്റ്റൻസ് ഇരുന്നതാ അത്. ഓക്കെ, ഒറിജിനിൽ നിന്നും അത് എവിടെ ഇരുന്നതാ, ഞാൻ എടുത്തേക്കുന്ന ഒരു റെഫറൻസ് പോയിന്റ്, ആ റെഫറൻസ് പോയിന്റിൽ നിന്നും എത്ര ദൂരം മാറിയിരുന്നതാ, 2 മീറ്റർ മാറിയിരുന്നത് അത്. ഓക്കെ, അതുകൊണ്ട് ആ x0 എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് എത്ര കിട്ടിയത്, 2 എന്ന് കിട്ടിയത്. ഇനി അടുത്തത് അത് എത്രാമത്തെ സെക്കൻഡ് എത്തി, 2ാമത്തെ സെക്കൻഡിൽ എത്തിയതെയോ. x2 കണ്ടുപിടിക്കുക. അങ്ങനെ ആണെങ്കിൽ x2 കൊടുത്ത് നോക്ക്, 2 സ്ക്വയർ എത്ര, 4, 5 into 4 20, 22. ഓക്കെ മീറ്ററിലായിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുകയാണ് 2ാമത്തെ സെക്കൻഡ് എത്തിയപ്പോൾ ഈ 2 മീറ്റർ ഇരുന്ന ഇനിഷ്യലി ദാണ്ട ഫോർ എക്സാമ്പിൾ ഇതായിരുന്നു എൻ്റെ റെഫറൻസ് പോയിന്റ് എന്ന് വിചാരിക്കുക. ഞാൻ തുടക്കത്തിൽ ഇവിടെ ഇരുന്നത് അതാണ്ട് 2 മീറ്റർ ഡിസ്റ്റൻസ് കണ്ടോ, ഒറിജിനിൽ നിന്ന് 2 മീറ്റർ ഡിസ്റ്റൻസ് ഇവിടെ ഇങ്ങനെ ഇരുന്നതാ. ഞാൻ 2 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഞാൻ എത്ര ദൂരം മാറി, ഞാനത് 22 മീറ്ററിലോട്ട് മാറി. ഇങ്ങോട്ട് മാറി 22 മീറ്ററിലോട്ട് മാറി. ഓക്കെ, സോ നെറ്റ് ഡിസ്പ്ലേസ്മെന്റ് എത്ര, അത് 2ൽ നിന്നും 22ലോട്ട് എത്തി. കണ്ടോ, ഡിസ്പ്ലേസ്മെന്റ് എത്ര, 2ൽ നിന്നും 22ലോട്ട് എത്തി. അപ്പോൾ സോ ഡെൽറ്റ എക്സ് ഉണ്ടായ ഡിസ്പ്ലേസ്മെന്റ്, അതായത് എക്സ് ഫ്രം 0 to 2 സെക്കൻഡ്, അതായത് 0 മുതൽ 2 സെക്കൻഡ് കൊണ്ടുണ്ടായ ഡിസ്പ്ലേസ്മെന്റ്, അതായത് നമുക്ക് ഇതാണ്ട് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, ഡെൽറ്റ എക്സ്. നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, ഡെൽറ്റ എക്സ്. ശരിക്കും പറഞ്ഞാൽ എന്താ, ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ് അല്ലയോ, ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ് അല്ലയോ, അല്ലേ, ആവറേജ് ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ് അല്ലയോ, ഇൻസ്റ്റന്റേനിയസ് ചേഞ്ച് അല്ല, ടോട്ടൽ ചേഞ്ച് ഇൻ ആവറേജ് ചേഞ്ച് അല്ല, ടോട്ടൽ ചേഞ്ച് ഇൻ എന്താ, ഡിസ്പ്ലേസ്മെന്റ്. സോ ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ ഡെൽറ്റ എക്സ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം, റെപ്രസെന്റ് ചെയ്യാം. നമ്മൾ അങ്ങനെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടല്ലോ, നമ്മൾ ഫിസിക്സ് ഒരുപാട് ചാപ്റ്ററുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ഡെൽറ്റ എക്സ് ഡെൽറ്റ ടി കൊണ്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന എന്താ, ചേഞ്ച് ഇൻ ഡിസ്റ്റൻസ്, ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ് ഒക്കെ. ഓക്കെ, നമ്മൾ ഡെൽറ്റ ടി ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ നമ്മൾ പറയും. സോ ചേഞ്ചിനെ നമുക്ക് എന്ത് ചെയ്യാം, ഡെൽറ്റ കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. സോ ഈ 0 മുതൽ 2 സെക്കൻഡ് കൊണ്ട് അത് സഞ്ചരിച്ച ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, അല്ലെങ്കിൽ അതിന് ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് ഇങ്ങനെയും എന്ത് ചെയ്യുക, അതിനെ റെപ്രസെന്റ് ചെയ്യാം. സോ ഡെൽറ്റ എക്സ് എത്ര കിട്ടി നമുക്ക്, ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് 22ഉം 2ൽ നിന്ന് 22 ആയി അല്ലയോ. നമുക്ക് ഇങ്ങനെയും പറയാം, എക്സ് ഫൈനൽ മൈനസ് എക്സ് ഇനിഷ്യൽ, ഇങ്ങനെയും പറയാം. കണ്ടോ, ഇതെല്ലാം എന്താ, ഒറ്റ സാധനം. സോ ഈ കൺസെപ്റ്റ് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ഇത് പലയിടത്തും നമുക്ക് എന്ത് ചെയ്യണം, ഉപയോഗിക്കണം. സോ ഇത് ക്ലിയർ ആക്കി കൊണ്ടുപോകുക. ഓക്കെ, എക്സ് 0 to 2 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്, എന്താ, 0 മുതൽ 2 സെക്കൻഡ് കൊണ്ട് അത് എന്ത് ചെയ്ത് സഞ്ചരിച്ച ഡിസ്പ്ലേസ്മെന്റ്, സഞ്ചരിച്ച ദൂരം. ഓക്കെ, ഇനി അതിനെ നമുക്ക് എങ്ങനെയും വിളിക്കാം, ഡെൽറ്റ എക്സ് എന്നും വിളിക്കാം. ഓക്കെ, ഡെൽറ്റ എക്സ് എന്ന് വിളിക്കാം. അതായത് എക്സ് ഫൈനൽ മൈനസ് എക്സ് ഇനിഷ്യൽ. കണ്ടോ, എക്സ് ഫൈനൽ എന്ന് പറഞ്ഞാൽ എത്ര, ഒറിജിനിൽ നിന്ന് നോക്കുമ്പോൾ 22 മീറ്റർ. ഓക്കെ, എക്സ് ഇനിഷ്യൽ എത്ര, എക്സ് ഇനിഷ്യൽ 2 മീറ്റർ. സോ ഫൈനലിൽ നിന്നും ഇനിഷ്യൽ കുറച്ചാൽ എൻ്റെ എന്ത് കിട്ടും, ഡെൽറ്റ എക്സ് കിട്ടും. എൻ്റെ എന്ത് കിട്ടും, ഡെൽറ്റ എക്സ് കിട്ടും. ഓക്കെ ആണോ? ഓക്കെ, സോ ഇത് എക്സ് ഇനിഷ്യൽ, ഇത് എക്സ് ഫൈനൽ, ഇത് എക്സ് ഇനിഷ്യൽ. സോ എക്സ് ഫൈനലിൽ നിന്നും എക്സ് ഇനിഷ്യൽ കുറച്ച് കഴിഞ്ഞാൽ ഡെൽറ്റ എക്സ് കിട്ടും. ഓക്കെ ആണോ? ഓക്കെ, സോ നമുക്ക് ഡെൽറ്റ എക്സ് കിട്ടി. അത് എത്ര കിട്ടി, 22 - 2 ചെയ്താൽ മതി, എത്ര, 20 മീറ്റർ. ഓക്കെ, ഇത് നിങ്ങൾക്ക് അറിയായിരിക്കും, നിങ്ങൾക്ക് സിമ്പിളായിട്ട് അറിയായിരിക്കും. പക്ഷേ ഈ കൺസെപ്റ്റുകളൊക്കെ എന്ത് ചെയ്യുക, ഓർത്ത് വെച്ചേക്കുക, അത് സ്ട്രോങ് ആക്കി വെച്ചേക്കുക, കൺസെപ്റ്റ് സ്ട്രോങ് ആക്കി വെച്ചേക്കുക. ഓക്കെ, സോ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ എക്സ് 0 to 2 സെക്കൻഡ് കിട്ടി. അത് എത്ര കിട്ടി, 20 മീറ്റർ എന്ന് കിട്ടി. ഓക്കെ, 20 മീറ്റർ എന്ന് കിട്ടി. നമുക്കറിയാം ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കേണ്ടത് വി ആവറേജ് ഈസ് ഈക്വൽ ടു എക്സ് ഡിവൈഡഡ് ബൈ, അല്ലയോ, ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ
ടൈം ടേക്കൺ അല്ലേ, ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ്, അതായത് 0 മുതൽ 2 സെക്കൻഡിൽ സഞ്ചരിച്ച ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ അതിനുള്ള സമയം എത്ര, ഡെൽറ്റ ടി എത്ര, 0 to 2 സെക്കൻഡ്, അപ്പോൾ എത്ര 2 സെക്കൻഡ്. ഓക്കെ ആണോ? ഓക്കെ, സോ അത് 2 വിച്ച് ഈസ് ഈക്വൽ ടു, പിന്നെ നമുക്ക് ഡെൽറ്റ എക്സ് എന്ന് വിളിക്കാം അല്ലയോ, ഡെൽറ്റ എക്സ്, നമുക്ക് ഇതിനെ ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി എന്നും വിളിക്കായിരുന്നു. ഓക്കെ, സോ ഡെൽറ്റ എക്സ് നമുക്ക് എത്ര കിട്ടി, 20 ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി എത്ര 2 ഫിസിക്കൽ എത്ര 10 മീറ്റർ പെർ സെക്കൻഡ്. സോ ആവറേജ് വെലോസിറ്റി നോക്കിയപ്പോൾ അത് എന്ത് തന്നെ കിട്ടിയത്, 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടിയത്. എപ്പോഴും ഇൻസ്റ്റന്റ് വെലോസിറ്റി ആവറേജ് വെലോസിറ്റി സെയിം ആവണമെന്നില്ല, നമുക്ക് ഇവിടെ കിട്ടിയത് ആവറേജ് വെലോസിറ്റി എത്ര 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. ഓക്കെ ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു പ്രോബ്ലം നോക്കാം. V = 2t+4 എന്നുണ്ട്, t = 1 കണ്ടുപിടിക്കുക, ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കുക. ഓക്കെ, സോ നോക്കാം, അടുത്തൊരു കൺസെപ്റ്റ് കൂടെ നമുക്ക് നോക്കാം ഇത്. ഓക്കെ, സോ വെലോസിറ്റി കിട്ടി, t = 1, അതായത് v1 എന്ന് പറയുന്നത് എത്ര, 1 സെക്കൻഡിലുള്ള വെലോസിറ്റി എത്ര, 1 കൊടുത്ത് നോക്കുക, 4 2 6 6 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, നിൽക്കട്ടെ. അടുത്ത ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടത്, ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കണം അല്ലേ. ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ നമുക്കറിയാം, അതായത് v തന്നിട്ടുണ്ടല്ലോ, v ആവറേജ് 1 to 3 സെക്കൻഡിൽ സഞ്ചരിച്ച ആവറേജ് വെലോസിറ്റി നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. സോ എന്ത് ചെയ്യും നമ്മൾ ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ, നമുക്കറിയാം ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, v ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താ, ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി അല്ലയോ, അല്ലെങ്കിൽ എക്സ് t = 1 to 3, 1 മുതൽ 3 സെക്കൻഡ് വരെ സഞ്ചരിച്ച എക്സും കിട്ടണം, അതിനടുത്ത സമയം കിട്ടണം. സമയമുണ്ട് നമുക്ക്, ഡെൽറ്റ ടി എത്ര 2 സെക്കൻഡ് അല്ലയോ, 1 സെക്കൻഡ് തൊട്ട് 3 സെക്കൻഡ് വരെ. സോ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ എത്ര, 3 - 1 എത്ര 2. ഓക്കെ, 2 സെക്കൻഡ്. ഇനി നമുക്ക് എന്ത് വേണം, ഡിസ്പ്ലേസ്മെന്റ് വേണം. t = 1 to 3 സെക്കൻഡിൽ സഞ്ചരിച്ച ഡിസ്പ്ലേസ്മെന്റ് വേണം. അത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും, നമുക്ക് കണ്ടുപിടിക്കാം. അതാ നോക്കിയേ, നമുക്ക് വെലോസിറ്റി തന്നിട്ടുണ്ട്. വെലോസിറ്റി എത്ര തന്നേക്കുന്നത്, വെലോസിറ്റി = 2t+4 എന്ന് തന്നിട്ടുണ്ട്. വെലോസിറ്റി = 2t+4 എന്ന് തന്നിട്ടുണ്ട്. നമുക്കറിയാം വെലോസിറ്റി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്നത്, വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, dx/dt ആണ്. dx/dt ആണ് വെലോസിറ്റി. അങ്ങനെയാണെങ്കിൽ എനിക്ക് dx = എന്തെന്ന് എഴുതാം, vdt എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ആരെ കിട്ടും, ശരിക്കും പറഞ്ഞാൽ എക്സിനെ കിട്ടും. ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ആരെ കിട്ടും, എക്സിനെ കിട്ടും. സോ എക്സ് = ഇൻ്റഗ്രൽ v dt. കണ്ടോ, രണ്ട് സൈഡിൽ ഞാൻ എന്ത് ചെയ്തു, ഇൻ്റഗ്രേറ്റ് ചെയ്തു. ഇപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി, എക്സിനെ കിട്ടി. റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്താ, അത് v dt. ഓക്കെ ആണോ? ഓക്കെ, ഇത്തരം കാര്യങ്ങളൊക്കെ ആണോ? ഓക്കെ, ഇനി ഞാൻ എന്താണ്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പോവാ. എക്സ് എന്ന് പറയുന്നത് എവിടം മുതൽ എവിടം വരെ ഉള്ളതാണ് എനിക്ക് കിട്ടേണ്ടത്, ഏത് സെക്കൻഡ് മുതൽ ഏത് സെക്കൻഡ് വരെ ഉള്ളതാണ് കിട്ടേണ്ടത്, t = 1 to 3 സെക്കൻഡാണ് കിട്ടേണ്ടത്. ഓക്കെ, അതായത് ഇവിടെ ഞാൻ ലിമിറ്റ് അപ്ലൈ ചെയ്യും, എത്ര 1 to 3 സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് കിട്ടുന്ന ഡിസ്പ്ലേസ്മെൻറ്റും എന്തായിരിക്കും, എനിക്ക് കിട്ടുന്ന ഡിസ്പ്ലേസ്മെൻറ്റും എക്സ് t = 1 to 3 സെക്കൻഡ്, അതായത് 1 മുതൽ 3 സെക്കൻഡ് വരെ സഞ്ചരിച്ച ഡിസ്പ്ലേസ്മെൻറ്റ് എനിക്ക് കിട്ടുന്നത്. കാരണം എന്താ, ഞാനിവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്തു, 1 മുതൽ 3 വരെ ലിമിറ്റ് അപ്ലൈ ചെയ്തു. അതിൻ്റെ മീനിങ് എന്താ, എനിക്കിവിടെ കിട്ടാൻ പോകുന്നത് എന്താ, 1 മുതൽ 3 വരെ സഞ്ചരിച്ച ഡിസ്പ്ലേസ്മെൻറ്റ്, t = 1 to 3ൽ സഞ്ചരിച്ച ഡിസ്പ്ലേസ്മെൻറ്റ്. അല്ലെങ്കിൽ എനിക്ക് എന്താ കിട്ടുന്നത്, ഡെൽറ്റ എക്സ് തന്നെയാണ് എനിക്ക് കിട്ടുന്നത്. ഓക്കെ ആണോ? ഓക്കെ, ഐഡിയ മനസ്സിലായോ? മനസ്സിലായി. സോ കണ്ടോ, ലിമിറ്റ് അപ്ലൈ ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. 1 to 3ൽ സഞ്ചരിച്ച t = 1 to 3 ആണ് ഞാൻ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് കിട്ടുന്ന എക്സ് ഉറപ്പായിട്ടും എന്തായിരിക്കും, 1 മുതൽ 3 സെക്കൻഡ് വരെ സഞ്ചരിച്ച ദൂരമായിരിക്കും എനിക്ക് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻ്റ് ആയിരിക്കും എനിക്ക് എന്ത് ചെയ്യുന്നത്, കിട്ടുന്നത്. ഓക്കെ ഓക്കെ, സോ അതെനിക്ക് കിട്ടും, ഡെൽറ്റ എക്സ് കിട്ടും, കണ്ടുപിടിക്കാം. ഓക്കെ, ഡെൽറ്റ എക്സ് കിട്ടി. അതിൻ്റെ ആൻസർ എന്ത് കിട്ടും, എനിക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യണം അല്ലയോ. സോ ഡെൽറ്റ എക്സ് = ഇൻ്റഗ്രൽ v dt. v എത്ര, 2t+4 dt. എവിടം മുതൽ എവിടം വരെ, 1 to 3 സെക്കൻഡ്. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി, 1 to 3 സെക്കൻഡ്. ഇൻ്റഗ്രേറ്റ് ചെയ്യും, 2t ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 2 into t ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം t²/2 എന്ന് കിട്ടും. ഓക്കെ ആണോ? ഓക്കെ, പ്ലസ് അടുത്ത ഇനി ആരാ, 4 ഉണ്ട്, 2t+4 ഉണ്ട്. 4നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും, 4t എന്ന് കിട്ടും. ഓക്കെ ആണോ? ഓക്കെ, സോ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ഇനി ലിമിറ്റ് എവിടം മുതൽ എവിടം വരെ, 1 to 3. ഓക്കെ, ലോവർ ലിമിറ്റിനെ താഴെ കൊടുക്കും, അപ്പർ ലിമിറ്റിനെ മുകളിൽ കൊടുക്കും. വിച്ച് ഈസ് ഈക്വൽ ടു 2 × 2 ക്യാൻസൽ ചെയ്യും. ലിമിറ്റ് അപ്ലൈ, ആദ്യം കൊടുക്കുന്ന ലിമിറ്റ് ആരാ, അപ്പർ ലിമിറ്റ്. ടീക്കെല്ലാം എന്ത് ചെയ്യുക, 3 കൊടുക്കുക. ടീക്ക് 3 കൊടുക്കുമ്പോൾ എത്ര കിട്ടും, 3² 9 പ്ലസ് 3 ടീക്ക് 3 കൊടുക്കുക 12
അപ്പർ ലിമിറ്റ് കൊടുത്തു, മൈനസ് ഇനി ആരെ കൊടുക്കണം, ലോവർ ലിമിറ്റ് കൊടുക്കണം. ലോവർ ലിമിറ്റ് കൊടുക്ക്, 1 കൊടുക്ക്, 1 കൊടുക്കുമ്പോൾ 1 തന്നെ കിട്ടും, പ്ലസ് 1 കൊടുക്കുമ്പോൾ 4 കിട്ടും. ബ്രാക്കറ്റ് ഇടാൻ മറക്കല്ലേ. അപ്പർ ലിമിറ്റ് ഞാൻ കൊടുത്തു, മൈനസ് ഈ മൊത്തം ടേമിനും ലോവർ ലിമിറ്റ് കൊടുത്തു. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, 12 9 19 21 മൈനസ് 1 മൈനസ് 4 വിച്ച് ഈസ് ഈക്വൽ ടു 21 20 4 16 മീറ്റർ. ഓക്കെ, സോ അത് എത്ര ദൂരം സഞ്ചരിച്ചു, അത് 16 മീറ്റർ. 1 സെക്കൻഡ് മുതൽ 3 സെക്കൻഡ് വരെ അത് എത്ര ദൂരം സഞ്ചരിച്ചു, 16 മീറ്റർ സഞ്ചരിച്ചു. അങ്ങനെയാണെങ്കിൽ ആവറേജ് വെലോസിറ്റി എനിക്ക് ഇനി കിട്ടും, ഈസി ആയിട്ട് കിട്ടും. 16 ഡിവൈഡഡ് ബൈ 2 വിച്ച് ഈസ് എത്ര, 8 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും എന്തോന്ന് ആവറേജ് വെലോസിറ്റി. ഓക്കെ, ഇത് പടപടപടാന്ന് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. പക്ഷേ ഈ കൺസെപ്റ്റ് ഒന്ന് പറഞ്ഞു തരാനും വേണ്ടിയും ഈ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്, ലിമിറ്റ് അപ്ലൈ ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ കിട്ടുന്ന എന്ത് തന്നെയാണ്, ഈ ഡെൽറ്റൈറ്റ്സ് തന്നെയാണ്. സോ ഇതൊന്ന് പറഞ്ഞു തരാനാണ് ഇത്ര സമയം എടുത്തത്. അടുത്ത ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈസി ആയിട്ട് ടക്കനെ ചെയ്തു പോകാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്തു നോക്കാം. x = 4t² - 8t. അറ്റ് വാട്ട് ടൈം ബോഡി കംസ് ടു റെസ്റ്റ്? ഏത് സമയത്തായിരിക്കും ആ ബോഡി എന്തിലാവുന്നത്, റെസ്റ്റിലാവുന്നതെന്നാണ് ചെയ്യുന്നത്. നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ x = 4t² - 8t. നമുക്കറിയാം, നമ്മൾ നേരത്തെ പഠിച്ചപ്പോൾ പറഞ്ഞായിരുന്നു, ഒരു ബോഡി റെസ്റ്റിലാണെങ്കിൽ അതിൻ്റെ വെലോസിറ്റി എന്തായിരിക്കും, 0 ആയിരിക്കും. അതിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്തായിരിക്കും, 0 ആയിരിക്കും. ഒരു ബോഡി റെസ്റ്റിലാണ്, ഞാൻ ആ സമയത്ത് അതിൻ്റെ വെലോസിറ്റി നോക്കിയാൽ അത് എത്ര ആയിരിക്കും, അത് 0 ആയിരിക്കും. കാരണം അത് 0 ആയതുകൊണ്ടാണ് എന്ത് ചെയ്തത്, ബോഡി എന്ത് ചെയ്തത്, റെസ്റ്റിലിരുന്നത്. ഓക്കെ, സോ അതിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്തായിരിക്കും, ഞാൻ നോക്കുന്ന സമയത്ത് ആ ബോഡിയുടെ വെലോസിറ്റി എന്തായിരിക്കണം, 0 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാം ആ ബോഡി എന്തിലാണ്, റെസ്റ്റിലാണെന്ന് പറയാം. ഓക്കെ, സോ എക്സ് നമുക്ക് തന്നിട്ടുണ്ട്, വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, dx/dt വിച്ച് ഈസ് ഈക്വൽ ടു d/dt ഓഫ് 4t² - 8t വിച്ച് ഈസ് ഈക്വൽ ടു 4 കോൺസ്റ്റന്റ്, അത് അതേപോലെ എഴുതി, t² ഡെറിവേറ്റീവ് 2t മൈനസ് 8 വിച്ച് ഈസ് ഈക്വൽ ടു 8t - 8. നമുക്കറിയാം ബോഡി റെസ്റ്റിലാണെങ്കിൽ ഈ വെലോസിറ്റി എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പറ, t = എത്ര, 1 കിട്ടി. t = എത്ര കിട്ടി, 1 കിട്ടി അല്ലയോ, ശരിയല്ലേ? ഇൻ്റഗ്രേറ്റ് ചെയ്തേക്കാം, സോറി ഡിഫറൻഷ്യേറ്റ് ചെയ്തത്. ഓക്കെ, 8t - 8 t = 1. അപ്പോൾ എനിക്ക് മനസ്സിലായി, t = 1 സെക്കൻഡിൽ ബോഡിയുടെ വെലോസിറ്റി എന്താവുന്നുണ്ട്, 0 ആവുന്നുണ്ട്. അതായത് t = 1 സെക്കൻഡിൽ ബോഡി എന്തിലാവുന്നുണ്ട്, റെസ്റ്റിലാവുന്നുണ്ട്. ഓക്കെ, അപ്പം അറ്റ് t = 1, t = 1 ബോഡി എന്തിലാവുന്നുണ്ട്, റെസ്റ്റിലാവുന്നുണ്ട്. അപ്പോഴുള്ള ബോഡിയുടെ എന്താ കണ്ടുപിടിക്കേണ്ടത്, ടൈം തന്നെ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമുക്ക് ടൈം കിട്ടി. ഇനി എൻ്റെ അടുത്ത് ചോദിക്കുക, ആ സമയത്തുള്ള ബോഡിയുടെ പൊസിഷൻ എവിടെ ആയിരുന്നു എന്ന് ചോദിക്കുക. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, x@1 കണ്ടുപിടിച്ചാൽ മതി, x@t = 1 കണ്ടുപിടിച്ചാൽ മതി. അതായത് ഒരു സെക്കൻഡിൽ ബോഡി റെസ്റ്റിലായി, ആ ഒന്നാമത്തെ സെക്കൻഡിൽ ബോഡി റെസ്റ്റിലായപ്പോൾ ആ ബോഡിയുടെ പൊസിഷൻ എനിക്ക് കണ്ടുപിടിക്കണം. എനിക്ക് എന്ത് ചെയ്താൽ മതി, ഇക്വേഷനകത്തോട്ട് ഇട്ട് കൊടുത്താൽ മതി. സോ അത് എന്ത് കിട്ടും, 4 × 1 - 8 വിച്ച് ഈസ് ഈക്വൽ എന്ത് കിട്ടും, -4 മീറ്റർ. അതായത് എന്താ, അത് -4 മീറ്ററിലായിരുന്നു എന്ത് ചെയ്തത്, റെസ്റ്റിലായിട്ട് നിന്നത്. ഓക്കെ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ഓക്കെ, x = 3t³ - 36t. വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് ദ ബോഡി വെൻ ഇറ്റ് കംസ് ടു റെസ്റ്റ്? അതായത് ആ ബോഡി റെസ്റ്റിലാവുമ്പോൾ അതിൻ്റെ പൊസിഷൻ എന്തായിരിക്കും. നമ്മൾ തൊട്ട് മുന്നേ നമ്മൾ റെസ്റ്റിലാവുന്ന ടൈം കണ്ടുപിടിച്ചു. ആ ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്തു, ആ റെസ്റ്റിലാവുന്ന സമയത്ത് അതിൻ്റെ പൊസിഷൻ എത്ര ആണെന്ന് ഞാൻ എന്ത് ചെയ്തു, കണ്ടുപിടിച്ചു. ഇവിടെ സെയിം ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം, x = തന്നിട്ടുണ്ട്, നമുക്കറിയാം റെസ്റ്റിലാവണം എന്ന് പറഞ്ഞാൽ എന്താ, റെസ്റ്റിലാവണമെന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഇല്ലയോ, അതിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്താണ്, ആ ബോഡിയുടെ വെലോസിറ്റി എന്താവണം, 0 ആവണം. വെലോസിറ്റി എന്താവണം, 0 ആവണം. ഓക്കെ, സോ dx/dt വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി അല്ലേ, ആ നോക്കുന്ന സമയത്തുള്ള വെലോസിറ്റി. സോ വെലോസിറ്റി ഈസ് ഈക്വൽ ടു dx/dt വിച്ച് ഈസ് ഈക്വൽ ടു എന്താ, 9t² - 36. ഓക്കെ ആണോ? ഓക്കെ, ഇനി ഈ വെലോസിറ്റി എന്താവും, 0 ആകും എപ്പോഴും ബോഡി റെസ്റ്റിലാണെങ്കിൽ. ഓക്കെ, സോ 9t² ഈസ് ഈക്വൽ ടു എത്ര, 36. 9 കൊണ്ട് കട്ട് ചെയ്യും, t² ഈസ് ഈക്വൽ ടു എന്താ, 4. t ഈസ് ഈക്വൽ ടു എന്താ, 2. +or - 2 എന്നാണ് ഇടുന്നത്. പക്ഷേ നമുക്കറിയാം സമയം എന്തല്ല, നെഗറ്റീവ് അല്ല. സോ പോസിറ്റീവ് വാല്യൂ മാത്രം എടുത്താൽ മതി. സോ t ഈസ് ഈക്വൽ ടു 2 സെക്കൻഡ്. അപ്പോൾ രണ്ടാമത്തെ സെക്കൻഡിൽ ആ ബോഡി എന്തിലാവുന്നുണ്ട്, റെസ്റ്റിലാവുന്നുണ്ട്. അങ്ങനെ രണ്ടാമത്തെ സെക്കൻഡിൽ ആ ബോഡി റെസ്റ്റിലാവുകയാണെങ്കിൽ അതിൻ്റെ പൊസിഷൻ എത്ര, അതായത് x at t = 2 നോക്കിയാൽ മതി.
രണ്ടാമത്തെ സെക്കൻഡിൽ അതിൻ്റെ പൊസിഷൻ കിട്ടാൻ താണ്ട് ഈ ഇക്വേഷനകത്ത് ടിക്ക് 2 ഇട്ട് കൊടുത്താൽ പോരെ, ഡയറക്റ്റ് കിട്ടും ആൻസർ. സോ എത്ര കിട്ടി? 3 ഇൻറ്റു ടിക്ക് 2 കൊടുക്കുമ്പോൾ 2 ക്യൂബ് എത്ര? 8 മൈനസ് 36 ഇൻറ്റു 2 വിച്ച് ഈസ് ഈക്വൽ ടു 24 മൈനസ് 36 ഇൻറ്റു 2 എത്ര കിട്ടും? 60 72 വിച്ച് ഈസ് ഈക്വൽ ടു 72 62 52 48. ഓക്കെ, സോ -48 മീറ്റർ എന്ന് എന്ത് ചെയ്യും? ആൻസർ കിട്ടും. സിമ്പിൾ അല്ലേ പ്രോബ്ലംസ് ചെയ്യാൻ? സിമ്പിളാണ്. ഓക്കെ 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 അടുത്തൊരു കോൺസെപ്റ്റ് നോക്കാം. ബോഡി കവറിങ് ഈക്വൽ ഡിസ്റ്റൻസസ് അറ്റ് ഡിഫറെൻറ്റ് വെലോസിറ്റീസ്. ഓക്കെ, അപ്പോൾ ഒരു ബോഡി ഇവിടെ നിന്ന് എ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നതാ, ആ ബോഡി എന്ത് ചെയ്യാൻ പോവുക? ഈക്വൽ ഡിസ്റ്റൻസുകൾ കവർ ചെയ്യാൻ പോവുക. ഓക്കെ, ആ ബോഡി ടോട്ടൽ ഇവിടുന്ന് ഇവിടം വരെ ഒരു ഡി ഡിസ്റ്റൻസ് കവർ ചെയ്ത് അത് ആ ഡി ഡിസ്റ്റൻസ് കവർ ചെയ്തത് V1 വെലോസിറ്റി ആയിരിക്കട്ടെ. അടുത്ത ഡി ഡിസ്റ്റൻസ് ഇതേ ഡിസ്റ്റൻസ് തന്നെ ഇനി ഒന്നുകൂടെ എന്ത് ചെയ്യാൻ പോവുക? കവർ ചെയ്യാൻ പോവുക. പക്ഷേ ആ ഡിസ്റ്റൻസ് കവർ ചെയ്തത് V2 വെലോസിറ്റിയിലായിരിക്കും, വേറൊരു വെലോസിറ്റിയിലായിരിക്കും. ഓക്കെ, ഞാൻ പറയാം. ഫോർ എക്സാമ്പിൾ, വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം അല്ലയോ? നമുക്കറിയാം വെലോസിറ്റി ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ V ഇൻറ്റു ടി ഈസിക്കൽ എന്താ? ഡി എന്ന് വിളിക്കാം. ഡിസ്റ്റൻസ് സെയിമാ, കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് സെയിമാ. ഓക്കെ, ഓരോ പാർട്ടിലും കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് സെയിമാ. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി കൂടുതലാണെങ്കിൽ ടൈം എന്തായിരിക്കും? കുറഞ്ഞു നിൽക്കും, അതായത് സ്പീഡിൽ പോവുക. അങ്ങനെയാണെങ്കിൽ ഇത്രയും ഡിസ്റ്റൻസ് കവർ ചെയ്താൽ എന്ത് ചെയ്താൽ മതി? കുറച്ച് സമയം എടുക്കത്തുള്ളൂ. ഇനി ഞാൻ പതിയെ പോവുക, അതായത് വെലോസിറ്റി കുറവാണ്, അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യും? സമയം കൂടുതൽ എടുക്കും. ഓക്കെ, ഞാൻ പതിയെ പോവാണെങ്കിൽ കൂടുതൽ സമയം എടുത്തായിരിക്കും എന്തോന്ന്? അതേ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നത്, അത്രയേ ഉള്ളൂ. ഓക്കെ, സോ എയിൽ നിന്നും താണ്ട് ഇവിടം വരെ എത്താൻ V1 വെലോസിറ്റിയിൽ വന്നു, അടുത്ത പോയിന്റിലോട്ട് എത്താൻ V2 വെലോസിറ്റിയിൽ പോകുന്നു. ഓക്കെ, 2 പോയിന്റ് അല്ലെങ്കിൽ ഒരു പോയിന്റ് കൂടെ എടുത്തോ, വേണ്ട 2 എണ്ണം എടുത്തോ. നമുക്കൊരു ജനറൽ ഇക്വേഷൻ ഉണ്ടാക്കാം. ഓക്കെ, സോ ഇങ്ങനെയാണെന്ന് വിചാരിക്കാം, അല്ലേ? വേണ്ട, ഒരെണ്ണം എടുക്കാം. ജനറലായിട്ട് നമുക്കൊന്ന് പറയാതെ എന്നിട്ട് ആ സ്പെഷ്യൽ കേസ് പഠിക്കാം. അടുത്തൊരു ഡി ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു, അതിന് എടുത്തത് V3 വെലോസിറ്റി എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചേക്കുന്നത് എന്താ? നമുക്ക് ആവറേജ് വെലോസിറ്റി ചോദിച്ചേക്കുക. നമുക്ക് എന്താ ചോദിച്ചേക്കുന്നത്? V ആവറേജ് ആണ് ചോദിച്ചേക്കുന്നത് വിചാരിക്കുക. ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ? ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം, ഇല്ലയോ? ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം ടേക്കണാണെന്ന് തോന്നുന്നു ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത്. സംശയമൊന്നുമില്ലാത്ത കാര്യം, സംശയമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താ? നമുക്കറിയാം ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? V ഇൻറ്റു ടി. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? V ഇൻറ്റു ടി. ഇനി അതേപോലെ തന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇത് ഡി. മൊത്തത്തിൽ എത്രയായി? D പ്ലസ് ഡി ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. ഇവിടെ സമയത്തെക്കുറിച്ച് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? സമയത്തെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ സമയം കിട്ടാൻ എനിക്കറിയാം. ടൈം ഈസിക്കൽ എന്താ? D/V ചെയ്താൽ മതി. ടൈം കിട്ടാൻ എന്ത് ചെയ്താൽ മതി? D/V ചെയ്താൽ മതി. അപ്പോൾ ഇത് T1 സമയത്താണ് സഞ്ചരിച്ചെന്ന് വിചാരിച്ചാൽ T1 സമയം എടുത്തു അത് സഞ്ചരിക്കാൻ. ഇത് T2 സമയം എടുത്തു, ഇത് T3 സമയം എടുത്തു. ഓക്കെ, സോ T1 പ്ലസ് T2 പ്ലസ് T3 ടോട്ടൽ ടൈം ടേക്കൺ. ആവറേജ് വെലോസിറ്റി ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. നമ്മൾ ആദ്യം പഠിച്ചായിരുന്ന ഇക്വേഷൻ അല്ലയോ? അല്ലെങ്കിൽ നമുക്ക് ΔX/ΔT എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? വിളിക്കാം. ഓക്കെ, സോ വിച്ച് ഈസ് ഈക്വൽ ടു D പ്ലസ് D എത്ര? 3D കിട്ടും ഡിവൈഡഡ് ബൈ ടൈമിനെ കുറിച്ച്. ടൈം നമുക്ക് തന്നിട്ടില്ല, നമുക്ക് തന്നിരിക്കുന്നത് വെലോസിറ്റിയും ഡിസ്പ്ലേസ്മെൻറ്റും ആയിരുന്നു വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ T എന്ന് പറഞ്ഞാൽ D/Y, T1 എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായിരിക്കും? T1 എന്ന് പറഞ്ഞാൽ D1/V1, T2 എന്ന് പറഞ്ഞാൽ D2/V2. കണ്ടോ? അങ്ങനെ എഴുതി കൂടെ എനിക്ക് എഴുതാം. സോ T1 എന്ന് പറഞ്ഞാൽ എന്താ? D/V1 പ്ലസ് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? D/V2. അടുത്ത എന്താ? D/V3. ഓക്കെ, അങ്ങനെ ഡെറിവേഷൻ നിങ്ങൾക്ക് ശരിക്കും ആവശ്യമില്ല, പക്ഷേ ഈ കൺസെപ്റ്റ് അറിഞ്ഞിരുന്നാലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഇങ്ങനത്തുള്ള പ്രോബ്ലംസ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒറ്റ സാധനമേ ഉള്ളൂ. V ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. അതായത് ഇനിഷ്യൽ പോയിന്റിൽ നിന്ന് ഫൈനൽ പോയിന്റിലോട്ട് എത്താനെടുത്ത ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, കുറേ ഡിസ്പ്ലേസ്മെന്റുകൾ ചിലപ്പോൾ പോസിറ്റീവ് ആയിരിക്കും, കുറേ എണ്ണം ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കും. എനിവേ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ അതിനെടുത്ത ടോട്ടൽ ടൈം. അതാണ് എന്തോന്ന്? ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ആദ്യം കണ്ടില്ലയോ? ഇവിടുന്ന് പോയി അങ്ങോട്ട് 5 പിന്നെ ഇങ്ങോട്ട് 7 ഒക്കെ സഞ്ചരിച്ചെന്ന് പറഞ്ഞില്ലയോ? ഡിസ്പ്ലേസ്മെന്റ് ടോട്ടൽ വരുമ്പോൾ എത്രയേ ഉള്ളൂ? അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ, -2 മീറ്ററേ ഉള്ളൂ. -2 ഡിവൈഡ് ബൈ, പക്ഷേ ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ എത്ര? അങ്ങോട്ട് 10 അല്ലെങ്കിൽ അങ്ങോട്ട് 5 ഇങ്ങോട്ട് 10. അപ്പോൾ മൊത്തത്തിൽ
15. കണ്ടോ, -2/15 നമുക്ക് ആദ്യം ആൻസർ കിട്ടിയില്ലായിരുന്നു, ആവറേജ് വെലോസിറ്റി. ഓക്കെ ഓക്കെ. സോ അതേ കൺസെപ്റ്റ്, ആ സെയിം കൺസെപ്റ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ ആണോ? ഓക്കെ. സോ ഇവിടെ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ എത്ര? ഇനിഷ്യലി ടി ഈസ് ഈക്വൽ ടു 0 ആയിരുന്നു. ഫൈനലി ടി എന്ന് പറയുന്നത് എത്ര? 5ഉം ഇങ്ങോട്ട് 5 ഇങ്ങോട്ട് 10. ടോട്ടൽ ടി ഫൈനൽ എന്ന് പറഞ്ഞാൽ എത്ര? ടി ഫൈനൽ എന്ന് പറഞ്ഞാൽ എത്ര? 15 ആയിരുന്നു. സോ ഡെൽറ്റ ടി എന്ന് പറയുന്നത് എന്താ? ഡെൽറ്റ ടി എന്ന് പറയുന്നത് എന്താ? 15. അതാണ് ടോട്ടൽ ടൈം ടേക്ക്. ഓക്കെ ഓക്കെ. സോ നോക്കാം. അങ്ങനെയാണെങ്കിൽ ഇതാ നോക്കിയാൽ ഇവിടെ നിന്നെല്ലാം ഡി എന്ത് ചെയ്യുമെങ്കിൽ കോമൺ എടുക്കാം. സോ 3D ഡിവൈഡഡ് ബൈ ഡി എല്ലാം കോമൺ എടുക്കാം. ഡി കോമൺ എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? 1/v1 പ്ലസ് 1/v2 പ്ലസ് 1/v3. ഓക്കെ ആണോ? ഡിയും ഡിയും എനിക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 3 ഡിവൈഡഡ് ബൈ 1/v1 പ്ലസ് 1/v2 പ്ലസ് 1/v3. സിമ്പിൾ അല്ലേ കേട്ടോ? സിമ്പിളാ. അതുകൊണ്ട് ഇത് ആലോചിച്ച് വെച്ചേക്കുക. ഇത് നമുക്കറിയാം, ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം ടേക്കണം. ടൈമിനെ നമുക്ക് എങ്ങനെ എഴുതാം? d/v എന്ന് എഴുതാം. ഇത് നിങ്ങൾക്ക് മനസ്സിൽ ആലോചിക്കുന്ന കാര്യമുള്ളൂ. ഇത് ഞാൻ എഴുതി കാണിച്ചുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. നിങ്ങൾ ഈ കൺസെപ്റ്റ് ഓർത്ത് വെച്ചാൽ മനസ്സിൽ ആലോചിക്കുന്ന കാര്യമുള്ളൂ. ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം. ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ ഈക്വൽ ഡിസ്റ്റൻസുകളാണ് കവർ ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം ഡി ആയിരിക്കും. കണ്ടോ, മേളിലെല്ലാം ഡി വരും, താഴെയും d/v1, d/v2, d/v3 എന്ന് വരും. അപ്പോൾ ഡി എല്ലാം കോമൺ എടുത്ത് എനിക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്ത് കളയാൻ ചെയ്യാം. സോ ഫൈനലി എങ്ങനെ വരും? ഇവിടെ 3 ഈക്വൽ ഡിസ്റ്റൻസുകൾ കവർ ചെയ്തുകൊണ്ട് 3 ഡിവൈഡഡ് ബൈ 1/v1 പ്ലസ് 1/v2 പ്ലസ് 1/v3 എന്ന് വന്നു. ഇനി 4 ഈക്വൽ ഡിസ്റ്റൻസുകൾ കവർ ചെയ്തായിരുന്നെങ്കിലോ? അപ്പോൾ ഇവിടെ ഒരു ഡിയും കൂടെ വന്നേനെ. അപ്പം മേളിൽ 4D എന്ന് വന്നേനെ, താഴെ എന്ത് വന്നേനെ? ഒരു 1/v4 കൂടെ വന്നേനെ. ഓക്കെ, അപ്പോൾ 5 ഈക്വൽ ഡിസ്റ്റൻസ് കവർ ചെയ്താലോ? ഇനി ഈസി ആയിട്ട് ഈ ഇക്വേഷൻ എഴുതാം. 5 ഈക്വൽ ഡിസ്റ്റൻസുകൾ അങ്ങനെ കവർ ചെയ്ത് 5 ഈക്വൽ ഡിസ്റ്റൻസുകൾ കവർ ചെയ്താൽ പി ആവറേജ് എന്തായിരിക്കും? 5 ഈക്വൽ ഡിസ്റ്റൻസുകൾ കവർ ചെയ്തു 5 ഡിവൈഡഡ് ബൈ 1/v1 പ്ലസ് 1/v2 പ്ലസ് 1/v3 പ്ലസ് 1/v4 പ്ലസ് 1/v5. കണ്ടോ, 5 ഈക്വൽ ഡിസ്റ്റൻസുകൾ കവർ ചെയ്താൽ 5 ഡിവൈഡഡ് ബൈ എന്ന് പറഞ്ഞ ഇക്വേഷൻ വരും. ഓക്കെ ഓക്കെ. അങ്ങനെയാണെങ്കിൽ 2 ഈക്വൽ ഡിസ്റ്റൻസുകൾ വന്നാലോ? ഫേമസ് ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഇക്വേഷനാണ്. അത് നോക്കിയാൽ 2 ഈക്വൽ ഡിസ്റ്റൻസുകൾ കവർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ 2 ഡിവൈഡഡ് ബൈ 1/v1 പ്ലസ് 1/v2 വിച്ച് ഈസ് ഈക്വൽ എത്ര? 2 ഡിവൈഡഡ് ബൈ v1 പ്ലസ് v2 പ്ലസ് v2 ഡിവൈഡഡ് ബൈ v1 v2 ഉണ്ട്. അതെവിടെ പോകും? മുകളിൽ പോകും. കണ്ടോ, ഇങ്ങനൊരു ഇക്വേഷൻ നിങ്ങൾ കാണാൻ പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ? സോ 2v1 v2 ഡിവൈഡ് ബൈ v1 പ്ലസ് v2. എപ്പോഴാണ് ഈ കണ്ടീഷൻ വരുന്നത്? ഈക്വൽ ഡിസ്റ്റൻസുകൾ ഇങ്ങനെ എന്ത് ചെയ്യുക? കവർ ചെയ്യുക. ഡിഫറൻറ്റ് വെലോസിറ്റിയിൽ ഈക്വൽ ഡിസ്റ്റൻസുകൾ എന്ത് ചെയ്യുക? ഇങ്ങനെ കവർ ചെയ്യുക. ഓക്കെ ഓക്കെ. സോ ഇത് പഠിച്ചു വെച്ചേക്കുക. ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആൻസറിലോട്ട് എത്താൻ പറ്റും. ഓക്കെ ഓക്കെ. അങ്ങനെയാണ് ഇതാണ്ട് അടുത്ത കൺസെപ്റ്റ് എന്താ? ബോഡി മൂവിങ് അറ്റ് ഡിഫറൻറ്റ് വെലോസിറ്റീസ് ഓൺ ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈം. ഇത് ടി സമയം കൊണ്ട് ദാണ്ട് ഇവിടെ നിന്നതാ. ഒരു ടി സമയം കൊണ്ട് എന്ത് ചെയ്തു? ഇവിടുന്ന് ഇവിടം വരെ എത്തി. ഒരു ടി സമയം കൊണ്ട് അത് v1 വെലോസിറ്റിയിൽ മൂവ് ചെയ്തു. അടുത്തത് അത്രയും സമയം തന്നെ എടുത്ത് വേറെ ഏതോ ഒരു വെലോസിറ്റിയിൽ അത് മൂവ് ചെയ്തത്. ഓക്കെ, അതായത് ആദ്യത്തെ 5 സെക്കൻഡിൽ v1 വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നു, അടുത്ത 5 സെക്കൻഡിൽ വേറൊരു വെലോസിറ്റി മൂവ് ചെയ്യുന്നു, അടുത്ത 5 സെക്കൻഡിൽ വേറൊരു വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നു. അതാ കൺസെപ്റ്റ്. ഓക്കെ, ആദ്യത്തെ ഒരു 2 സെക്കൻഡിൽ ഒരു വെലോസിറ്റി, അടുത്ത 2 സെക്കൻഡിൽ വേറൊരു വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നു. അത്രയേ ഉള്ളൂ. ടി സമയത്തിൽ v1 വെലോസിറ്റി, ടി സമയത്തിൽ v2 വെലോസിറ്റി ഒരെണ്ണോട് എഴുതാൻ വേണമെങ്കിൽ ഒരു ടി സമയം എടുത്തു, ആ ടി സമയത്തിൽ v3 വെലോസിറ്റിയിൽ സഞ്ചരിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആവറേജ് വെലോസിറ്റി വേണം. നമുക്കറിയാം ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഒറ്റ സാധനമേ ഉള്ളൂ. വി ആവറേജ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം ടേക്കണം. ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടോ? പക്ഷേ ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് കണ്ടുപിടിക്കാം. വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ടൈമാണ്. ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈമാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതാ ഫസ്റ്റ് ഡിസ്പ്ലേസ്മെന്റ് ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് എടുക്കേണ്ടത് അല്ലേ? ഫസ്റ്റ് ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് എന്ത് ചെയ്യാം? വിയും ടിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ v1 ഇൻറ്റു ടി പ്ലസ് അടുത്ത ഡിസ്പ്ലേസ്മെന്റ് എത്ര? v2 ഇൻറ്റു ടി പ്ലസ് അടുത്ത ഡിസ്പ്ലേസ്മെന്റ് എത്ര? v3 ഇൻറ്റു ടി. കണ്ടോ, അപ്പോൾ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ടൈമുകളിൽ ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ടോട്ടൽ ടൈം എത്ര? ടി 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 3 പേരുണ്ടായതുകൊണ്ട് 3t, ടി പ്ലസ് ടി പ്ലസ് ടി. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു ടി എല്ലാത്തിലും കോമൺ അല്ലേ? ഈ ടി എല്ലാം എന്താ? സെയിമാ. സോ ടി എല്ലാത്തിൽ നിന്നും കോമൺ ആയിട്ട് എന്ത് ചെയ്യുക? ഇനി പുറത്തെടുക്കുക. സോ ടിയും ടിയും ക്യാൻസൽ ആവും. നമുക്ക് എന്ത് കിട്ടും? v1 പ്ലസ് v2 പ്ലസ് v3/3. ഓക്കെ ആണോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ 2
ടൈം, ആദ്യത്തെ 5 സെക്കൻഡ്, അടുത്ത 5 സെക്കൻഡ്, രണ്ട് ടൈം ഇൻ്റർവെല്ലുള്ളെങ്കിലോ, രണ്ട് ടൈം ഇൻ്റർവെല്ലുള്ളെങ്കിൽ നമുക്ക് V1 പ്ലസ് V2 ബൈ ഇവിടെ തരാം T1 പ്ലസ് T2 പ്ലസ് T ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് 3T വന്നത്. രണ്ട് ടൈം ഇൻ്റർവെല്ലേ ഉള്ളെങ്കിൽ എന്താണ് T പ്ലസ് T വരത്തുള്ളൂ. സോ എത്ര വരും? 2T വരത്തുള്ളൂ. Tയും Tയും ക്യാൻസൽ ആയിട്ട് ബാക്കി അവിടെ താഴെ എന്ത് വരും? 2 വരത്തുള്ളൂ. ഈസി അല്ലയോ? സോ ഇതാണ് കണ്ടീഷനെങ്കിൽ, ഈക്വൽ ടൈം ഇൻ്റർവെല്ലിൽ ഡിഫറെൻറ്റ് വെലോസിറ്റിയിൽ സഞ്ചരിക്കുന്നതാണ് നമ്മുടെ കൺസെപ്റ്റ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് സിംപ്ലി അതാണ്ട് ഇത്രയും ചെയ്താൽ മതി. അതാണ്ട് ഇവിടെ ഒരെണ്ണം കൊണ്ടുണ്ടെന്ന് വിചാരിക്കുക, V4 ഉണ്ടായിരുന്നു വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എത്ര വരും? V1 പ്ലസ് V2 പ്ലസ് V3 പ്ലസ് V4 ഡിവൈഡഡ് ബൈ 4. സോ സിംപ്ലി ആ വെലോസിറ്റീസ് ആഡ് ചെയ്യുക, എത്ര എണ്ണം ഉണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. ബേസിക്കലായിട്ട് നമ്മൾ ആവറേജ് എടുക്കുന്ന അതേ കൺസെപ്റ്റ് യൂസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആൻസർ ചെയ്യാൻ കിട്ടും. ഓക്കെ ആണോ? ഓക്കെ, ഇത് എപ്പോഴാണ് ചെയ്യുന്നത്? ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈമിലാണ് ഇത് മൂവ് ചെയ്യുന്നതെങ്കിൽ. ഓക്കെ ഓക്കെ, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എന്തായാലും നോക്കിയേ. V1 വെലോസിറ്റി ആണ്, T സമയം കൊണ്ട് V1 വെലോസിറ്റിയിൽ ഇവിടുന്ന് ഇവിടം വരെ സഞ്ചരിച്ചു. അടുത്ത 3T സമയം കൊണ്ട് ഒരു V2 വെലോസിറ്റിയിൽ സഞ്ചരിച്ചു. V1 V2 വെലോസിറ്റീസ് തന്നിട്ടുണ്ട്. ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കാം. ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം. ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എത്ര? വെലോസിറ്റി. ഡിസ്പ്ലേസ്മെന്റ് ആയിട്ട് നമുക്ക് ഡയറക്റ്റ് തന്നിട്ടില്ല, പക്ഷേ നമുക്കറിയാം ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ എന്താ? വെലോസിറ്റി ഇൻറ്റു ടൈമാണ്, ഇല്ലയോ? സോ ഫസ്റ്റ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? V1 ഇൻറ്റു T. V1 ഇൻറ്റു T. ഓക്കെ, പ്ലസ് രണ്ടാമത്തെ ഡിസ്റ്റൻസ് എത്ര? V2 ഇൻറ്റു T. അവിടുത്തെ ടൈം എത്ര? 3T. ടൈം എത്ര? 3T. ഓക്കെ, ദ ഹോൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം എത്ര? ടോട്ടൽ ടൈം 3T പ്ലസ് T എത്ര? 4T. ടൈം എല്ലാത്തിൽ നിന്നും കോമൺ എടുത്ത് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്ത് കളയാം, ഇല്ലേ? ടൈം കോമൺ എടുത്ത് ക്യാൻസൽ ചെയ്ത് കളയാം. സോ മുകളിൽ V1 പ്ലസ് V2 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 4. ടൈം താണ്ട ഇതിലുമുണ്ട് ഇതിലുമുണ്ട്. സോ അവിടെ നിന്ന് വെളിയിലെടുക്കുക. ഈ ടൈം ആയിട്ട് അത് എന്ത് ചെയ്യും? ക്യാൻസൽ ആയിപ്പോൾ. വിച്ച് ഈസ് ഈക്വൽ ടു V1 തന്നിട്ടുണ്ട് ആൾറെഡി എത്ര? 3. V2 തന്നിട്ടുണ്ട് ആൾറെഡി എത്ര? 4. അതായത് 12. സോ 15 ഡിവൈഡഡ് ബൈ 4 എന്ന് കിട്ടും. ഓക്കെ, സോ ഇത്രയും മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും തോന്നുന്നു അതിൻ്റെ ആവറേജ് വെലോസിറ്റി. അടുത്തത് D2D വെലോസിറ്റീസും തന്നിട്ടുണ്ട്. ഫൈൻഡ് ആവറേജ് വെലോസിറ്റി എന്ന് ചോദിക്കുക. ഫൈൻഡ് ആവറേജ് വെലോസിറ്റി. സോ V ആവറേജ് ഈസ് ഈക്വൽ ടു ആവറേജ് വെലോസിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര? 2D D എത്ര? മൊത്തം 4D ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. ടൈം നമ്മുടെ കയ്യിലുണ്ടോ? ഇല്ല. വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. സോ ടൈം ഈസ് ഈക്വൽ ടു D ബൈ V. സോ ഫസ്റ്റിലത്തെ ഏതാ? D ബൈ V പ്ലസ് അടുത്ത എത്ര? 2D ബൈ 3V പ്ലസ് അടുത്ത എത്ര? D ബൈ 2V. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു D. എല്ലാത്തിൽ നിന്ന് എന്ത് ചെയ്യാം? കോമൺ എടുക്കാം. സോ ഇവിടെ ഒരു D കിടപ്പുണ്ട്. ഇതിൽ നിന്നെല്ലാം Dയും കോമൺ എടുത്തു കഴിഞ്ഞാൽ അതുമായിട്ട് എന്ത് ചെയ്യും? ക്യാൻസൽ ആയി പോകും. സോ 4 ഡിവൈഡഡ് ബൈ ഒരു 1/V ഉണ്ട് ഇവിടെ, ഒരു 1/3V ഉണ്ട് ഇവിടെ, ഒരു 1/2V ഉണ്ട് ഇവിടെ. ഓക്കെ, സോ LCM എല്ലാം അങ്ങ് സെയിം ആക്കാം. LCM സെയിം ആക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഡിനോമിനേറ്റർ എല്ലാം സെയിം ആക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? LCM എടുത്താൽ മതി. 1, 3, 2ൻ്റെ LCM 6 എടുത്താൽ മതി. സോ 6 ആക്കണം. ഇതിന് 6 ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിന് 6 ആക്കണമെങ്കിൽ ഒരു 3 കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യണം, ഇല്ലേ? സോ മുകളിൽ ഒരു 3 കൊണ്ട് മുകളിലും താഴെയും എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം ഇവനെ. സോ ഇവിടെ ഒരു 3 വന്നു. പ്ലസ് ഇവിടെ 6 ആക്കണമെങ്കിൽ 2 കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഇവിടെ ഒരു 2 വന്നു. പ്ലസ് ഇവിടെ 6 ആക്കണമെങ്കിൽ ഇത് മുകളിലും താഴെയും ഒരു 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ പ്ലസ് 6 ദ ഹോൾ ഡിവൈഡർ. ഇപ്പോൾ ഇതിൻ്റെ ഡിനോമിനേറ്റർ എല്ലാം എന്തായി? 6V ആയി. ഓക്കെ, സോ മുകളിൽ പോകുമ്പം 6V മുകളിൽ പോകുമ്പോൾ എത്ര ആവും? 24V ഡിവൈഡഡ് ബൈ താഴെ ആരൊക്കെ ഉണ്ട്? 6, 8, 11. ഓക്കെ, സോ ഇതായിരിക്കും എന്തെന്ന്? ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, നോക്കാം. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ അല്ലേ. എ വെഹിക്കിൾ ട്രാവൽസ് ഹാഫ് ദ ഡിസ്റ്റൻസ് വിത്ത് സ്പീഡ് V ആൻഡ് ദ റിമൈനിങ് ഡിസ്റ്റൻസ് വിത്ത് സ്പീഡ് 2V. ആവറേജ് സ്പീഡ്. ഓക്കെ, സോ ഒരു D ഡിസ്റ്റൻസ് അത് എന്ത് ചെയ്തു? V വെലോസിറ്റിയിൽ സഞ്ചരിച്ചു. അടുത്ത D ഡിസ്റ്റൻസ് അത് എന്ത് ചെയ്തു? 2V, അല്ലേ? ടോട്ടൽ ഇത്രയും ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. അതിൻ്റെ പകുതി എന്ത് ചെയ്തു? V വെലോസിറ്റി സഞ്ചരിച്ചു. അതിൻ്റെ പകുതി എന്ത് ചെയ്തു? 2V
വെലോസിറ്റിയിൽ സഞ്ചരിച്ചു. ഓക്കെ, സോ ഞാൻ പറയാം എത്രയോ ദൂരം, പകുതി എത്രയാണെന്ന് എനിക്കറിയത്തില്ല, ഞാൻ എന്ത് വിളിച്ചു, അതൊരു എഡ്സ് ആയിരുന്നു വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ഇതും എന്ത് തന്നെയാണ്, അതും എഡ്സ് തന്നെയായിരിക്കും. ഓക്കെ, ആദ്യത്തെ പകുതി എത്രയാണെന്ന് എനിക്ക് അറിയത്തില്ല, ഞാൻ എന്ത് വിളിച്ചു, എഡ്സ് എന്ന് വിളിച്ചു. അങ്ങനെയാണെങ്കിൽ അടുത്ത പകുതി എന്ത് തന്നെയാണ്, എഡ്സ് തന്നെയാണ്. ഓക്കെ ആണോ? ഓക്കെ, സോ വി ആവറേജ് എന്താ, ടോട്ടൽ ഡിസ്റ്റൻസ് എഡ്സ് പ്ലസ് എഡ്സ് 2h ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം എത്ര, വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡി ബൈ ടി, ടൈം ഈസ് ഈക്വൽ ടു ഡി ബൈ വി ഇല്ലേ, ഡി ബൈ വി. സോ എഡ്സ് ബൈ വി പ്ലസ് എഡ്സ് ബൈ 2v വിച്ച് ഈസ് ഈക്വൽ ടു, എഡ്സ് എല്ലാത്തിൽ നിന്നും കോമൺ ആയിട്ട് കട്ട് ചെയ്തു പോകും. സോ 2 ഡിവൈഡഡ് ബൈ 2 കൊണ്ട് മുകളിൽ താഴെ, സോ 3/2v, അതെവിടെ പോകും, മുകളിൽ പോകും. സോ ആൻസർ എന്ത് കിട്ടി, 4v/3 എന്ന് കിട്ടി. ഓക്കെ ഓക്കെ, വെലോസിറ്റി ഓഫ് എ പാർട്ടിക്കിൾ v is equal to at plus bt square ആണ്, bt square and b are constants, distance traveled by between 1 second and 2 second. ഓക്കെ, അപ്പോൾ സെക്കൻഡ് t is equal to 1 to 2 അത് സഞ്ചരിച്ച ഡിസ്റ്റൻസ് ആയി വെച്ചേക്കുന്നത്. നമുക്ക് തന്നേക്കുന്നത് എന്താ, വെലോസിറ്റി ഈസ് ഈക്വൽ ടു എന്താ, വെലോസിറ്റി ഈസ് ഈക്വൽ ടു dx/dt നമുക്കറിയാം ഇല്ലയോ, dx/dt. അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, നമ്മൾ നേരത്തെ ഒരു പ്രോബ്ലം ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, എന്തുവായിരുന്നു പറഞ്ഞത്, താണ്ടേ dx കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, dt ഇങ്ങോട്ട് കയറ്റി ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി ഇല്ലയോ. സോ dx ഈസ് ഈക്വൽ ടു v dt എന്ന് എഴുതാം. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. ഇനി ഞാൻ 1 to 2 ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതെങ്കിലോ, 1 to 2 ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടും എന്താ, v അല്ല എഡ്സ് ഫ്രം 1 to 2 കിട്ടും. ഓക്കെ, അതായത് 1 സെക്കൻഡ് മുതൽ 2 സെക്കൻഡ് വരെ സഞ്ചരിച്ച ഡിസ്പ്ലേസ്മെന്റ് എനിക്ക് കിട്ടും 1 to 2 ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ. ഓക്കെ, സോ വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്ക് എന്ത് ചെയ്യണം, ഇൻ്റഗ്രേറ്റ് ചെയ്യണം 1 to 2 v dt എന്ന് പറയുമ്പോൾ വിക്ക് പകരം നമുക്ക് എന്ത് എഴുതാം, a t പ്ലസ് b t സ്ക്വയർ. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു a t പ്ലസ് b t സ്ക്വയർ dt. ഇൻ്റഗ്രേറ്റ് ചെയ്യാം വിത്ത് റെസ്പെക്ട് ടു ടിയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, എ ടിയെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ t²/2 പ്ലസ് ബി ഇൻറ്റു ടി സ്ക്വയറിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ t³/3. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഉണ്ടോ, ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ആയിരുന്നു അല്ലേ, ലിമിറ്റ് അപ്ലൈ ചെയ്യണം, ലിമിറ്റ് 1 to 2. സോ ലിമിറ്റ് അപ്ലൈ ചെയ്യാം, വിച്ച് ഈസ് ഈക്വൽ ടു a ഇൻറ്റു a/2 ഇൻറ്റു ഫസ്റ്റ് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ടിയുടെ സ്ക്വയർ എത്ര, 4 വരും, പ്ലസ് ബി അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 8 വരും ഇല്ലയോ, ബി ഇൻറ്റു 8 ഡിവൈഡഡ് ബൈ 3 അപ്പർ ലിമിറ്റ് കൊടുത്തു, മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കാം, ലോവർ ലിമിറ്റ് 1 കൊടുക്കുക, 1 കൊടുക്കുമ്പോൾ എന്തോ a/2 വരും, b/3 വരും, a/2 പ്ലസ് b/3 എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം, 2 ഉം 2 ഉം ക്യാൻസൽ ചെയ്യാം. സോ 2a പ്ലസ് 8b/3 മൈനസ് a/2 മൈനസ് b/3 വിച്ച് ഈസ് ഈക്വൽ ടു 2a മൈനസ് a/2 എത്ര കിട്ടും, 3/2 a, അതേപോലെ 8b/3 മൈനസ് 1b/3, അപ്പം മൊത്തത്തിൽ 7b/3. ഇതായിരിക്കും എന്തോന്ന് ആൻസർ. ഓക്കെ, എളുപ്പം ചെയ്യാം. അങ്ങനെ എന്താ നോക്കി അടുത്തൊരു ക്വസ്റ്റ്യൻ, 2 cars P and Q starts from a point at the same time in a straight line and their positions are represented by hp is equal to at plus bt square and hq is equal to ft minus t square and what time do cars have same velocity. ഓക്കെ, അപ്പോൾ ഏത് സമയത്തായിരിക്കും ഈ കാറിന് രണ്ടും എന്ത് കിട്ടുന്നത്, സെയിം വെലോസിറ്റി കിട്ടുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം വെലോസിറ്റിയുടെ ഇക്വേഷൻ നമുക്ക് ഇവിടെ എക്സ് ഒരു ഫംഗ്ഷൻ ആയിട്ട് തന്നിരിക്കുന്നില്ലയോ, നമുക്ക് അങ്ങനെ ഫംഗ്ഷൻ ആയിട്ട് തന്നാൽ നമുക്കറിയാം വെലോസിറ്റി കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, v is equal to എന്ത് ചെയ്താൽ മതി, dx/dt ചെയ്താൽ മതി. ഓക്കെ, സോ ആദ്യം നമുക്ക് പി എന്ന് പറയുന്ന 2 cars P and Q, പി എന്ന് പറയുന്ന കാറിനെ എടുക്കാം. അങ്ങനെയാണെങ്കിൽ പി എന്ന് പറയുന്ന കാറിൻ്റെ വെലോസിറ്റി എന്താ, വെലോസിറ്റി ഈസ് ഈക്വൽ ടു d/dt ഓഫ് എക്സ് പി. ഓക്കെ, അതായത് d/dt ഓഫ് എക്സ് എന്ന് പറയുന്ന കാറിൻ്റെ ഇക്വേഷൻ എന്താ തന്നിരിക്കുന്നത്, അതാ നോക്കിയേ, പി എന്ന് പറയുന്ന കാറിൻ്റെ ഇക്വേഷൻ എന്താ തന്നിരിക്കുന്നത്, at plus bt square, at plus bt square
വിച്ച് ഈസ് ഈക്വൽ ടു ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എ പ്ലസ് 2bt. അങ്ങനല്ലേ കിട്ടുന്നത്? എ പ്ലസ് 2bt. എ ടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എ കിട്ടും. ടി സ്ക്വയറിന് ബി അതേപോലെ എഴുതും. ടി സ്ക്വയറിന് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 2t കിട്ടും. ഓക്കെ, അത് കിട്ടി. അങ്ങനെയാണെങ്കിൽ ക്യൂ എന്ന് പറയുന്ന കാറിൻ്റെ വെലോസിറ്റിയോ? വി ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് ക്യൂ എന്ന് പറയുന്ന കാറിൻ്റെ ഇക്വേഷൻ എന്താ തന്നിരിക്കുന്നത്? എഫ് ടി മൈനസ് ടി സ്ക്വയർ എന്നാണ് തന്നിരിക്കുന്നത് അല്ലേ? ഇക്വേഷൻ എന്താ തന്നിരിക്കുന്നത്? എഫ് ടി മൈനസ് ടി സ്ക്വയർ. ഓക്കെ ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു ഡെറിവേറ്റീവ് എഫ് മൈനസ് ടി ക്യൂബ് ബൈ 3. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ഇത് എപ്പോഴാണ്, ഏത് സമയത്താണ് അല്ലയോ? അറ്റ് വാട്ട് ടൈം ഡു കാർസ് ഹാവ് സെയിം വെലോസിറ്റി? ഏതോ ഒരു സമയത്ത് ഈ കാറിൻ്റെ രണ്ടിൻ്റെയും വെലോസിറ്റി എന്താവുന്നുണ്ട്? സെയിം ആവുന്നുണ്ട്. ആ സമയം ചോദിക്കുന്നത് എളുപ്പമായി. ഈ രണ്ട് വെലോസിറ്റിയും സെയിം ആവുന്നു എന്ന് പറഞ്ഞാൽ എന്താ? ഈ രണ്ട് വെലോസിറ്റിയും സെയിം ആവുന്നു എന്ന് പറഞ്ഞാൽ എ പ്ലസ് 2bt ഈസ് ഈക്വൽ ടു എന്താവുന്നുണ്ട്? എഫ് മൈനസ് ടി ക്യൂ ബൈ 3. സോറി, ഡെറിവേറ്റ് ചെയ്യുമ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയേ. എഫ് മൈനസ് ടി സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 2t. ഓക്കെ, ടി സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2t. സോ എഫ് മൈനസ് 2t. അപ്പോൾ ഇത് രണ്ടും ഈക്വലായി. അങ്ങനെയാണെങ്കിൽ സമയമാണ് കണ്ടുപിടിക്കുന്നത്. സോ ടിയുടെ ടേംസ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാം? ഒരു സൈഡിലോട്ട് കൊണ്ടുവരാം. സോ 2bt പ്ലസ് 2t ഈസ് ഈക്വൽ ടു 2bt പ്ലസ് 2t ഈസ് ഈക്വൽ ടു എഫ് മൈനസ് എ. അങ്ങനെയാണെങ്കിൽ ടി ഈസ് ഈക്വൽ ടു എഫ് മൈനസ് എ ഡിവൈഡഡ് ബൈ എന്താ? എഫ് മൈനസ് എ ഡിവൈഡഡ് ബൈ 2bt പ്ലസ് ടി ഈസ് ഈക്വൽ ടു എഫ് മൈനസ് എ ഡിവൈഡഡ് ബൈ ടി കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്തായിരുന്നു? 2b പ്ലസ് 2. വേണമെങ്കിൽ ഒരു 2 വേണമെങ്കിൽ ഇവിടുന്ന് വീണ്ടും എന്ത് ചെയ്യാമെന്ന് കോമൺ എടുക്കാം. സോ ടി ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? ടി ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും നമുക്ക്? എഫ് മൈനസ് എ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ബി പ്ലസ് 1. ഓക്കെ, സോ ഈ സമയത്തായിരിക്കും എന്തോന്ന്? ഈ രണ്ട് കാറിൻ്റെ വെലോസിറ്റി സെയിം ആകുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. അടുത്ത ടേം നോക്കാം, ആക്സിലറേഷൻ. നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ആൾക്കാർ തന്നെ ആക്സിലറേഷൻ. നമുക്കറിയാം ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ കഴിഞ്ഞാൽ? ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം. നമുക്കറിയാം ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം ആയിരുന്നു എന്തോന്ന്? വെലോസിറ്റി എന്ന് പറയുന്നത്. ഇനി വെലോസിറ്റി എന്ത് ചെയ്യാൻ പോവുക? ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിക്കുക. സോ ചേഞ്ച് ഇൻ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം എന്ന് പറഞ്ഞാൽ എന്താ? അതാണ് ആക്സിലറേഷൻ എന്ന് പറയുന്നത് അല്ലയോ? സോ എ ഈസ് ഈക്വൽ ടു നമുക്ക് പറയാം ഡി വി ബൈ ഡി ടി, ചേഞ്ച് ഇൻ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം. സോ ഇങ്ങനെ ഡി വി ബൈ ഡി ടി, ഡി എക്സ് ബൈ ഡി ടി എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ എന്താ? ഇൻസ്റ്റന്റേനിയസ് ചേഞ്ചുകൾ അല്ലയോ? സോ ഡി വി ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ എന്തുവാ? ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷനാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തുണ്ട്? ആവറേജ് ആക്സിലറേഷൻ ഉണ്ട്. ആവറേജ് ആക്സിലറേഷൻ എന്താ? ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി. അല്ലെങ്കിൽ നമുക്ക് പറയാം വി ഫ്രം T1 to T2 എന്ന് പറയാം. T1 സമയം മുതൽ T2 സമയം വരെ ഉണ്ടായ വെലോസിറ്റിയിലുള്ള ചേഞ്ച്, അതിനെ ഡെൽറ്റ വി അല്ലയോ, ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഓക്കെ, സോ ഇങ്ങനെയും പറയാം. നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ചേഞ്ച് ഇൻ വെലോസിറ്റി അല്ലേ? T1 മുതൽ T2 വരെ വെലോസിറ്റിയുടെ ഒരു ചേഞ്ച് എത്രയാണെന്നുള്ളത്. ഓക്കെ, സോ ചേഞ്ച് ഇൻ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഇൻ ടൈം, അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ആവറേജ് ആക്സിലറേഷൻ നമുക്ക് കിട്ടും. ഓക്കെ, നമ്മൾ നേരത്തെ ബട്ടേൻ്റെ പ്രോബ്ലംസ് എല്ലാം ചെയ്തതുപോലെ തന്നെ സെയിം വേയിൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതാ നോക്കിയേ, ആക്സിലറേഷൻ്റെ യൂണിറ്റ് എന്താ? യൂണിറ്റ് എന്ന് പറയുമ്പോൾ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? മീറ്റർ പെർ സെക്കൻഡ് ഡിവൈഡഡ് ബൈ ഒരു സെക്കൻഡ് കൊണ്ട്. സോ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, അല്ലെങ്കിൽ ഇതിൻ്റെ ഡയമെൻഷൻ എഴുതി കഴിഞ്ഞാൽ എം ഒന്ന് എൽ ടി റൈസ് ടു -2 എൽ ടി റൈസ് ടു -2. ഓക്കെ, സോ ഈ ഡെൽറ്റ വി കണ്ട് നമുക്കറിയാം എ സിക്കൽ എന്താ? ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ എന്താ? ഡി വി ബൈ ഡി ടി. ഓക്കെ, ഇനി ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുക. ഓക്കെ, ഇൻ്റഗ്രേറ്റ് ചെയ്യുക, അതായത് ഡി വി ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ഡി ടി എന്ന് എഴുതുക. അങ്ങനെയാണെങ്കിൽ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഇൻ്റഗ്രൽ ഡി വി ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ഡി ടി ചെയ്യാൻ പോവുക. ഫ്രം എവിടെ തൊട്ട് എവിടം വരെ? T1 to T2. ഓക്കെ, എവിടെ തൊട്ട് എവിടം വരെ? T1 മുതൽ
T2 വരെ. അങ്ങനെയാണെങ്കിൽ എനിക്ക് കിട്ടുന്നത് എന്താ? നോക്കിയേ, ചേഞ്ച് ഇൻ വെലോസിറ്റി ഡെൽറ്റ വി ആണ് കിട്ടുന്നത്. T1 മുതൽ T2 വരെയുള്ള വെലോസിറ്റിയുടെ ചേഞ്ചിനെയാണ് കിട്ടുന്നത്. ഓക്കെ, T1 മുതൽ T2 വരെ ഉള്ള ഒരു ആവറേജ് വെലോസിറ്റി അല്ലെങ്കിൽ വെലോസിറ്റിയുടെ ചേഞ്ചിനെയാണ് എനിക്ക് എന്ത് കിട്ടുന്നത്. സോ ഇൻ്റഗ്രൽ T1 to T2 dv ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? ഡെൽറ്റ വി കിട്ടും അല്ലേ? സോ ഇതുകൂടെ എന്ത് ചെയ്യുക? ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് ഇനിയും പറയേണ്ട ആവശ്യമില്ല. കാരണം ഈ കൺസെപ്റ്റ് യൂസ് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്, ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും വെലോസിറ്റിയുടെ എല്ലാം പ്രോബ്ലംസ് ഇത്രയും നേരം എന്ത് ചെയ്തുകൊണ്ടിരുന്നത് അതേ സംഭവം തന്നെ. ഓക്കെ, ഒറ്റ സാധനമുള്ള ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ dv/dt. ബാക്കിയെല്ലാം നേരത്തെ പ്രോബ്ലം എങ്ങനെയൊക്കെയാണോ ചെയ്തുകൊണ്ടിരുന്നത് അതേ ഐഡിയാസ് യൂസ് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അത് നമുക്ക് നോക്കാം, പ്രോബ്ലം ചെയ്ത് നോക്കാം. ഓക്കെ, എന്താ നോക്കിയാൽ ഇവിടെ തന്നെ ക്വസ്റ്റ്യൻ എന്താ നോക്കിയേ, x is equal to 3t⁴ divided by 4 minus 81t. What is the acceleration of the body when it momentarily comes to rest? ഓക്കെ, അപ്പോൾ ഈ ബോഡി റെസ്റ്റിലാവുന്ന സമയത്ത് ആ സമയത്തുള്ള ആക്സലറേഷൻ എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. നോക്കാം, നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം. നമുക്ക് ആദ്യം ഈ ബോഡി മൊമെന്ററിലി റെസ്റ്റിലാവുന്ന എപ്പോഴാണെന്ന് കണ്ടുപിടിക്കണം. ബോഡി റെസ്റ്റിലാവുക എന്ന് പറഞ്ഞാൽ വെലോസിറ്റി എന്തായി? ബോഡിയുടെ വെലോസിറ്റി 0 ആയി. അതൊക്കെയാണ്. ഓക്കെ, സോ നമുക്ക് തന്നേക്കുന്ന ഫംഗ്ഷൻ എന്താ? എക്സിലുള്ള ഫംഗ്ഷൻ അല്ലേ? x is equal to 3t⁴/4 minus 81t. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി കണ്ടുപിടിക്കാൻ നമുക്ക് എന്തറിയാം? വെലോസിറ്റി ഈസ് ഈക്വൽ എന്ത് ചെയ്താൽ മതി? dx/dt ചെയ്താൽ മതി അല്ലയോ? സോ dx/dt ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു ടി ഡെറിവേറ്റീവ് 3/4 അവിടെ ഉണ്ടായിരുന്നു, അതിന് അതേപോലെ എഴുതി. t⁴ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ 4t³ എന്ന് കിട്ടും. ഓക്കെ, സോ ഈ 4 കട്ട് ചെയ്യുക. അടുത്തത് മൈനസ്, ഇവിടെ എന്താ ഉണ്ടായിരുന്നു? 81t ഉണ്ടായിരുന്നു, അതിന് ചെയ്യുമ്പോൾ 81 കിട്ടും. ഓക്കെ ആണോ? 81 അതേപോലെ ടിയുടെ ഡെറിവേറ്റീവ് എന്താ? 1. സോ 81 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്താ? നമുക്ക് വെലോസിറ്റി കിട്ടി. വെലോസിറ്റി എത്ര കിട്ടിയത്? വെലോസിറ്റി കിട്ടി 3t³ മൈനസ് 81 എന്ന് കിട്ടി. നമുക്കറിയാം ഒരു ബോഡി മൊമെന്ററിലി റെസ്റ്റിലാവുക എന്ന് പറയാം. അതായത് വെലോസിറ്റി എന്തായി? 0 ആയി. വെലോസിറ്റി 0 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 3t³ is equal to 81 എന്ന് കിട്ടും. t³ is equal to എന്ത് കിട്ടും? 81/3. 81/3 എത്ര? 27 കിട്ടും അല്ലേ? 27. സോ t is equal to എത്ര? നമുക്കറിയാം എത്ര? 27 എന്ന് പറഞ്ഞാൽ 3³. സോ t is equal to എത്ര കിട്ടി? 3 സെക്കൻഡ് എന്ന് കിട്ടി അല്ലയോ? 3 സെക്കൻഡ് എന്ന് കിട്ടി. സോ മൂന്നാമത്തെ സെക്കൻഡിലാണ് ഈ ബോഡി എന്തിലാവുന്നത്? റെസ്റ്റിലാവുന്നത്. അങ്ങനെ മൂന്നാമത്തെ സെക്കൻഡിലാണ് ബോഡി റെസ്റ്റിലാവുന്നത്. ആ സമയത്ത് എന്താ ചോദിച്ചേക്കുന്നത്? ആക്സലറേഷനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ആക്സലറേഷൻ വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്കറിയാം ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ dv/dt അല്ലയോ? വെലോസിറ്റിയുടെ ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇവിടെ വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്തായിരുന്നു? 3t³ മൈനസ് 81 അല്ലയോ? വെലോസിറ്റി നമുക്ക് കണ്ടുപിടിച്ചപ്പോൾ എന്താ വന്നത്? v is equal to 3t³ മൈനസ് 81. ഇതായിരുന്നു നമുക്ക് വെലോസിറ്റി കിട്ടിയത്. മൊമെന്ററിലി റെസ്റ്റിലായെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്ത്? വെലോസിറ്റി 0ക്ക് അങ്ങ് ഇക്വേറ്റ് ചെയ്തു ഇല്ലയോ? വെലോസിറ്റിയുടെ ഇക്വേഷൻ നമുക്ക് കിട്ടിയത് ഇതാ 3t³ മൈനസ് 81. മൊമെന്ററിലി റെസ്റ്റിലാന്ന് പറഞ്ഞപ്പോൾ 0ക്ക് ഇക്വേറ്റ് ചെയ്തു. ആ മൊമെന്ററിലി റെസ്റ്റിലായപ്പോൾ ടൈം ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. മൂന്നാമത്തെ സെക്കൻഡിൽ എന്ത് ചെയ്ത്? ആ ബോഡി റെസ്റ്റിലായി. അങ്ങനെ നമുക്ക് വെലോസിറ്റി ഉണ്ട്. ഇനി ആക്സലറേഷൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? വെലോസിറ്റി ഒന്നുകൂടെ ഡെറിവേറ്റ് ചെയ്താൽ മതി. dv/dt which is equal to എത്ര കിട്ടും? ആക്സലറേഷൻ ഇക്വേഷൻ നമുക്ക് 3 അതേപോലെ എഴുതി. t³ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ 3t² എന്ന് വരും ഇല്ലയോ? സോ 3 × 3 എന്താവും? 9t². ഇതായിരിക്കും എന്തോന്ന്? ആക്സലറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആക്സലറേഷൻ ഏത് സമയത്താണ് കണ്ടുപിടിക്കേണ്ടത്? ബോഡി മൊമെന്ററിലി റെസ്റ്റിലായപ്പോൾ ആക്സലറേഷൻ നമുക്ക് വേണ്ടത്. ബോഡി മൊമെന്ററിലി റെസ്റ്റിലായത് ഏത് സമയത്താ? t is equal to 3 സെക്കൻഡില്ല. സോ ആ സമയത്ത് ആക്സലറേഷൻ എന്താ? t is equal to 3. എന്ത് ചെയ്താൽ മതി? ടിക്ക് ചുമ്മാ 3 ഇട്ട് കൊടുക്കുക. എത്ര കിട്ടും? 9 × 3² 9. സോ 81 m/s². സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റത്തില്ലേ? സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിലാകെ മനസ്സിലാക്കേണ്ട കാര്യം മൊമെന്ററിലി കംസ് ടു റെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? വെലോസിറ്റി 0. റെസ്റ്റിലായെങ്കിൽ വെലോസിറ്റി 0. സോ വെലോസിറ്റി 0 ആയ സമയം ഏതാണെന്ന് ഞാൻ കണ്ടുപിടിച്ചങ്ങ് വെച്ചു. മൂന്നാമത്തെ സെക്കൻഡിലാണ് വെലോസിറ്റി 0 ആയത്. ഓക്കെ, അതെനിക്ക് മനസ്സിലായി. ഇനി എനിക്ക് ആക്സലറേഷൻ വേണം. ആക്സലറേഷൻ വേണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? വെലോസിറ്റി ഞാൻ കണ്ടുപിടിച്ചായിരുന്നു. എത്ര? 3t³ മൈനസ് 81 എന്ന് എനിക്ക് ഇക്വേഷൻ കിട്ടിയായിരുന്നു. സോ വെലോസിറ്റി കിട്ടി. ആ വെലോസിറ്റി ഒന്നുകൂടെ ഡെറിവേറ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് ആക്സലറേഷൻ ഇക്വേഷൻ കിട്ടും. സോ ആക്സലറേഷൻ എപ്പോഴത്തെയാണ് കണ്ടുപിടിക്കേണ്ടത്? ബോഡി റെസ്റ്റിലായപ്പോൾ ഉള്ളത്, അതായത് മൂന്നാമത്തെ സെക്കൻഡിലുള്ളത് ഇട്ട് കൊടുക്കുക. ആൻസറായി. സിമ്പിൾ അല്ലയോ? സിമ്പിൾ. ഓക്കെ. അങ്ങനെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. p is equal to 5t² plus 10t. ആക്സലറേഷൻ t is equal to 2 വേണം. ആവറേജ് ആക്സലറേഷനും വേണം. t is equal to 0 to 1 ആവറേജ് ആക്സലറേഷൻ, അതായത് സ്റ്റാർട്ട് t is equal to 0 മുതൽ 1 സെക്കൻഡ് വരെ ആ ബോഡി എന്ത് ചെയ്തു? ഇങ്ങനെയായിരുന്നു ആ ബോഡിയുടെ വെലോസിറ്റിയുടെ ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ ആ ബോഡിയുടെ ആവറേജ് ആക്സലറേഷൻ എത്ര എന്നാണ് ചോദിക്കുന്നത്. നോക്കാം എങ്ങനെ കണ്ടുപിടിക്കാം. നമുക്കറിയാം ആദ്യം എന്തായാലും ആക്സലറേഷൻ കണ്ടുപിടിക്കാം. ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ?
dv/dt which is equal to എന്താ with respect to t യിൽ ഡെറിവേറ്റ് ചെയ്താൽ 10t plus 10 എന്ന് കിട്ടും. ഓക്കെ, ആക്സലറേഷൻ കിട്ടി. at t is equal to 2 at t is equal to 2 which is equal to എത്ര 20 10 30 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും അല്ലയോ. ടിക്ക് 2 കൊടുത്താൽ മതി. സോ അത് കിട്ടി. ഇനി എനിക്ക് എന്താ വേണ്ടത്? ആവറേജ് ആക്സലറേഷൻ വേണം. ആവറേജ് ആക്സലറേഷൻ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ആവറേജ് ആക്സലറേഷൻ നമുക്കറിയാം. ആവറേജ് ആക്സലറേഷൻ ഇക്വേഷൻ എന്താ? ഒറ്റ ഇക്വേഷനിലൂടെ നമുക്കറിയാം എന്താ? ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി. ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി. ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ എന്താ? 0 മുതൽ 1 സെക്കൻഡ് വരെയുള്ള വെലോസിറ്റി. ഓക്കെ, 0 മുതൽ 1 സെക്കൻഡ് വരെയുള്ള ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ് എന്തോന്ന്? ഡെൽറ്റ വി എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഡെൽറ്റ വി എങ്ങനെ കണ്ടുപിടിക്കാം? അതും നമുക്കറിയാം. തൊട്ട് മുന്നേ കണ്ടതാ. ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കിവിടെ ആകെ ഉള്ളത് എന്താ? എ ഈസ് ഈക്വൽ ടു ഡി വി ബൈ ഡി ടി. നമുക്കിവിടെ ആകെ ഉള്ളത് എന്താ? എ ഈസ് ഈക്വൽ ടു ഡി വി ബൈ ഡി ടി. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ വി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? എ ഡി ടി എന്ത് ചെയ്താൽ മതി? ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. എവിടം മുതൽ എവിടം വരെ? 0 to 1 വരെ. ഇതും നമ്മൾ കണ്ടതാ. നമ്മൾ ഇതേപോലെ സിമിലർ ആയിട്ടുള്ള പ്രോബ്ലം ചെയ്തില്ലയോ? ഡെൽറ്റ എക്സ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? വി ഡി ടി എന്ത് ചെയ്യും? 0 to ആ പറയുന്ന ലിമിറ്റിൽ എന്ത് ചെയ്യും? ഇൻ്റഗ്രേറ്റ് ചെയ്യും അല്ലേ. അതേപോലെ ഡെൽറ്റ വി കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? എ ഡി ടി എന്ത് ചെയ്യും? നമുക്ക് പറഞ്ഞേക്കുന്ന ലിമിറ്റിൽ എവിടം തൊട്ട് എവിടം വരെ ഉള്ളതാണ് വേണ്ടുന്നത്? 0 to 1 ആവറേജ് ആക്സലറേഷൻ ആണ് വേണ്ടുന്നത്. സോ 0 to 1 അതിനെ എന്ത് ചെയ്യും? ഇൻ്റഗ്രേറ്റ് ചെയ്യും. ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ ഡെൽറ്റ വി നമുക്ക് കിട്ടും. സോ എ ഡി ടി എന്ന് പറഞ്ഞാൽ എന്താ? എ ഡി ടി ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എവിടം മുതൽ എവിടം വരെ ഉള്ളതുകൊണ്ട് 0 മുതൽ 1 വരെ ഉള്ളത്. ഈ ഡെൽറ്റ വി എവിടം വരെ വേണ്ടത്? 0 മുതൽ 1 വരെ. സോ 0 to 1 എ ഡി ടി. ആക്സലറേഷൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. എത്ര? 10t plus t. സിമിലർ ആയിട്ടുള്ള പ്രോബ്ലം ഡിസ്പ്ലേസ്മെന്റ് കേസിലെല്ലാം നമ്മൾ ചെയ്തതാ. അതുകൊണ്ടാണ് ഞാൻ ഇത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ഡെൽറ്റ വി എന്താണെന്നും ഒക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുള്ളതാ? എക്സ്പ്ലെയിൻ ചെയ്തതാ. ഓക്കെ, സോ അതുകൊണ്ടൊന്നും ഇനി ഇത് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സിംപ്ലി ചെയ്തു പോയി. എന്തെങ്കിലും ഡൗട്ട്സോ കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ചോദിക്കുക. സോ 0 to 1 വിച്ച് ഈസ് ഈക്വൽ ടു ഇനി എന്താ ചെയ്യാനുള്ളത്? ഓക്കെ, സോ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 10 into t square by 2. 10 into t square by 2 പ്ലസ് 10t. ലിമിറ്റ് അപ്ലൈ ചെയ്യണം. 0 to 1 വിച്ച് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും നമുക്ക്? ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പം 5t square പ്ലസ് 10t എന്നാണ് കിട്ടുന്നത്. അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും 5 പ്ലസ് 10 അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഇതെല്ലാം എന്ത് ചെയ്യും? 0 ആയിപ്പോൾ. ഓക്കെ, സോ വിച്ച് ഈസ് ഈക്വൽ ആൻസർ എന്ത് കിട്ടി? 15 എന്ന് കിട്ടി. സോ ഡെൽറ്റ വി എന്താ ഇവിടെ? 15 എന്ന് കിട്ടി. എ ആവറേജ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ വി എത്ര കിട്ടി? 15 കിട്ടി. 15 ഡിവൈഡഡ് ബൈ എന്ത് കിട്ടി? ഡെൽറ്റ ടി. ഏത് സമയം? 0 to 1 സെക്കൻഡ്, അതായത് 1 സെക്കൻഡ് വിച്ച് ഈസ് ഈക്വൽ ടു 15 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇതായിരിക്കും എന്തോന്ന്? ആവറേജ് ആക്സലറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ, സോ അതും കിട്ടി. ഇനി താണ്ടെ ഇത് വേണമെങ്കിൽ വേറെ രീതി ചെയ്യാം. ആവറേജ് ആക്സലറേഷൻ ചോദിച്ചിരിക്കുന്നു. ആവറേജ് ആക്സലറേഷൻ നമുക്ക് ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി ചെയ്യാം. ഇത് ഈ രീതി ചെയ്യാം. ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു ഡി വി ബൈ ഡി ടി അല്ലേ. നമുക്ക് ആക്സലറേഷൻ ഡി വി ബൈ ഡി ടി വെച്ചിട്ട് ഈ രീതി ചെയ്യാം. ഇനി ഒരു രീതിയും കൂടെ കണ്ടുവെച്ചോ. ദാ നോക്കിക്കേ. ഇത് നമുക്ക് ഇത് ഇങ്ങനെയും ചെയ്യാം. ഡയറക്റ്റ് വെലോസിറ്റിയുടെ ഇക്വേഷനാണ് തന്നേക്കുന്നത്. നമുക്ക് വേണ്ടുന്നത് ഡെൽറ്റ വി ആണ്. ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ എത്ര? വി 0 മുതൽ 1 വരെയുള്ള വെലോസിറ്റിയുടെ ചേഞ്ചാണ് വേണ്ടുന്നത്. V0 എത്ര? അതായത് 0th സെക്കൻഡിലുള്ള വെലോസിറ്റി എത്ര? 0th സെക്കൻഡിലുള്ള വെലോസിറ്റി എത്ര? ഒന്നുമില്ല. ടിക്ക് എന്ത് കൊടുത്താൽ മതി? 0 കൊടുത്താൽ മതി. സോ 0 കൊടുക്കുമ്പോഴത്തേക്കും V0 എന്ന് പറയുന്നത് 0. ഇനിഷ്യലി അത് വെലോസിറ്റി ഇല്ല, 0 ആയിരുന്നു. ഫസ്റ്റ് സെക്കൻഡിൽ അതിൻ്റെ വെലോസിറ്റി എത്ര? 1 കൊടുത്ത് നോക്ക്. 1 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 15 എന്ന് കിട്ടും. സോ ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ എത്ര? ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ എനിക്കറിയാം 0 മുതൽ 1 വരെയുള്ള വെലോസിറ്റിയുടെ ചേഞ്ച് അല്ലയോ. 0 മുതൽ 1 വരെയുള്ള വെലോസിറ്റിയുടെ ചേഞ്ച്. സോ V0 0 ആണ്. V1 എന്ന് പറഞ്ഞാൽ 15 ആണ്. ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ എത്ര? 15 മൈനസ് 0 വിച്ച് ഈസ് ഈക്വൽ എത്ര തന്നെയാണ്? 15 തന്നെ. ഓക്കെ, സോ ഈ ഇക്വേഷൻ ഡയറക്റ്റ് ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ ഡെൽറ്റ വി നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ തന്നെ ഈസി ആയിട്ട് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാൻ പറ്റും. ഇനി നിങ്ങളുടെ ഈ വെലോസിറ്റിയുടെ ഇക്വേഷൻ അല്ല തന്നിരിക്കുന്ന ആക്സലറേഷൻ ഇക്വേഷൻ മാത്രമേ തന്നിട്ടുള്ളെങ്കിൽ നിങ്ങൾ ഏത് സ്റ്റെപ്പ് ഉപയോഗിക്കേണ്ടി വരും? ഈ സ്റ്റെപ്പ് ഉപയോഗിക്കേണ്ടി വരും. ഓക്കെ, രണ്ടും ഞാൻ പറഞ്ഞു തന്നതാ. ഓക്കെ, വെലോസിറ്റിയുടെ ഇക്വേഷൻ ഇങ്ങനെ ഡയറക്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ ഈ ഡെൽറ്റ വി കണ്ടുപിടിക്കാൻ നമുക്ക് എന്താ ശരിക്കും പറഞ്ഞാൽ എളുപ്പമാണ്. നമ്മൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് കേസിലും ചെയ്തിട്ടുണ്ട്. എക്സിന്റെ ഇക്വേഷൻ ഡയറക്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത്? എക്സ് 0ലും 1ലും എക്സ് 0 to 3 ആണെങ്കിൽ എക്സ് 0യിലുള്ളതും കണ്ടുപിടിച്ചും എക്സ് 3യിലുള്ളതും കണ്ടുപിടിക്കും. സോ ഡെൽറ്റ എക്സ് നമുക്ക് എന്ത് ചെയ്യാം? ഈസി ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ രണ്ട് രീതി എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് വെലോസിറ്റിയുടെ ഇക്വേഷൻ തരും. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം.
ചിലപ്പോൾ വെലോസിറ്റി ഇക്വേഷൻ തരത്തില്ല, ഡയറക്റ്റ് എന്ത് ചെയ്യും, ആക്സലറേഷൻ ഇക്വേഷൻ മാത്രമേ തന്നിട്ടുള്ളൂ. ആക്സലറേഷൻ ഇക്വേഷൻ മാത്രമേ തന്നിട്ടുള്ളെങ്കിൽ നിങ്ങൾ ഏത് സ്റ്റെപ്പ് ഉപയോഗിക്കേണ്ടി വരും, ഈ സ്റ്റെപ്പ് ഉപയോഗിക്കേണ്ടി വരും. കാരണം എന്താ, എ എന്ന് പറഞ്ഞാൽ dv/dt ആ. സോ എ ഡി ടി ആണെന്ന് തോന്നുന്നു ഡി വി ആയിട്ട് വരുന്നത്. രണ്ട് സൈഡിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് ആരെ വരുന്നത്, ഡെൽറ്റ വി വരുന്നത്. ഓക്കെ ഓക്കെ. സോ ഇവിടെ ഡെൽറ്റ വി ഡയറക്റ്റ് നമുക്ക് 15 എന്നാണ്ട് ഇങ്ങനെയും കണ്ടുപിടിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കാം, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. സോ ഇവിടെ ഡെൽറ്റ വി 15 കിട്ടി. നമുക്കറിയാം ആവറേജ് ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ v/Δt. സോ 15 / 1 15 m/s². പെട്ടെന്ന് ആൻസർ കിട്ടും ശരിക്കും പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഈ മെത്തേഡും കൂടെ എന്ത് ചെയ്യണം, പക്ഷേ അറിഞ്ഞിരിക്കണം. നമുക്ക് അങ്ങനെയാണെങ്കിൽ അടുത്തൊരു പ്രോബ്ലം ചെയ്യാം. ഈ ക്വസ്റ്റ്യൻസ് അല്ല ഞാൻ എഴുതിയിട്ട് ചെയ്തിട്ടുള്ള പല ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുള്ളത്, ആ നീറ്റിന് എക്സാമിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സോൾവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. സോ ഇതാ നോക്കിയേ, കണ്ടോ, ഇവിടെ ഞാൻ തൊട്ട് മുന്നേ കാണിച്ചത് ആദ്യം എഴുതിയിട്ടതുപോലുള്ള ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുള്ളൂ, ആക്സലറേഷൻ ഇക്വേഷൻ തന്നിട്ടുള്ളൂ അല്ലേ. ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, 2t. എന്നിട്ട് ആവറേജ് ആക്സലറേഷൻ കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുക. ആക്സലറേഷൻ ഇക്വേഷൻ എന്താ, 2t. അങ്ങനെയാണെങ്കിൽ ഇതാ നോക്കിയേ, a = 2t. a = എന്താ, dv/dt. എൻ്റെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് ആവറേജ് ആക്സലറേഷനാ. എ ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താ, ഡെൽറ്റ v/Δt ഇല്ലയോ. അതായത് ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ എന്താ, 0 മുതൽ 1 സെക്കൻഡ് വരെ ഉണ്ടായ വെലോസിറ്റിയുടെ ചേഞ്ച് ഇല്ലയോ. ഒരു വലിയ ചേഞ്ച്, കുഞ്ഞു ചേഞ്ച് അല്ല, ഇൻസ്റ്റന്റേനിയസ് ചേഞ്ചുകളെയാണ് നമ്മൾ dv എന്ന് വിളിക്കുന്നത്. ഇതെന്താ, ഒരു കൺസിഡറബിൾ ചേഞ്ച്. ഓക്കെ, സോ കുഞ്ഞു ചേഞ്ച് അല്ല, 0 മുതൽ 1 സെക്കൻഡ് വരെ ഉണ്ടായിട്ടുള്ള ചേഞ്ച്, നമുക്ക് മെഷറബിൾ ആയിട്ടുള്ള ചേഞ്ച് അത്. ഓക്കെ, അത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും, a = dv/dt. അങ്ങനെയാണെങ്കിൽ dv = എന്താ, a dt. ഓക്കെ, ഇനി എനിക്ക് ആ ചേഞ്ച് വേണം, എത്രത്തോളം ചേഞ്ച് ആയി. ചേഞ്ച് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും, എനിക്കറിയണം, വലിയ ആ ചേഞ്ച് എനിക്കറിയണം. സോ ചേഞ്ച് എങ്ങനെ കിട്ടും, ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ഇവിടെ രണ്ട് സൈഡിലും എന്ത് ചെയ്യുക, ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഓക്കെ. സോ ഈ സൈഡിൽ എന്ത് ചെയ്യും, dv മാറി വലിയ ചേഞ്ച് കിട്ടും എനിക്ക്. എവിടം വരെയുള്ള ചേഞ്ചാണ് വേണ്ടുന്നത് എനിക്ക്, 0 മുതൽ 1 സെക്കൻഡ്, അതായത് ടൈം 0 മുതൽ 1 സെക്കൻഡ് വരെയുള്ള ചേഞ്ചാണ് എനിക്ക് വേണ്ടുന്നത്, കിട്ടും എനിക്ക്. ഓക്കെ, which is equal to delta v is equal to എന്താ, integral 0 to 1 a dt. a എന്താ ഇക്വേഷൻ, 2t dt, which is equal to 2t ഇൻ്റഗ്രേറ്റ് ചെയ്യുക, t²/2 എന്ന് വരും, t² എന്ന് വരും, അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്യുക, നമുക്ക് 1 എന്ന ആൻസർ കിട്ടും. ഓക്കെ, സോ ഡെൽറ്റ വി എത്ര, 1 m/s. ഓക്കെ, സോ ആവറേജ് ആക്സലറേഷൻ എത്ര, എ ആവറേജ് എത്ര, 1 / ഡെൽറ്റ ടി എത്ര തന്നെയാണ്, 1 തന്നെ. സോ 1 m/s². ഓക്കെ. സോ അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഇവിടെ എന്താ വന്നിരിക്കുന്നത്, v = 2t³ + t. ഫൈൻഡ് a at t = 2. ആവറേജ് ആക്സലറേഷൻ കണ്ടുപിടിക്കണം, 0 മുതൽ 2 സെക്കൻഡ് വരെയുള്ള ആവറേജ് ആക്സലറേഷൻ കണ്ടുപിടിക്കണം. സോ ഈ ഇൻസ്റ്റന്റേനിയസ് ആദ്യം കണ്ടുപിടിക്കാം. a = dv/dt, which is equal to velocity with respect to time derivative. എന്ത് ചെയ്യും, 3 വരും, 3 × 2 6t², 6t² എന്ന് കിട്ടും. ഓക്കെ, സോ അറ്റ് 2-ലാണെങ്കിലോ a 2 എന്ന് വിളിക്കുക, രണ്ടാമത്തെ സെക്കൻഡ് എന്ന് ഡിനോട്ട് ചെയ്യാനാന്നേ, അങ്ങനെ അങ്ങ് എഴുതിയാൽ മതി. a2 = എന്ത് ആക്സലറേഷൻ അറ്റ് 2 എന്ന് പറയുമ്പോൾ 2 ഇട്ട് കൊടുക്കുക, 4 24 m/s². ഓക്കെ, അടുത്തതിന് നമുക്ക് എന്ത് വേണം, ആവറേജ് ആക്സലറേഷൻ വേണം. ആവറേജ് ആക്സലറേഷൻ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ dv/dt ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ ആവറേജ് ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ആവറേജ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്കറിയാം എന്താ, അത് ഡെൽറ്റ v/Δt. സോ ഈ ഡെൽറ്റ വി കിട്ടാൻ എന്ത് ചെയ്യാം, ഒന്നുകിൽ എനിക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം, ഈ dt ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യാം, ലിമിറ്റ് അപ്ലൈ ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി, എനിക്ക് ആരെ കിട്ടും, ആ ചേഞ്ച് ഇൻ വെലോസിറ്റി കിട്ടും. അല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, 0 മുതൽ 2 സെക്കൻഡ് വരെ ഉള്ളതല്ലേ വേണ്ടത്, v0 എത്ര, അതായത് 0th സെക്കൻഡിലുള്ള വെലോസിറ്റി എത്ര, t ക്ക് 0 കൊടുക്കുക, t ക്ക് 0 കൊടുക്കുമ്പോൾ 10 എന്ന് കിട്ടും. ഇനി രണ്ടാമത്തെ സെക്കൻഡിലുള്ള വെലോസിറ്റി എത്ര, രണ്ടാമത്തെ സെക്കൻഡിലുള്ള വെലോസിറ്റി v2 എന്ന് പറഞ്ഞാൽ എത്ര, 2 കൊടുക്കുക, 8 × 2 16 10 26. സോ 26 m/s. സോ ഡെൽറ്റ വി എത്ര, 26 നിന്ന് 10 നേരെ 26 ആയി. സോ ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ എത്ര, v2 - v0, which is equal to എത്ര, 16. ഓക്കെ, സോ ആവറേജ് ആക്സലറേഷൻ v2 - v0 എത്ര കിട്ടി, 16 ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി എത്ര, 0 to 2 ഇല്ലേ. ഡെൽറ്റ ടി എത്ര, 2 - 0 2. ഓക്കെ, സോ 2 which is equal to എത്ര, 8 m/s².
സെക്കൻഡ്സ്. ഓക്കെ ഓക്കെ ഇല്ലേ, എളുപ്പമില്ലേ ചെയ്യാൻ. അപ്പോൾ ഈ രീതി ചെയ്യേണ്ട. വെലോസിറ്റിയുടെ ഇക്വേഷൻ തന്നിരിക്കുന്നുണ്ട്, നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ആ പോയിന്റ്സ് ഇട്ട് കൊടുക്കാം. സോ ആ ചേഞ്ച് കിട്ടും, ഡെൽറ്റ വി കിട്ടും, ചേഞ്ച് കിട്ടും. ഓക്കെ, ഇനി ഇതാ നോക്കിയേ. ഇപ്പം നമ്മുടെ ഡെൽറ്റ വിയും ആക്സലറേഷൻ തമ്മിലുള്ള ഒരു റിലേഷൻ പറയാൻ പോകും. ഓക്കെ, സോ ഡെൽറ്റ വി പോസിറ്റീവ് ആണെന്ന് വിചാരിക്കുക. ഡെൽറ്റ വി പോസിറ്റീവ് ആണെങ്കിൽ ആക്സലറേഷൻ എന്ത് തന്നെയായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. ഉറപ്പിച്ച് വെച്ചേക്കുക, മനസ്സിൽ ഉറപ്പിക്കുക. ഡെൽറ്റ വി പോസിറ്റീവ് ആണെങ്കിൽ ആക്സലറേഷൻ എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. ഇനി അതേപോലെ ഡെൽറ്റ വി നെഗറ്റീവ് ആണെങ്കിലോ, ഡെൽറ്റ വി നെഗറ്റീവ് ആണെങ്കിൽ ആക്സലറേഷൻ എന്ത് തന്നെയായിരിക്കും, നെഗറ്റീവ് തന്നെയായിരിക്കും. ഓക്കെ ഓക്കെ, സോ എപ്പോഴും ഒരു കാര്യം കൂടെ ആലോചിക്കുക. ആക്സലറേഷൻ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് റിട്ടാർഡേഷൻ ആണോ നിർബന്ധമില്ല. ഓക്കെ, ആക്സലറേഷൻ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താവണമെന്നില്ല, റിട്ടാർഡേഷൻ ആവണോ നിർബന്ധമില്ല. അതാണ് ഞാൻ കാണിച്ചു തരാം. ഡെൽറ്റ വി പോസിറ്റീവ് ആവുന്നൊരു കണ്ടീഷൻ പറയാം. ഇനിഷ്യലി ഒരു 2 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി ഉണ്ടായിരുന്നു. ഓക്കെ, ഇനി ഫൈനലി, അതായത് ഇനിഷ്യലി ഒരു 2 മീറ്റർ പെർ സെക്കൻഡ് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നേ, ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാ, അത് 4 മീറ്റർ പെർ സെക്കൻഡിലോട്ട് ആക്കാൻ പോവാ. സോ ഇവിടുന്ന് താണ്ടത് 4 മീറ്റർ പെർ സെക്കൻഡിലോട്ട് വെലോസിറ്റി ആയി. അതായത് ഡെൽറ്റ വി എന്തായി ഇവിടെ ശരിക്കും പറഞ്ഞാൽ, ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഫൈനൽ മൈനസ് വെലോസിറ്റി ഇനിഷ്യൽ, അതായത് 4 - 2 എത്ര, 2 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്ന വെലോസിറ്റി എന്ത് ചെയ്ത് ചേഞ്ച് ചെയ്യുന്നുണ്ട് അല്ലേ. അതായത് 2 മീറ്റർ പെർ സെക്കൻഡ് വന്നായിരുന്നു, ഒരു 2 മീറ്റർ പെർ സെക്കൻഡും കൂടെ ചേഞ്ച് ചെയ്തു. അപ്പം മൊത്തത്തിൽ എത്രയായി, 4 മീറ്റർ പെർ സെക്കൻഡ് ആയി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വെലോസിറ്റി എന്ത് ചെയ്തു, കൂടി അല്ലേ. വെലോസിറ്റി കൂടിയാൽ എന്തായി, ആക്സലറേഷൻ ആയി അല്ലോ. ഡെൽറ്റ വി ഇവിടെ പോസിറ്റീവാണ്, ആക്സലറേഷൻ എന്ത് തന്നെയാണ്, ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി. ഡെൽറ്റ വി പോസിറ്റീവ് ആണെങ്കിൽ ആക്സലറേഷൻ എന്ന് പറയുന്നത് എന്താ, ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി. ആക്സലറേഷൻ എന്ത് തന്നെയായിരിക്കും, പോസിറ്റീവ് തന്നെയായിരിക്കും. സോ ഇവിടെ ഡെൽറ്റ വി എന്താ, പോസിറ്റീവാ, ആക്സലറേഷൻ എന്ത് തന്നെയാ, പോസിറ്റീവാ. ഇവിടെ നമുക്ക് തന്നേക്കുന്ന വെലോസിറ്റീസ് രണ്ടും എന്ത് തന്നെയാ, പോസിറ്റീവാ. രണ്ടും അങ്ങോട്ട് വെലോസിറ്റീസ് രണ്ടും എന്താ, പോസിറ്റീവാ. സോ ഈ കണ്ടീഷൻ വരുക, തന്നേക്കുന്ന വെലോസിറ്റി പോസിറ്റീവാണ്, ഡെൽറ്റ വിയും പോസിറ്റീവാണ്. ഡെൽറ്റ വി പോസിറ്റീവാണ്, ഉറപ്പായിട്ടും എന്താണ്, ആക്സലറേഷൻ പോസിറ്റീവ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മനസ്സിലായി ബോഡി എന്ത് ചെയ്യുക, ബോഡി സ്പീഡപ്പ് ചെയ്യുക. കണ്ടോ, ബോഡിയുടെ സ്പീഡ് എന്ത് ചെയ്യുക, കൂടിക്കൊണ്ടിരിക്കുക അല്ലേ. തന്നെ നമുക്ക് കാണുമ്പോൾ അറിയില്ല, 2 മീറ്റർ 4 മീറ്റർ പെർ സെക്കൻഡ്. സോ ബോഡിയുടെ സ്പീഡ് എന്ത് ചെയ്യുക, കൂടിക്കൊണ്ടിരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ എന്താണ് ഇങ്ങനെ പറയുക, ഒരു ബോഡി ഇതാ ഇങ്ങോട്ട് വന്നേ, അതൊരു -4 മീറ്റർ പെർ സെക്കൻഡ് വന്നുകൊണ്ടിരുന്നത്. ഓക്കെ, സോ നെഗറ്റീവ് ഡയറക്ഷനിൽ വന്നുകൊണ്ടാണ് ഞാൻ എന്ത് പറഞ്ഞത്, -4 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞത്. സോ ഇങ്ങോട്ട് വന്നേ, നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ വന്നേ. സോ -4 മീറ്റർ പെർ സെക്കൻഡിൽ വന്നുകൊണ്ടിരുന്നത്. അതിൻ്റെ വെലോസിറ്റി ഒരു -6 മീറ്റർ പെർ സെക്കൻഡ്. അപ്പം ശരിക്കും പറഞ്ഞാൽ വെലോസിറ്റി കൂടുകയെന്നോ കുറയുകയെന്നോ ചെയ്തത്, ഉറപ്പായിട്ടും വെലോസിറ്റി എന്ത് ചെയ്യുക തന്നെ ഇത് കൂടുക ചെയ്തത്. -4 മീറ്റർ പെർ സെക്കൻഡ് വന്നുകൊണ്ടിരുന്നതായിരുന്നു, അതെന്തായി -6 മീറ്റർ പെർ സെക്കൻഡ് ആയി. വെലോസിറ്റി ഉറപ്പായിട്ടും എന്ത് ചെയ്താൽ തന്നെ ചെയ്തത്, കൂടുക തന്നെ ചെയ്തത്. ഓക്കെ, സോ വെലോസിറ്റി എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്യാനായി. ഡയറക്ഷൻ ഇതായതുകൊണ്ട് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്തത്, നെഗറ്റീവ് മെൻഷൻ ചെയ്തത്. അപ്പോൾ ഇവിടുത്തെ ഡെൽറ്റ വി എന്താ, ഈ കേസിലെ ഡെൽറ്റ വി എന്താ, ഈ കേസ് തന്നേക്കുന്ന വെലോസിറ്റീസ് രണ്ടും എന്താ, നെഗറ്റീവാണ്. ഡെൽറ്റ വി എന്താ, ഡെൽറ്റ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി അല്ലയോ, വി ഫൈനൽ മൈനസ് വി ഇനിഷ്യൽ. അതായത് -6 ഫൈനൽ എന്ന് പറഞ്ഞാൽ -6. ഇനിഷ്യലി എത്ര ഉണ്ടായിരുന്നു, -4 വന്നത് ഇല്ലയോ. സോ -6 -4. സോ ഇതെന്താ, +4 എന്നാണ്. വിച്ച് ഈസ് എന്ത് കിട്ടും, -2 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. സോ ചേഞ്ച് ആയത് എത്ര, -2 മീറ്റർ പെർ സെക്കൻഡ്. അതായത് 2 മീറ്റർ പെർ സെക്കൻഡ് എങ്ങോട്ട് ചേഞ്ച് ആയി, ഇങ്ങോട്ട് കൂടി. ഓക്കെ, -4 വന്നായിരുന്നു, ഒരു -2 കൂടെ വെലോസിറ്റി കൂടി. സോ -6 ആയി. സോ -2 മീറ്റർ പെർ സെക്കൻഡ് എന്ത് ചെയ്ത്, വെലോസിറ്റി ചേഞ്ച് ചെയ്തു. ഓക്കെ, സോ ഇവിടെ ഡെൽറ്റ വി എന്താ, ഡെൽറ്റ വി നെഗറ്റീവ് അല്ലയോ. സോ വി നെഗറ്റീവ്, ഡെൽറ്റ വി നെഗറ്റീവ്. ഓക്കെ, ആക്സലറേഷൻ ഉറപ്പായിട്ടും എന്തായിരിക്കും, ഡെൽറ്റ വി നെഗറ്റീവ് ആണെങ്കിൽ ആക്സലറേഷൻ എന്ത് തന്നെയായിരിക്കും, നെഗറ്റീവ് തന്നെയായിരിക്കും. പക്ഷേ ഈ കണ്ടീഷനിൽ ഇതാണ് ഇങ്ങനൊരു കണ്ടീഷൻ വരിക, തന്നേക്കുന്ന വെലോസിറ്റീസ് നെഗറ്റീവാ, ഡെൽറ്റ വി നെഗറ്റീവാ. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ട് ആക്സലറേഷൻ തന്നെയാണ്, നെഗറ്റീവ് തന്നെയാണ്. ഈ കണ്ടീഷന് ശരിക്കും ബോഡിക്ക് എന്താ സംഭവിച്ചത്, ഒന്നാലോചിച്ച് ബോഡിയുടെ സ്പീഡ് എന്ത് ചെയ്യുക, കൂടുതൽ ചെയ്തത്. അതായത് ബോഡി എന്ത് ചെയ്തു, ആക്സലറേറ്റ് ചെയ്തു. കണ്ടോ, ആക്സലറേഷൻ്റെ വാല്യൂ നമുക്ക് നെഗറ്റീവായിട്ടാണ് കിട്ടിയത്, പക്ഷേ ബോഡി എന്ത് ചെയ്ത, ആക്സലറേറ്റ് ചെയ്യുക. അതായത് ബോഡിയുടെ സ്പീഡ് എന്ത് ചെയ്യുക, കൂടുക ചെയ്തത് ഇല്ലയോ. സോ ബോഡി എന്ത് ചെയ്തു, ഇവിടെയും സ്പീഡ്സ് ആണ്. സോ ഓർത്ത് വെച്ചേക്കുക കണ്ടീഷൻ, തന്നേക്കുന്ന വെലോസിറ്റീസ് നെഗറ്റീവ്, ഡെൽറ്റ വി നെഗറ്റീവ്, ആക്സലറേഷൻ നെഗറ്റീവ്. ഇത് പ്രത്യേകം പഠിക്കേണ്ട ആവശ്യമില്ല, കാരണം ഡെൽറ്റ വി പോസിറ്റീവ് ആണെങ്കിൽ ആക്സലറേഷൻ പോസിറ്റീവ്, ഡെൽറ്റ വി നെഗറ്റീവ് ആണെങ്കിൽ ആക്സലറേഷൻ നെഗറ്റീവ്. സോ ഈ ഒരു കണ്ടീഷൻ വരിക, തന്നേക്കുന്ന വി നെഗറ്റീവ്, ഡെൽറ്റ വി നെഗറ്റീവ്. അങ്ങനെയാണെങ്കിൽ ബോഡി എന്താ, സ്പീഡപ്പ് ചെയ്യുക.
തന്നേക്കുന്ന വെലോസിറ്റി പോസിറ്റീവ്, ഡെൽറ്റ വിയും പോസിറ്റീവ്, അങ്ങനെയാണെങ്കിൽ ബോഡി എന്ത് ചെയ്യുക? സ്പീഡപ്പ് ചെയ്യുക. ഇനി അടുത്തൊരു വേറൊരു കണ്ടീഷൻ നോക്കിയേ. ഒരു -4 മീറ്റർ/സെക്കൻഡ് വന്നെയായിരുന്നു, അതെന്തായി? ഒരു -2 മീറ്റർ/സെക്കൻഡായി. ഓക്കെ, -4 മീറ്റർ/സെക്കൻഡ് വന്നെയായിരുന്നു, അത് -2 മീറ്റർ/സെക്കൻഡായി. കാണുമ്പോഴേ അറിയാം ബോഡി എന്ത് ചെയ്തു? സ്ലോസ് ഡൗൺ. ഓക്കെ, ഇവിടുത്തെ ഡെൽറ്റ വി എടുത്ത് നോക്കുക, എന്ത് കിട്ടും? ഇവിടുത്തെ തന്നേക്കുന്ന വി നെഗറ്റീവാണ്, ഇവിടുത്തെ ഡെൽറ്റ വി എടുക്കുമ്പോൾ എന്ത് കിട്ടുമെന്ന് അറിയാമോ? അത് പോസിറ്റീവായിട്ട് കിട്ടും. സോ ആക്സലറേഷൻ നമുക്ക് എന്തായിട്ട് കിട്ടും? പോസിറ്റീവായിട്ട് കിട്ടും. ഓക്കെ ആണോ? ഓക്കെ, സോ ചെയ്ത് നോക്ക്. -4 ഫൈനൽ എന്ന് പറഞ്ഞാൽ -2 ആണ്. സോ -2 -4 എന്ന് പറയുമ്പോൾ +4 വരും. സോ ഡെൽറ്റ വി എന്ത് കിട്ടും? 2 മീറ്റർ/സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ, സോ ഡെൽറ്റ വി പോസിറ്റീവ്, ആക്സലറേഷൻ ബോഡി സ്ലോസ് ഡൗൺ. അങ്ങനെയാണെങ്കിൽ വേറൊരു കണ്ടീഷൻ എഴുതാം. അങ്ങോട്ട് പോകുന്ന കണ്ടീഷൻ എഴുതാം. 4 മീറ്റർ/സെക്കൻഡ് അത് 2 ആയി, അല്ലയോ? 4 ഉണ്ടായിരുന്നത് 2 ആയി. അങ്ങനെയാണെങ്കിൽ തന്നേക്കുന്ന വെലോസിറ്റീസ് എല്ലാം പോസിറ്റീവ്. ഡെൽറ്റ വി എന്തുവാ? ഡെൽറ്റ വി നെഗറ്റീവ്, അല്ലയോ? ഫൈനൽ 2 ആ, ഇനിഷ്യൽ 4 ആയിരുന്നു. സോ ഡെൽറ്റ വി എന്തായി? നെഗറ്റീവായി. ആക്സലറേഷനും എന്തായി? നെഗറ്റീവായി. സോ ഈ കണ്ടീഷനിൽ ബോഡി എന്താ ചെയ്യുന്നത്? ബോഡി സ്ലോസ് ഡൗൺ. ഓക്കെ, സോ മാച്ച് ചെയ്യാനൊക്കെ ചിലപ്പം ചോദിച്ചെന്നിരിക്കാം. ഓക്കെ, അപ്പോൾ കണ്ടീഷൻ ഓർത്ത് വെച്ചേക്കുക. ഒരു എക്സാമ്പിൾ വെച്ച് മനസ്സിലാവാൻ ഈസി ആയിട്ട് പറഞ്ഞതാണ്. നിങ്ങളിങ്ങനെ ആലോചിച്ചാൽ മതി. വി പോസിറ്റീവ്, ഡെൽറ്റ വി പോസിറ്റീവ്, സ്പീഡപ്പ്. വി നെഗറ്റീവ്, ഡെൽറ്റ വി നെഗറ്റീവ്, സ്പീഡപ്പ്. വി പോസിറ്റീവ്, ഡെൽറ്റ വി നെഗറ്റീവ്, അങ്ങനെ ആണെങ്കിൽ സ്ലോസ് ഡൗൺ. ഇനി അല്ലെങ്കിൽ വി നെഗറ്റീവ്, ഡെൽറ്റ വി പോസിറ്റീവ്, അങ്ങനെ വന്നാലും സ്ലോസ് ഡൗൺ. ഓക്കെ ആണോ? ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു കാര്യം പ്രത്യേക ആലോചിക്കുക, ഡെൽറ്റ വി പോസിറ്റീവ് ആണെങ്കിൽ ആക്സലറേഷൻ പോസിറ്റീവ്, ഡെൽറ്റ വി നെഗറ്റീവ് ആണെങ്കിൽ ആക്സലറേഷനും നെഗറ്റീവ്. അപ്പോൾ ഈ കാര്യം കൂടെ ആലോചിച്ച് നോക്കുക. ആക്സലറേഷൻ നെഗറ്റീവ് ആണെങ്കിൽ അതിൻ്റെ മീനിങ് അത് റിട്ടാർഡ് ചെയ്യുവാണെന്നല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ കൈനമാറ്റിക് ഇക്വേഷൻസ് ഒക്കെ ഒന്ന് എഴുതി നോക്കാം. കൈനമാറ്റിക് ഇക്വേഷൻസ് ഏതൊക്കെയാണ്? നിങ്ങൾക്ക് അറിയാവുന്ന ഇക്വേഷൻസാണ്. അത് നോക്കിയാൽ ഇതെല്ലാം വെക്ടർ ഇക്വേഷൻസാണ്. വി ഈസ് ഈക്വൽ ടു യു പ്ലസ് AT. ഓക്കെ, കാരണം വെക്ടർ ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ ഇമ്പോർട്ടൻ്റാ. നിങ്ങൾ സൈൻ കൺവെൻഷൻ എന്ത് ചെയ്യണം? കൃത്യമായി യൂസ് ചെയ്യണം. ഒന്നുമില്ല, മുകളിലോട്ടുള്ളതെല്ലാം പോസിറ്റീവ്, 1 ഡയമെൻഷൻ ഇത് പഠിച്ചാൽ മതി. താഴോട്ടുള്ളതെല്ലാം നെഗറ്റീവായിട്ട് അങ്ങ് എടുക്കുക, വലത്തോട്ടുള്ളതെല്ലാം പോസിറ്റീവായിട്ട് എടുക്കുക, ഇടത്തോട്ടുള്ളതെല്ലാം നെഗറ്റീവായിട്ട് എടുക്കുക. നമ്മൾ ചെയ്യാറുള്ളത് നമ്മുടെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമ്മൾ ഇത് തന്നെയല്ലേ ചെയ്യുന്നത്? എക്സ് ആക്സിസ് പോസിറ്റീവ്, വൈ ആക്സിസ് എല്ലാം പോസിറ്റീവ്, താഴോട്ടുള്ളതെല്ലാം നെഗറ്റീവ്, വലത്തോട്ടുള്ളത് പോസിറ്റീവ്, ഇടത്തോട്ടുള്ളത് നെഗറ്റീവ്. ഓക്കെ, സോ വി ഈസ് ഈക്വൽ ടു എന്താ? യു പ്ലസ് AT ഒരു ഇക്വേഷൻ. അതുപോലെ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2AS, അല്ലയോ? വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈസ് ഈക്വൽ ടു 2AS എന്നും വിളിക്കാം. സോ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2AS. അടുത്തത് വി ഈസ് ഈക്വൽ ടു യു പ്ലസ് AT. അടുത്തത് എസ് ഈസ് ഈക്വൽ ടു UT പ്ലസ് ഹാഫ് AT സ്ക്വയർ. ഓക്കെ, സോ ഇത്ര ഇക്വേഷൻസ് എന്താ? വളരെ ഇമ്പോർട്ടൻ്റാ. ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൈനമാറ്റിക്സിലെ ഒരുവിധം പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഇക്വേഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ 2Dയിലുള്ള ഇക്വേഷൻസ് മറ്റേ ഗ്രാഫിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കത് അടുത്ത ലെക്ചറിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഗ്രാഫും ഇതിന് 2 ഡയമെൻഷൻ മോഷനും എല്ലാം നമ്മൾ എന്ത് ചെയ്യും? മോഷനെ പ്ലെയിനകത്ത് നമ്മൾ എന്ത് ചെയ്യും? ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ ഇക്വേഷൻസ് ഓർത്ത് വെക്കുക. വി ഈസ് ഈക്വൽ ടു യു പ്ലസ് AT, വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2AS, എസ് ഈസ് ഈക്വൽ ടു UT പ്ലസ് ഹാഫ് AT സ്ക്വയർ. അറിയാം, ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല. നമുക്ക് ഇക്വേഷൻസ് എല്ലാം എന്ത് ചെയ്യാവുന്നതാണ്? അറിയാവുന്ന ഇക്വേഷൻസാണ്. അതുപോലെ വേണമെങ്കിൽ ഇതാണ്ട് നോക്കിയേ. ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? dV/dt. ഇതിന് എനിക്ക് താണ്ട് ഇങ്ങനെ എഴുതാം, dV/dx ഇൻറ്റു dx/dt. ഇങ്ങനെയും ഇക്വേഷൻ എഴുതാം. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു ആക്സലറേഷൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ നേരത്തെ കണ്ട ഫംഗ്ഷൻസ് എല്ലാം വിത്ത് റെസ്പെക്ട് ടു ടൈമിലുള്ള ഫംഗ്ഷൻസ് ആയിരുന്നു. A ഈസ് ഈക്വൽ ടു 3t സ്ക്വയർ പ്ലസ് 9 അങ്ങനെയൊക്കെ ആയിരുന്നു. ചിലപ്പോൾ ആക്സലറേഷൻ എന്ത് തരാം? A ഈസ് ഈക്വൽ ടു 3h സ്ക്വയർ പ്ലസ് എക്സിൻ്റെ ടൈംസിലൊക്കെ നമുക്ക് എന്ത് തരാം? ചിലപ്പം ആക്സലറേഷൻ്റെ ഇക്വേഷൻ തന്നിരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മാർഗ്ഗമായത്. ഓക്കെ, സോ ഇത് പഠിച്ച് വെച്ചിരുന്നാൽ മതി, ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരുന്നാൽ മതി. A ഈസ് ഈക്വൽ ടു dV/dt. dV/dt എനിക്ക് dV/dx ഇൻറ്റു dx/dt എന്ന് എഴുതാം. ശരിക്കും പറഞ്ഞാൽ ഈ dxും കട്ട് ചെയ്ത് dV/dt തന്നെ കിട്ടത്തില്ലയോ? അത് ശരിക്കും അതല്ല, അങ്ങനെ ആലോചിക്കാം. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു dV/dx ഇൻറ്റു dx/dt എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം അതെന്താ? അത് വെലോസിറ്റി. സോ v ഇൻറ്റു dV/dx. ഇങ്ങനെയും ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഈ കൈനമാറ്റിക്സിൻ്റെ കുറച്ച് പ്രോബ്ലംസ് നമുക്ക് എന്ത് ചെയ്യാം? നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം.
ഓക്കെ, ഇവിടെ നോക്കിയാൽ ഇവിടെ എൻ്റെ കയ്യിലൊരു ബോൾ ഇരിപ്പുണ്ട്. ഒരു 20 മീറ്റർ പെർ സെക്കൻഡിൽ ബോളിനെ ഞാൻ എന്ത് ചെയ്യുക, മുകളിലോട്ട് എടുത്തെറിയുക. അങ്ങനെയാണെങ്കിൽ ഇത് എത്തുന്ന മാക്സിമം ഹൈറ്റ് എത്ര ആണെന്ന് കണ്ടുപിടിക്കാൻ ചോദിക്കുക. എച്ച് എത്ര ആയിരിക്കും, എത്ര ഹൈറ്റിൽ അത് എന്ത് ചെയ്യും, പൊങ്ങി എത്തുമെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഈ എടുത്തെറിയുന്ന 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്ന ഇനിഷ്യൽ വെലോസിറ്റി മാത്രം മതി നമുക്ക് എന്ത് ചെയ്യാൻ, ബോൾ എത്ര ഹൈറ്റിൽ എത്തുമെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ, കണ്ടുപിടിക്കാനായിട്ട് അല്ലയോ. സോ നമുക്ക് അതിന് ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം? നമ്മുടെ കയ്യിൽ വേണ്ടുന്ന സാധനം ആരാ, ഡിസ്റ്റൻസ് വേണം അല്ലേ. കൈനമാറ്റിക്സ് ഇക്വേഷൻസിനകത്ത് പറഞ്ഞ ആൾക്കാരെല്ലാം നിങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാരാ. വിയും യുവും എയും ടിയും എസും ഒക്കെ എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല അല്ലേ. സോ നോക്കിയേ, 20 മീറ്റർ പെർ സെക്കൻഡിൽ എടുത്തെറിഞ്ഞു. ഇനിഷ്യൽ വെലോസിറ്റി യു ആണ് എന്ത് തന്നിരിക്കുന്നത്, 20 മീറ്റർ പെർ സെക്കൻഡ് തന്നിരിക്കുന്നത്. അത് പ്ലസ് ആണോ മൈനസ് ആണോ, മുകളിലോട്ടാ പ്ലസ്സാ, ഓക്കെ പ്രശ്നമില്ല. ഇനി ഹൈറ്റ് നമുക്ക് കണ്ടുപിടിക്കണം, മുകളിലോട്ടുള്ള ഹൈറ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. ആകെ തന്നിരിക്കുന്നത് ഇതാണ്. ഏത് ഇക്വേഷൻ അറിയാം നമുക്ക്? ഇനി ഒരാളെയും കൂടെ അറിയാം, ആക്സിലറേഷൻ നമുക്കറിയാം. കാരണം എന്താ, ഇവിടെ ആക്സിലറേഷൻ കൊടുക്കുന്നത് ഒരേ ഒരു ആളാരാ, നമ്മുടെ ഗ്രാവിറ്റി എല്ലാ വസ്തുക്കളെയും എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, താഴോട്ട് പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുക. സോ ആ ആക്സിലറേഷൻ ആക്ട് ചെയ്യുന്ന എങ്ങോട്ടാ, താഴോട്ടാ. സോ അതെന്താ, -10 ആയിട്ട് അസ്യൂം ചെയ്യുക. 9.8 ആയിട്ടായിരിക്കും, ചിലപ്പോൾ 10 ആയിട്ടായിരിക്കും. 10 ആണെങ്കിൽ 10 എന്ന് എടുത്ത് നിങ്ങളത് എന്ത് ചെയ്യും, ക്വസ്റ്റിന് പറഞ്ഞേക്കും എന്ത് അസ്യൂം ചെയ്യണം എന്നുള്ള ക്വസ്റ്റിന് ഉറപ്പായിട്ട് എടുത്ത് പറഞ്ഞിരിക്കും. ഓക്കെ, സോ ഞാനിവിടെ എന്ത് ചെയ്യുക, -10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് അസ്യൂം ചെയ്യുക. 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിൽ എന്ത് ചെയ്യുക, താഴോട്ട് പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുക. സോ ആക്സിലറേഷൻ താഴോട്ടാണ്, എല്ലാ ബോഡിയെ ഭൂമി താഴോട്ട് പിടിച്ച് വലിക്കുക. സോ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഡയറക്ഷൻ എന്ത് ചെയ്യും, താഴോട്ട് എടുക്കും. ഓക്കെ, സോ A -10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇത് കണക്ട് ചെയ്യുന്ന ഇക്വേഷൻസ് ഏതെങ്കിലും ഉണ്ടോ? ഉണ്ട്, ഒരു ഇക്വേഷൻ ഉണ്ട്. v² ഈസ് ഈക്വൽ ടു u² പ്ലസ് 2as. ഈ എസ് എൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, എത്ര ഹൈറ്റിൽ പോയി എന്നുള്ള ഈ എസ് എൽ കണ്ടുപിടിക്കേണ്ടത്. ഇതെന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസാണ്. ആ എസ് എൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആണ്. ഇനി ഈ വി ഇല്ല, ഫൈനൽ വെലോസിറ്റി ഇല്ല. നിങ്ങൾക്ക് ഇങ്ങനൊരു കൺസെപ്റ്റ് അറിഞ്ഞൂടെ, ഇവിടുന്ന് എടുത്തെറിഞ്ഞു, ഈ ബാൾ എടുത്തെറിഞ്ഞ് ഏറ്റവും ടോപ്പിൽ ഹൈറ്റിലെത്തുന്നു. ആ ഒരു പോയിന്റിൽ അത് എന്ത് ചെയ്യും, മൊമെന്ററിലി എന്ത് ചെയ്യുമെന്ന് റെസ്റ്റ് ചെയ്തിരിക്കും. കണ്ടോ, ഈ ബോഡി ഇങ്ങനെ പോയി ഏറ്റവും ടോപ്പ് ഹൈറ്റിലെത്തുമ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ വെലോസിറ്റി ഒന്ന് 0 ആവും. പിന്നെ അതിൻ്റെ വെലോസിറ്റി എങ്ങോട്ട് ചേഞ്ച് ചെയ്യും, താഴോട്ട് ചേഞ്ച് ചെയ്യും. സോ മേളിലോട്ട് പൊയ്ക്കൊണ്ടിരുന്ന ഒരു വസ്തുവിൻ്റെ വെലോസിറ്റി ചേഞ്ച് ചെയ്താൽ എന്ത് ചെയ്യുന്നു, താഴോട്ട് വരുന്നു. സോ ആ മേളിലോട്ട് പോയിക്കൊണ്ടിരുന്നതിൽ നിന്ന് താഴോട്ടുള്ള ആ ചേഞ്ചിൻ്റെ ഇടയ്ക്ക് അത് എന്ത് ചെയ്യുമെന്ന്, അവിടെ നിന്ന് മൊമെന്ററിലി റെസ്റ്റ് ആവും. ഓക്കെ, നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ കണ്ടായിരുന്നില്ലേ, മൊമെന്ററിലി റെസ്റ്റ് ആവുക എന്ന് പറയുന്നത്. സോ ഇതൊരു കണ്ടീഷനാണ്. സോ മേളിലോട്ട് പോകുന്നു, വെലോസിറ്റി ചേഞ്ച് ചെയ്ത് താഴോട്ടാവുന്നു. സോ മൊമെന്ററിലി എന്ത് ചെയ്യുന്നു, വെലോസിറ്റി ഒന്ന് 0 ആവുന്നത് പോലെ ഫീൽ ചെയ്യുന്നു. നിങ്ങളൊരു ബാൾ എടുത്ത് മേളിലോട്ട് എറിഞ്ഞാൽ പോലും നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഫൈനൽ വെലോസിറ്റി എന്താ, മുകളിലെത്തുമ്പോൾ ഫൈനൽ വെലോസിറ്റി എന്താ, 0 ആണ്. സോ 0 ഈസ് ഈക്വൽ ടു ഇനിഷ്യൽ വെലോസിറ്റി നമുക്കറിയാം 20 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. സോ 20 മീറ്റർ പെർ സെക്കൻഡ്, 20യുടെ സ്ക്വയർ എടുക്കുമ്പോൾ 400. ഇനി പ്ലസ് 2 ഇൻറ്റു ആക്സിലറേഷൻ -10 ഇൻറ്റു എസ്. സോ ഇതിനെ മൊത്തത്തിൽ ഇപ്പുറം കൊണ്ടുവരാം. സോ 20s ഈസ് ഈക്വൽ ടു 400 എന്ന് കിട്ടും. 0 ക്യാൻസൽ. 40 ഡിവൈഡഡ് ബൈ 2 എത്ര, 20. സോ s ഈസ് ഈക്വൽ ടു എത്ര, 20 മീറ്റർ എന്ന് ആൻസർ കിട്ടും. സോ ഈ ഹൈറ്റ് എത്ര, ഈ ഹൈറ്റ് കിട്ടും, അല്ലെങ്കിൽ ഈ ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും 20 മീറ്റർ. ഓക്കെ അതെ, ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ചോദിച്ചേക്കുന്നത് ടൈം ടേക്കൺ ടു റീച്ച് മാക്സിമം ഹൈറ്റ്. എത്ര സമയത്തിൽ അതെന്ത് ചെയ്യും, മുകളിലെത്തുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര സമയം കൊണ്ട് ഇത് താഴ്ന്ന് എന്ത് ചെയ്യും, മുകളിലെത്തുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ടൈമും കൂടെ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ഏതാ, നമുക്ക് ഈ ഇക്വേഷൻ എഴുതാം. v ഈസ് ഈക്വൽ ടു u പ്ലസ് at എഴുതാം. കാരണം ഇവിടെ ഒരു ടൈം ഉണ്ട്, എയും നമുക്കറിയാം, വി നമുക്കറിയാം. കാരണം എന്താ, മൊമെന്ററിലി റെസ്റ്റിലാവും ഏറ്റവും മേളിൽ ചെല്ലുന്ന സമയത്ത്. ആ സമയത്ത് വെലോസിറ്റി എന്താ, 0. യു നമുക്കറിയാം, എടുത്തെറിഞ്ഞ വെലോസിറ്റി. സോ ഇട്ട് കൊടുക്കുക, 0 ഈസ് ഈക്വൽ ടു യു എത്ര, 50 -10 ഇൻറ്റു ടൈം. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ടൈം വിച്ച് ഈസ് ഈക്വൽ ടു 10t ഈസ് ഈക്വൽ ടു 50. അതായത് t ഈസ് ഈക്വൽ ടു 5 സെക്കൻഡ്. t ഈസ് ഈക്വൽ ടു 5 സെക്കൻഡ്. ഓക്കെ, അതുപോലെ ഇവിടെ എന്താ ചോദിച്ചേക്കുന്നത്, ടൈം ടേക്കൺ ടു ഹിറ്റ് ദ ഗ്രൗണ്ട്. അത് നമുക്ക് കണ്ണുകൂട്ടി പറയാമല്ലോ. മുകളിലോട്ട് പോയി മാക്സിമം ഹൈറ്റിൽ എത്തുന്നത് വരെയുള്ളത് നമ്മൾ തൊട്ട് മുന്നേ കണ്ടുപിടിച്ച് 5 ആണ്. അങ്ങനെയാണെങ്കിൽ പറയാം താഴോട്ടെത്താനും എത്ര തന്നെ എടുക്കും, 5 തന്നെ എടുക്കും. സോ ടോട്ടൽ ടൈം എത്ര, 10 സെക്കൻഡ് എടുക്കും. അപ്പോൾ അതിൽ നമുക്ക് ഇങ്ങനെ ഒരു റിലേഷൻ എഴുതാം, ടൈം ഓഫ് അസെൻറ്റ് ഈസ് ഈക്വൽ ടു ടൈം ഓഫ് ഡിസെൻറ്റ്.
ഓക്കെ, ഇങ്ങനെ ഒരു റിലേഷൻ ഉണ്ടാക്കാം. അസെൻഡ് ചെയ്യാൻ എടുക്കുന്ന അതേ സമയം തന്നെ ആയിരിക്കും തോന്നുന്നത് ഡിസെൻഡ് ചെയ്യാൻ എടുക്കുന്നത്. സോ ഞാനിത് എന്തായാലും നമ്മുടെ ഇക്വേഷൻ യൂസ് ചെയ്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഒന്ന് എഴുതി നോക്കാം. വി ഈസ് ഈക്വൽ ടു എന്താ, യു പ്ലസ് എ ടി. ഫൈനൽ വെലോസിറ്റി എത്ര, ഇവിടെയാണ് ഇമ്പോർട്ടൻറ്റ്. ഫൈനൽ വെലോസിറ്റി എത്ര റീച്ച് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇത് മുകളിൽ പോയി താഴെ വന്നു, കണ്ടോ, താഴെ ഗ്രൗണ്ടിൽ ഹിറ്റ് ചെയ്യുന്നതിന് മുന്നേ ഒരു വെലോസിറ്റി ഉണ്ട്. ഇത് ആ വെലോസിറ്റി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റാണ്. ഞാൻ എടുത്തെറിഞ്ഞ വെലോസിറ്റി എത്ര, 50 മീറ്റർ പെർ സെക്കൻഡ്. ഇവിടെ ഏത് വെലോസിറ്റി ആണോ ഉള്ളത് അതേ ലെവലിൽ ഉള്ള വെലോസിറ്റി എവിടെ കിട്ടും, കണ്ട് ഇവിടെ കിട്ടും. ഫോർ എക്സാമ്പിൾ ഇവിടെ ഇരിക്കുമ്പോൾ ബോളിന് ഒരു വെലോസിറ്റി ഉണ്ട്, മുകളിലോട്ടൊരു വെലോസിറ്റി ഉണ്ട്. അതേ വെലോസിറ്റി തന്നെ ആയിരിക്കും തോന്നുന്നത് അതേ ലെവലിൽ ബോൾ താഴോട്ട് വരുമ്പോൾ ഈ പോയിന്റിലുള്ളത്. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, അവിടെ മുകളിലോട്ടാണ് ഡയറക്ഷൻ എങ്കിൽ ഇവിടെ എന്തായിരിക്കും, താഴോട്ടായിരിക്കും ഡയറക്ഷൻ. മാഗ്നിറ്റ്യൂഡ് എപ്പോഴും എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഞാനൊരു ബോൾ എടുത്തെറിയുമ്പോൾ ബോളിന് ഇവിടെ എത്തുമ്പോൾ ഒരു വെലോസിറ്റി ഉണ്ട്. അതേ വെലോസിറ്റി എപ്പോൾ കിട്ടും, ഈ ബോൾ ഇങ്ങനെ മേളിൽ പോയി തിരിച്ച് അതേ ലെവലിൽ എത്തുമ്പം അവിടെ എത്തുമ്പോൾ ഉള്ള വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് എന്ത് തന്നെയായിരിക്കും, സെയിം തന്നെയായിരിക്കും. ഓക്കെ, സെയിം തന്നെയായിരിക്കും. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, ഡയറക്ഷൻ എന്തായിരിക്കും, ഇത് മുകളിലോട്ടാണ്, ഇത് എന്തായിരിക്കും, താഴോട്ടായിരിക്കും. പക്ഷെ മാഗ്നിറ്റ്യൂഡ് രണ്ടും എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഓക്കെ, കൺസെപ്റ്റ് ഓർത്ത് വെച്ചേക്കുക. അങ്ങനെയാണെങ്കിൽ പറ, ഇവിടെ എത്തുമ്പോൾ വെലോസിറ്റി എത്ര, അത് 50 മീറ്റർ പെർ സെക്കൻഡ് താഴോട്ട് അല്ലയോ, താഴോട്ട്. സോ വി എത്ര, -50 എന്ന് എഴുതാം. മുകളിലോട്ടുള്ളതെല്ലാം പോസിറ്റീവ്, താഴോട്ടുള്ളതെല്ലാം നെഗറ്റീവ്. സോ ഇതെന്ത് ചെയ്യാം, വി എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എത്ര, -50 എന്ന് എഴുതാം. താഴെ എത്തുമ്പോൾ കാര്യമില്ലേ വേണ്ടുന്നത്. സോ മുകളിൽ പോയി താഴെത്തി, ഫൈനൽ പോയിന്റ് ഏതാ, ഇതാ. സോ ഫൈനൽ പോയിന്റിലെ വെലോസിറ്റി അത് എത്ര കിട്ടി, -50 കിട്ടി. സോ -50 ഈസ് ഈക്വൽ ടു ഇനിഷ്യൽ വെലോസിറ്റി എത്ര തന്നെയാണ്, 50 തന്നെ, -10t. അപ്പുറത്തോട്ടുണ്ടോ അല്ലെ, അപ്പുറത്തോട്ടുണ്ടോ. സോ 10t ഈസ് ഈക്വൽ ടു ഇതിനപ്പുറത്തോട്ട് കൊണ്ടുമ്പോൾ 50 എന്തായി, 100ആയി. 0 വെട്ടി, ടി ഈസ് ഈക്വൽ എത്ര, 10 സെക്കൻഡ്. ഓക്കെ 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 A particle starting from rest attains a velocity of 50 meter per second in 5 seconds. The acceleration of the particle is a simple question. Okay, then ഇതൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് question. A particle starting from rest attains a velocity of 50 meter per second in 5 seconds. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ എന്തൊക്കെയാ, ഇതാ നോക്കിയേ, പാർട്ടിക്കിൾ സ്റ്റാർട്ട് ചെയ്ത് റെസ്റ്റ് ചെയ്യുന്നതാണ്. സോ u is equal to 0. അറ്റൈൻസ് എ വെലോസിറ്റി ഓഫ്, അതായത് ഫൈനലി അത് എത്ര വെലോസിറ്റി കിട്ടുന്നുണ്ട്, 50 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി കിട്ടുന്നുണ്ട്. സോ v is equal to 50. അതേപോലെ തന്നെ എന്താ, അതിനെടുത്ത സമയം എത്രയാ, 5 സെക്കൻഡ്. സോ 5 സെക്കൻഡ്, t is equal to 5 സെക്കൻഡ് തന്നിട്ടുണ്ട്. ഇനി എന്താ, ആക്സിലറേഷൻ ഓഫ് ദ പാർട്ടിക്കിൾ ഈസ് എ ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മൾ കൈനമാറ്റിക് ഇക്വേഷൻസ് കണ്ടായിരുന്നു. ഏത് ഇക്വേഷൻ വെച്ചിട്ടാണ് ഇതെല്ലാം കൂടെ കണക്ട് ചെയ്യാൻ പറ്റുന്നത്, v is equal to u plus at. ഈസി ആയിട്ട് കണക്ട് ചെയ്തൂടെ, v is equal to u plus at. അതിൽ നമുക്ക് ആരെ കണ്ടുപിടിക്കാം, നമുക്ക് അറിഞ്ഞൂടാത്ത ആക്സിലറേഷനെ കണ്ടുപിടിക്കാം. v is equal to എത്ര, 50 is equal to ഇനിഷ്യൽ വെലോസിറ്റി എത്ര, 0 പ്ലസ് a into t എത്ര, 5. സോ ആൻസർ എന്ത് കിട്ടും, 50 is equal to 5a. a is equal to എന്ത് കിട്ടും, a is equal to 10 meter per second square. ഓക്കെ, സോ a is equal to എന്ത് കിട്ടി, 10 meter per second square കിട്ടി, 10 meter per second square. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, a stone is thrown downward with a velocity of 10 meter per second from the roof of a building and it reaches the ground with a speed of 40 meter per second. The height of the building will be. Okay, സോ ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു, ആ ബിൽഡിങ്ങിൻ്റെ മണ്ടയിൽ നിന്ന് ആരോ കല്ലെടുത്ത് താഴോട്ട് എറിഞ്ഞ വെലോസിറ്റി u, ഇനിഷ്യലി ഉള്ള വെലോസിറ്റി, തുടക്കത്തിലുള്ള വെലോസിറ്റി u ഈസ് ഈക്വൽ ടു, എറിഞ്ഞ വെലോസിറ്റി എത്രയാണെന്നാണ് പറഞ്ഞേക്കുന്നത്, എറിഞ്ഞ വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലയോ. സോ ഇത് താഴോട്ടല്ലേ, താഴോട്ടാണെങ്കിൽ എന്ത് ഉപയോഗിച്ചാൽ മതി, അങ്ങ് മൈനസ് ഉപയോഗിച്ചാൽ. സോ -10 മീറ്റർ പെർ സെക്കൻഡ് ആണ് ഇനിഷ്യൽ വെലോസിറ്റി. ഇനി അതേപോലെ അത് താഴെ റീച്ച് ചെയ്ത വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി എന്നിട്ടുണ്ട് v is equal എത്ര, 40 മീറ്റർ പെർ സെക്കൻഡ്. സോ എന്ത് ഉപയോഗിക്കാം, -40 ഉപയോഗിക്കാം, കാരണം താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ. സോ താഴോട്ടാണ് മെഷർ ചെയ്യുന്നത്. സോ -40 മീറ്റർ പെർ സെക്കൻഡ്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്, ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ്, ഹൈറ്റ്, ഈ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് ആണ് എന്ത് ചെയ്തേക്കുന്നത്, ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം വിയും യുവും തന്നിട്ടുണ്ട്. എ നമുക്ക് ആൾറെഡി അറിയാം, എ ഈസ് ഈക്വൽ എത്ര, -10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, -10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. കാരണം എന്താ, ഗ്രാവിറ്റി ആക്സിലറേഷൻ എപ്പോഴും എന്ത് ചെയ്യുക, താഴോട്ട് പിടിച്ച് വലിക്കുക. സോ എ ഈസ് ഈക്വൽ ടു എന്താ, -10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. സോ നോക്കാം, അങ്ങനെയാണെങ്കിൽ ഇനി കണക്ട് ചെയ്യാം. വി യു എ തന്നിട്ടുണ്ട് അല്ലയോ,
വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. എസ് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. ഈ ഡിസ്റ്റൻസ് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. സിമ്പിൾ. സോ -40യുടെ സ്ക്വയർ എത്ര, +40 ആയിക്കോട്ടെ -40 ആയിക്കോട്ടെ, സ്ക്വയർ ചെയ്യുമ്പോൾ എത്ര കിട്ടും, 4ന്റെ സ്ക്വയർ 16, ഒരു 0 ഉണ്ട്, അത് 2 ആവും. ഈസ് ഈക്വൽ ടു യു സ്ക്വയർ, യു എത്ര 10, 10ന്റെ സ്ക്വയർ എത്ര 100, പ്ലസ് 2 ഇൻറ്റു -10 ഇൻറ്റു എസ്. സോ ഇതിനിപ്പുറത്തോട്ട് ഉണ്ടോ, സോ 1500 ഈസ് ഈക്വൽ ടു -20s എന്ന് കിട്ടും. ഓക്കെ, സോ 0 0 ക്യാൻസൽ ആയി പോവും. ഈ 2നെ താഴോട്ട് കൊണ്ടുവരുമ്പം 75 എന്ന് കിട്ടും. സോ -75 എന്ന് ആൻസർ കിട്ടും. എസ് ഈസ് ഈക്വൽ എത്ര, -75. എന്തുവാ, ഇനിഷ്യലി ഇവിടുന്നാ തുടങ്ങിയത്, ഫൈനൽ പോയിന്റ് ഇതാ. സോ ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ അളന്നത് എങ്ങോട്ടാ, താഴോട്ടാ. അതുകൊണ്ടാണ് നമുക്ക് എന്ത് വന്നത്, ഒരു നെഗറ്റീവ് വന്നത്. സോ ഹൈറ്റ്, ബിൽഡിങ്ങിന്റെ ഹൈറ്റ് ബേസിക്കലി ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് മാത്രം ആലോചിച്ചാൽ മതി, മാഗ്നിറ്റ്യൂഡ് മാത്രം. അതുകൊണ്ട് ആ ഓപ്ഷൻ എന്ത് ചെയ്തത് 75 എന്ന് ജസ്റ്റ് തന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് നമ്മൾ ആ ഡിസ്പ്ലേസ്മെന്റ് വെക്ടറായിട്ട് അളക്കുമ്പോൾ ഇനിഷ്യൽ പോയിന്റ് ഇതായിരുന്നു, ഫൈനൽ പോയിന്റ് ഇതാ. സോ ആ ഹൈറ്റ് എങ്ങനെ കിട്ടി, നെഗറ്റീവായിട്ട് കിട്ടി, താഴോട്ടല്ലേ അളന്നത്, അതുകൊണ്ടാണ് അത് നെഗറ്റീവ് വന്നത്. ഓക്കെ 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 അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. A packet is dropped from a helicopter rising up with a velocity 2 meter per second. The velocity of the packet after 2 seconds will be. Okay. അപ്പോൾ ഒരു ഹെലികോപ്റ്റർ ഇങ്ങനെ പറന്ന് പോയിക്കൊണ്ടിരുന്ന ഒരു ഹെലികോപ്റ്റർ 2 meter per second വെച്ചിട്ട് എന്ത് ചെയ്തുകൊണ്ടിരുന്നത്, ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരുന്ന ഒരു ഹെലികോപ്റ്റർ. ആ ഹെലികോപ്റ്ററിൽ നിന്ന് ഞാൻ എന്ത് ചെയ്ത്, എപ്പോഴോ ഏതോ ഹൈറ്റ് ചെയ്യുന്നപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, ഒരു പാക്കറ്റ് താഴോട്ടിട്ട്. എനിവേ പാക്കറ്റിനെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വെളിയിലോട്ട് വെച്ച് താഴോട്ട് ഇടാൻ പോവുക. അപ്പോൾ പാക്കറ്റിനുള്ള വെലോസിറ്റി എത്ര ഇപ്പം ശരിക്കും പറഞ്ഞാൽ, ഇനിഷ്യൽ വെലോസിറ്റി 0 ആണോ, അല്ല, ഞാൻ താഴേക്ക് ഇടുന്നതിന് തൊട്ട് മുന്നേ വരെ ആ പാക്കറ്റ് എവിടെ ഇരുന്നതാ, ആ ഹെലികോപ്റ്ററിൽ ഇരുന്നതാ അല്ലേ. സോ ലോ ഓഫ് ഇനേർഷ്യ നമുക്കറിയാമല്ലോ. അതായത് പാക്കറ്റിനപ്പം ശരിക്കും പറഞ്ഞാൽ എത്ര വെലോസിറ്റി ഉണ്ട്, പാക്കറ്റ് ഹെലികോപ്റ്ററിനകത്ത് ഇരുന്നതാണെങ്കിൽ പാക്കറ്റിന് എത്ര വെലോസിറ്റി ഉണ്ട്, 2 meter per second വെലോസിറ്റിയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നതാണ്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ വെളിയിലോട്ട് കാണിക്കുന്നു, പാക്കറ്റിനെ ഹെലികോപ്റ്ററിന്റെ വെളിയിലോട്ട് കാണിക്കുന്നു, അപ്പോഴും പാക്കറ്റിന്റെ വെലോസിറ്റി എത്ര, 2 meter per second വെച്ച് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക പാക്കറ്റ്. ഞാൻ പെട്ടെന്ന് വിടുന്നു. ഞാൻ വിടുന്ന ആ പോയിന്റിലും ശരിക്കും പറഞ്ഞാൽ പാക്കറ്റിന് എന്തുകൊണ്ട്, ഒരു ഇനിഷ്യൽ വെലോസിറ്റി ഉണ്ട്, അത് എത്ര, 2 meter per second ഇങ്ങനെ മുകളിലോട്ട് അല്ലേ. സോ പാക്കറ്റിന്റെ ഇനിഷ്യൽ വെലോസിറ്റി എത്ര, 2 meter per second. അത് മുകളിലോട്ടല്ലേ ഹെലികോപ്റ്റർ പൊയ്ക്കൊണ്ടിരുന്നത്. സോ ഇനിഷ്യൽ വെലോസിറ്റി എത്ര തന്നെയാണ്, 2 meter per second തന്നെ. ഇനി ദ വെലോസിറ്റി ഓഫ് ദ പാക്കറ്റ് ആഫ്റ്റർ 2 seconds വിൽ ബി, ടി സിയിൽ എത്ര വന്നിട്ടുണ്ട്, 2 സെക്കൻഡ് കഴിയുമ്പോൾ ഉള്ള പാക്കറ്റിന്റെ വെലോസിറ്റി ചോദിച്ചിരിക്കുന്നത്. ആക്സലറേഷൻ നമുക്കറിയാം എത്ര, -10 ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ -10 അത് എപ്പോഴും താഴോട്ട് തന്നെയാണ്. അപ്പോൾ 2 സെക്കൻഡ് കഴിഞ്ഞാലുള്ള അതിന്റെ വെലോസിറ്റി ചോദിച്ചിരിക്കുന്നത്, വെലോസിറ്റി. ഓക്കെ, സോ ഫൈനൽ വെലോസിറ്റിയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. ഏത് ഇക്വേഷൻ ഉപയോഗിക്കും, v is equal to u plus at ഉപയോഗിച്ചാൽ പോരെ. v is equal to u plus at, u എത്ര 2 പ്ലസ് a എത്ര -10 ഇൻറ്റു ടി എത്ര സെക്കൻഡ് കഴിയുമ്പോൾ ഉള്ളതാ, 2 സെക്കൻഡ് കഴിയുമ്പോൾ. ഓക്കെ, സോ v is equal എത്ര കിട്ടും, 2 - 20 which is equal to, v is equal to 2 - 20 എന്ന് കിട്ടും, -18 meter per second എന്ന് കിട്ടും. എൻ്റെ അർത്ഥം എന്താ, ശരിക്കും പറഞ്ഞാൽ 2 സെക്കൻഡ് കഴിയുമ്പോൾ പാക്കറ്റ് ആൾറെഡി എന്ത് ചെയ്യാൻ തുടങ്ങും, ഞാൻ വിട്ട ആ ഒരു സമയത്തിലേ ഉള്ളൂ 2 meter per second മുകളിലോട്ട്. അത് കഴിഞ്ഞിട്ട് പാക്കറ്റ് എന്ത് ചെയ്യാൻ തുടങ്ങും, താഴോട്ട് വീഴാനാണ് തുടങ്ങുന്നത്. ശരിക്കും താഴോട്ടാണ് പാക്കറ്റ് എന്ത് ചെയ്യുന്നത്, വീണുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് താഴോട്ട് വീഴുന്നതുകൊണ്ട് ആ വെലോസിറ്റി എത്ര കിട്ടിയത്, മൈനസ് കിട്ടിയത്, നെഗറ്റീവ് കിട്ടിയത്, താഴോട്ടല്ലേ വെലോസിറ്റി. സോ എന്താ, -18 meter per second. ഓക്കെ, ഇപ്പോൾ 2 സെക്കൻഡ് കഴിയുമ്പോൾ -18 meter per second അറ്റൈൻ ചെയ്യുന്ന രീതിയിൽ അത് എന്ത് ചെയ്യും, താഴെത്തും. ഇത് നമുക്ക് വേണമെങ്കിൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം, എത്ര താഴോട്ട് വന്നു എന്നും കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം, s is equal to ut plus half at square എടുത്താൽ മതി. u ഉണ്ട് നമ്മുടെ ടൈം 2 സെക്കൻഡ് ഉണ്ട്, a ആൾറെഡി നമ്മുടെ ഉണ്ട്, ഫൈനൽ വെലോസിറ്റി ഉണ്ട്. ഓക്കെ, അല്ലെങ്കിൽ v സ്ക്വയർ ഈസ് ഈക്വൽ ടു u സ്ക്വയർ പ്ലസ് 2as ഇക്വേഷൻ എടുത്താൽ മതി. v ഉണ്ട്, u ഉണ്ട്, a ഉണ്ട്, ഇതെല്ലാം ഉണ്ട്, കണ്ടുപിടിക്കാം. ഓക്കെ ഓക്കെ അങ്ങനെയാണെങ്കിൽ ദ ബോഡി സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് വിത്ത് യൂണിഫോം ആക്സിലറേഷൻ ഓഫ് 10 meter per second square for 10 seconds. Then it decelerates by 5 meter per second and comes to rest. The distance covered by the body is. Okay. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ബോഡി സ്റ്റാർട്ട് ഫ്രം യൂണിഫോം ആക്സിലറേഷൻ. ബോഡി എന്ത് ചെയ്തു, ഒരു യൂണിഫോം ആക്സിലറേഷനിൽ സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ്. സോ ഇനിഷ്യൽ വെലോസിറ്റി ഫസ്റ്റ് ഒരു ബോഡി ഇതാണ്ട് ഇവിടുന്ന് ഇങ്ങനെ വന്നു. അത് ഇനിഷ്യലി എത്ര ആയിരുന്നു വെലോസിറ്റി, അതിൻ്റെ 0 ആയിരുന്നു. അതിങ്ങനെ വന്നു, എത്ര നേരം സഞ്ചരിച്ചു, ആക്സിലറേഷൻ തന്നിട്ടുണ്ട്, എത്ര, ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു 10 meter per second square തന്നിട്ടുണ്ട്. ഇനി എന്താ പറയുന്നത്, ഫോർ 10 സെക്കൻഡ് എത്ര സമയം സഞ്ചരിച്ചു, 10 സെക്കൻഡ് സഞ്ചരിച്ചു. ഓക്കെ, 10 സെക്കൻഡ് സഞ്ചരിച്ചു. t is equal to 10 സെക്കൻഡ് സഞ്ചരിച്ചു. ഇനി എന്താ പറയുക, then it's decelerate by 10 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഇതാണ്ട് ഏതോ ഒരു പോയിന്റിലെത്തി.
അവിടെ നിന്ന് ഇനി എന്ത് ചെയ്യാൻ പോകും, അത് ഡീസിലറേറ്റ് ചെയ്യാൻ പോകും. ഓക്കെ, സോ അതിനി ഡീസിലറേറ്റ് ചെയ്തു. ഡീസിലറേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ അല്ല, പിന്നെന്താ റിട്ടാർഡേഷനാണ് സംഭവിക്കുന്നത് അല്ലയോ. അതിൻ്റെ സ്പീഡ് പതിയെ എന്ത് ചെയ്യാൻ തുടങ്ങി, കുറയാൻ തുടങ്ങി. ഓക്കെ, കുറയാൻ തുടങ്ങി. ദെൻ ഇറ്റ് ഡീസിലറേറ്റ്സ് ബൈ 5 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ഇനി അത് എന്ത് ചെയ്യാൻ തുടങ്ങി, 5 മീറ്റർ പെർ സെക്കൻഡ് വെച്ച് ഡീസിലറേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കേ, നമ്മൾ ബോഡി എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്, ഇങ്ങോട്ടാണ്. ബോഡി എങ്ങോട്ട് തന്നെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അങ്ങോട്ട് തന്നെ. അതായത് വെലോസിറ്റികളെല്ലാം എന്താ പോസിറ്റീവാണ്, പക്ഷെ ചേഞ്ച് ഇൻ വെലോസിറ്റി ഇത് കഴിയുമ്പോൾ എന്താ നെഗറ്റീവ് ആവാൻ തുടങ്ങും. നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു അല്ലയോ, ചേഞ്ച് ഇൻ വെലോസിറ്റി. കാരണം ഇതൊരു പോയിന്റ് എടുക്കുക, ഇത് തൊട്ടടുത്തുള്ള ഒരു പോയിന്റ് എടുക്കുക, അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ വെലോസിറ്റി ആയിരിക്കും വലുത്. നമുക്കറിയാം ബോഡി ഡീസിലറേറ്റ് ചെയ്യുന്ന ആൾറെഡി എന്ത് ചെയ്തു പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ വെലോസിറ്റി ആയിരിക്കും കൂടുതൽ, ഉറപ്പായിട്ട് ഇവിടുത്തെ വെലോസിറ്റി ആയിരിക്കും കൂടുതൽ. വെലോസിറ്റി കുറഞ്ഞു വരിക. അതായത് ഡെൽറ്റ വി എന്താ, നെഗറ്റീവ്. ഡെൽറ്റ വി നെഗറ്റീവ് ആണെങ്കിൽ ആക്സലറേഷൻ നമ്മൾ എന്തായിട്ട് എടുക്കണം, നെഗറ്റീവായിട്ട് എടുക്കണം. സോ ഇവിടെ എത്ര തന്നിരിക്കുന്നത്, 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഡീസിലറേറ്റ് ചെയ്യുക. സോ എ ഈസ് ഈക്വൽ എത്ര, -5. ഓക്കെ, ഡെൽറ്റ വി നെഗറ്റീവ് ആണ്, അതുകൊണ്ട് ആക്സലറേഷൻ നമ്മൾ എന്തായിട്ട് എടുക്കണം, നെഗറ്റീവായിട്ട് എടുക്കണം. സോ -5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിൽ അത് എന്ത് ചെയ്യുക, ഡീസിലറേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി എന്താ പറഞ്ഞേക്കുന്നത്, ഫൈനലി അത് കം ടു റെസ്റ്റ്. അതായത് ഫൈനൽ വെലോസിറ്റി വി ഈസ് ഈക്വൽ എന്ത് കിട്ടി, 0 കിട്ടി. ഓക്കെ ആണേ, ഇത്രയും കാര്യം ഓക്കെ. അങ്ങനെയാണെങ്കിൽ എന്താണ്ടേ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, ടോട്ടൽ ഡിസ്റ്റൻസ്. നമ്മളിത് 2 സെക്ഷനായിട്ട് മാറ്റും. ആദ്യം ഈ സെക്ഷനിൽ സഞ്ചരിച്ച ദൂരം കണ്ടുപിടിക്കാം. ഓക്കെ, അതിനെ S1 എന്ന് ഞാൻ വിളിക്കാം. S1 എങ്ങനെ കണ്ടുപിടിക്കും, S1 ഈസ് ഈക്വൽ ടു ഇവിടെ തന്നിരിക്കുന്ന ആൾക്കാർ ആരൊക്കെയാ, U ഉണ്ട്, T ഉണ്ട്, A ഉണ്ട്. സോ S ഈസ് ഈക്വൽ ടു എന്താ, UT പ്ലസ് ഹാഫ് AT സ്ക്വയർ എടുത്താൽ മതി. U0, സോ UT എന്ന് പറയുന്ന ടൈം നമുക്ക് ക്യാൻസൽ ആവും. ഹാഫ് A എത്ര, ആക്സിലറേഷൻ എത്ര, 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. സോ ഹാഫ് ഇൻറ്റു 10, ഹാഫ് A T സ്ക്വയർ. T എത്ര, 10 സെക്കൻഡ്. സോ 100 വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, 500 എന്ന് കിട്ടും. സോ ഫസ്റ്റ് സെക്ഷനിൽ അത് എന്ത് ചെയ്തു, 500 മീറ്റർ സഞ്ചരിച്ചു. അടുത്ത സെക്ഷൻ S2 നോക്കാം, അതിന് ഞാൻ S2 എന്ന് വിളിക്കാം. ഓക്കെ, സോ S2 കണ്ടുപിടിക്കാൻ എൻ്റെ ആരൊക്കെ ഉണ്ട്, S2 കണ്ടുപിടിക്കണമെങ്കിൽ എൻ്റെ കയ്യിൽ ആക്സിലറേഷൻ ഉണ്ട്, ഫൈനൽ വെലോസിറ്റി ഉണ്ട്. ഏതെങ്കിലും ഇക്വേഷൻ ഉണ്ടോ, v² ഈസ് ഈക്വൽ ടു u² പ്ലസ് 2as എടുക്കാം, അതെടുക്കാം. S ഈസ് ഈക്വൽ ടു ut പ്ലസ് ഹാഫ് AT സ്ക്വയറും എടുക്കാം. പക്ഷേ ut പ്ലസ് ഹാഫ് AT സ്ക്വയർ എടുക്കാൻ പറ്റത്തില്ല, കാരണം എന്താ, അവിടെ ടൈം ഇല്ല, എത്ര ദൂരം ഇത് ഡീസിലറേറ്റ് ചെയ്തു എന്നുള്ളത് നമ്മുടെ ഇല്ല. നമ്മുടെ ഫൈനൽ വെലോസിറ്റി ഉണ്ട്. അപ്പം നമുക്ക് എടുക്കാൻ പറ്റുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ v² ഈസ് ഈക്വൽ ടു u² പ്ലസ് 2as ആണ്. അതിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ എന്ത് കണ്ടുപിടിക്കാം, S കണ്ടുപിടിക്കാം. ആക്സിലറേഷൻ്റെ വാല്യൂ നമുക്കറിയാം, എത്ര, -5 ആണെന്ന് നമുക്കറിയാം. ഇനി നമുക്ക് ആരെ വേണം, ഈ പോയിന്റിലെ ഇനിഷ്യൽ വെലോസിറ്റി വേണം. ഈ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിലെ വെലോസിറ്റി എടുത്താൽ പോരെ. ആ രണ്ടാമത്തെ സെക്ഷന്റെ ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിലെ വെലോസിറ്റി കണ്ടുപിടിച്ചാൽ പോരെ. ഈ പോയിന്റിലെ വെലോസിറ്റി എങ്ങനെ കിട്ടും, രണ്ടാമത്തെ സെക്ഷനിലെ ഇനിഷ്യൽ വെലോസിറ്റി ആയിട്ട് ഈ പോയിന്റിലെ വെലോസിറ്റി ഞാനൊരു U2 എന്ന് വിളിക്കാമെന്ന് വിചാരിക്കാം. ഓക്കെ, അതെങ്ങനെ കിട്ടും, അത് കിട്ടാൻ എളുപ്പം. അതാണ് നോക്കിയേ, നമുക്കറിയാം റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ഒരു A ആക്സിലറേഷൻ മൂവ് ചെയ്താണ് ഇവിടെ എത്തിയത്. അങ്ങനെയാണെങ്കിൽ പറ U2 ഈസ് ഈക്വൽ ടു 0 പ്ലസ് V ഈസ് ഈക്വൽ ടു U പ്ലസ് AT. കണ്ടോ, ഈ ഫസ്റ്റ് സെക്ഷൻ മാത്രം ഒന്ന് ആലോചിച്ച് നോക്കേ. ഫസ്റ്റ് സെക്ഷന്റെ ഫൈനൽ വെലോസിറ്റി ഇല്ലേ ശരിക്കും പറഞ്ഞാൽ ഇത്, ഫസ്റ്റ് സെക്ഷന്റെ ഫൈനൽ വെലോസിറ്റി ഇല്ലേ ശരിക്കും പറഞ്ഞാൽ ഇത് ആണല്ലോ. സോ ഫസ്റ്റ് സെക്ഷന്റെ ഫൈനൽ വെലോസിറ്റി അങ്ങനെ തന്നെ എഴുതാം, കൺഫ്യൂഷൻ ആക്കണ്ട, അങ്ങനെ തന്നെ എഴുതാം. ഫസ്റ്റ് സെക്ഷന്റെ ഫൈനൽ വെലോസിറ്റി നോക്കിയോ, ഫസ്റ്റ് സെക്ഷന്റെ ഫൈനൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു V ഈസ് ഈക്വൽ ടു ഫസ്റ്റ് സെക്ഷന്റെ ഇനിഷ്യൽ വെലോസിറ്റി എത്ര, 0 പ്ലസ് ആക്സിലറേഷൻ എത്ര, 10, സമയം എത്ര, 10, V ഈസ് ഈക്വൽ ടു U പ്ലസ് AT. ഓക്കെ, ഇത് തന്നെയാണെന്ന് തോന്നുന്നു സെക്കൻഡ് സെക്ഷന്റെ ഇനിഷ്യൽ വെലോസിറ്റി. ഫസ്റ്റ് സെക്ഷന്റെ ആ ഫൈനൽ വെലോസിറ്റി തന്നെയാണെന്ന് തോന്നുന്നു സെക്കൻഡ് സെക്ഷന്റെ ഇനിഷ്യൽ വെലോസിറ്റി. ഓക്കെ, സോ V ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി, V ഈസ് ഈക്വൽ ടു U പ്ലസ് AT. ഓക്കെ, എത്ര കിട്ടി, 100 എന്ന് കിട്ടി. ആ 100 തന്നെയാണെന്ന് തോന്നുന്നു സെക്കൻഡ് സെക്ഷന്റെ ഇനിഷ്യൽ വെലോസിറ്റി. സോ സെക്കൻഡ് സെക്ഷന്റെ ഇനിഷ്യൽ വെലോസിറ്റി കിട്ടി, എത്ര, അത് 100. സെക്കൻഡ് സെക്ഷന്റെ ഫൈനൽ വെലോസിറ്റി നമുക്ക് ആൾറെഡി അറിയാം, 0. സോ 0 ഈസ് ഈക്വൽ ടു 100ന്റെ സ്ക്വയർ എത്ര, ഓക്കെ, -2 ഇൻറ്റു 5 ഇൻറ്റു S. ഓക്കെ ആണേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതാ നോക്കിക്കേ, ഇതിനെ ഇപ്പുറം കൊണ്ടുവരാം. സോ 10S ഈസ് ഈക്വൽ ടു 10,000. ഒരു പൂജ്യം കട്ട് ചെയ്ത് പോകും. സോ S ഈസ് ഈക്വൽ ടു എത്ര, 1000 എന്ന് കിട്ടും. സോ സെക്കൻഡ് സെക്ഷൻ S2 എന്ന് വിളിക്കാം. സെക്കൻഡ് സെക്ഷൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ആയതുകൊണ്ട് S2 എന്ന് വിളിക്കാം. ഓക്കെ ആണോ?
ഓക്കെ, മനസ്സിലായോ? ഈസി അല്ലയോ? ഈസിയാ. ഓക്കെ, സോ ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര മൂവ് ചെയ്തത്? S1 എത്ര മൂവ് ചെയ്തു? 500. S2 എത്ര മൂവ് ചെയ്തു? 1000. സോ ടോട്ടൽ ഡിസ്റ്റൻസ് S ഈസ് ഈക്വൽ ടു എന്താ? S1 പ്ലസ് S2 വിച്ച് ഈസ് ഈക്വൽ ടു 1500 മീറ്റർ. സിമ്പിളാ? സിമ്പിൾ അല്ലയോ? സിമ്പിൾ ബമ്പിൾ ഹമ്പിൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. A particle moves along straight line for 10 seconds with uniform acceleration a is equal to 2 meter per second. Then for next 10 seconds moves with acceleration of 4 meter per second. Then total displacement of particle would be, initial velocity of particle 0 എന്ന് തന്നിട്ടുണ്ട്. സോ ഇനിഷ്യലി അതെന്താ? സീറോയിൽ ഇരുന്നതാ. ഇനിഷ്യലി അത് സീറോയിൽ ഇരുന്നതാ. ആ പാർട്ടിക്കിൾ ഇങ്ങനെ മൂവ് ചെയ്യുന്നു ഫോർ 10 സെക്കൻഡ്. സോ ടി ഈസ് ഈക്വൽ എത്ര? 10 സെക്കൻഡ്. ആക്സലറേഷൻ തന്നിട്ടുണ്ട്. ആക്സലറേഷൻ എത്ര? ആ സമയത്തുള്ള ആക്സലറേഷൻ 2 meter per second. ഓക്കെ, then for next 10 സെക്കൻഡ്. ഇനി അടുത്ത 10 സെക്കൻഡത്തേക്ക് എന്ത് ചെയ്യാൻ പോവാ? അടുത്ത 10 സെക്കൻഡത്തേക്ക് അത് എന്ത് ചെയ്യാൻ പോവാ? 4 മീറ്റർ പെർ സെക്കൻഡിൽ പോകാൻ പോവാ. A is equal to 4 meter per second square. ഓക്കെ, ഇനി എന്താ സംഭവിക്കുന്നത്? ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ്. ഇത് നമ്മൾ തൊട്ട് മുന്നേ ചെയ്തതുപോലെ 2 സെക്ഷൻ അങ്ങ് ആക്കാം. സോ ഫസ്റ്റ് സെക്ഷൻ S1 ഈസ് ഈക്വൽ ടു, നമുക്ക് തന്നേക്കുന്ന ആരൊക്കെയാ? U ഉണ്ട്, A ഉണ്ട്, T ഉണ്ട് അല്ലയോ? സോ നമുക്ക് ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം? S ഈസ് ഈക്വൽ ടു UT പ്ലസ് ഹാഫ് AT സ്ക്വയർ ഉപയോഗിക്കാം അല്ലേ? സോ U 0. അപ്പോൾ UT എന്ന് പറയുന്ന ടൈമേ ക്യാൻസൽ ആയിപ്പോയി. ഹാഫ് A2 ടൈം 10 സ്ക്വയർ 100. സോ 2 ക്യാൻസൽ. S1 ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? S1 ഈസ് ഈക്വൽ ടു 100 മീറ്റർ എന്ന് കിട്ടി. ഓക്കെ, ഇനി രണ്ടാമത്തെ സെക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ആക്സലറേഷൻ തന്നിട്ട് ടൈമിംഗ് തന്നിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ വെലോസിറ്റി അത് ബിഫോർ ദ പാർട്ടിക്കിൾ കംസ് ടു റെസ്റ്റ് എന്നല്ലേ തന്നിരിക്കുന്നത്? ഇനിഷ്യൽ വെലോസിറ്റി പാർട്ടിക്കിൾ, ദ സെക്കൻഡ് മൂവ്സ്, ദ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് പാർട്ടിക്കിൾ. ഓക്കെ, അടുത്ത 10 സെക്കൻഡ് സമയം തന്നിട്ടുണ്ട്. ഓക്കെ, അടുത്ത സമയം തന്നിട്ടുണ്ട്. അവിടെ അപ്പോൾ ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം? S ഈസ് ഈക്വൽ ടു UT പ്ലസ് ഹാഫ് AT സ്ക്വയർ. സോ S2 ഈസ് ഈക്വൽ ടു UT പ്ലസ് ഹാഫ് AT സ്ക്വയർ. ഇവിടുത്തെ ഇനിഷ്യൽ വെലോസിറ്റി ഉണ്ട്, കാരണം ഇവിടെ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നതാണ്. ഇവിടെ വെച്ചാൽ അടുത്ത സെക്ഷൻ തുടങ്ങുന്നത്. ആ ആക്സലറേഷൻ, ആ ബോഡി ഇങ്ങനെ ഒരു 2 മീറ്റർ പെർ സെക്കൻഡ് ആക്സലറേഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നതാണ്. എന്നിട്ട് എന്ത് ചെയ്ത്? ഈ ഒരു പോയിന്റ് 10 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഒന്നുകൂടെ ഒന്ന് കൂട്ടി ആക്സലറേഷൻ. സോ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സെക്ഷന് എന്തോ ഉണ്ട്? ഒരു ഇനിഷ്യൽ വെലോസിറ്റി ഉണ്ട്. ആ വെലോസിറ്റി എങ്ങനെ കണ്ടുപിടിക്കും? സിമ്പിൾ, നേരത്തെ കണ്ടുപിടിച്ചതുപോലെ ഈ സെക്ഷൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഈ സെക്ഷൻ്റെ ഫൈനൽ വെലോസിറ്റി അല്ലയോ? ആണ്. ആ സ്പീഡ് കൂട്ടുന്നതിന് തൊട്ട് മുന്നേ ഉണ്ടായിരുന്ന വെലോസിറ്റി. ആ വെലോസിറ്റി കണ്ടുപിടിക്കാം. അത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. V ഈസ് ഈക്വൽ ടു അല്ലയോ? ഈ ഫസ്റ്റ് സെക്ഷൻ്റെ V ഈസ് ഈക്വൽ ടു ഇനിഷ്യലി 0 U പ്ലസ് AT. A എത്ര? 2 ഇൻറ്റു T എത്ര? 20. സോ ഫൈനൽ വെലോസിറ്റി എത്ര? 20. ഈ സെക്ഷൻ്റെ ഫൈനൽ വെലോസിറ്റി എത്ര? 20. ഈ 20 തന്നെയാണ് എന്തോന്ന്? സെക്കൻഡ് സെക്ഷൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി. സോ ഇനിഷ്യൽ വെലോസിറ്റി കിട്ടി എത്ര? 20. ഓക്കെ, സോ S2 ഈസ് ഈക്വൽ ടു UT പ്ലസ് ഹാഫ് AT സ്ക്വയർ, അതായത് 20 ഇൻറ്റു 10 UT പ്ലസ് ഹാഫ് AT സ്ക്വയർ. എത്ര? 4. T സ്ക്വയർ. T എത്ര? 10 സ്ക്വയർ 100. ഓക്കെ, സോ S2 ഈസ് ഈക്വൽ എന്ത് കിട്ടി? 200 പ്ലസ് 4 × 2 കൂടെ കട്ട് ചെയ്യും 200. വീണ്ടും 200. മൊത്തം എത്ര ഉണ്ട്? 400. ഓക്കെ, സോ S2 400, S1 500. 400 500 ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എത്രയായി? 400 പ്ലസ് 100 500. ഓക്കെ, so അടുത്ത ക്വസ്റ്റ്യൻ. ഇനിഷ്യലി എ കാർ ഈസ് മൂവിംഗ് വിത്ത് സ്പീഡ് ഓഫ് 20 meter per second ആൻഡ് കവേഴ്സ് എ ഡിസ്റ്റൻസ് ഓഫ് 100 meter ബിഫോർ ഇറ്റ് കംസ് ടു റെസ്റ്റ്. ഓൺ മേക്കിംഗ് ഇനിഷ്യൽ സ്പീഡ് ഓഫ് കാർ 40 meter per second, കീപ്പിംഗ് ദ ആക്സലറേഷൻ സെയിം, ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ കാർ ബിഫോർ ഇറ്റ് കംസ് ടു റെസ്റ്റ്. ഓക്കെ, 2 കണ്ടീഷനാണ് തന്നിരിക്കുന്നത്. ഇനിഷ്യലി ഒരു കാർ എന്ത് ചെയ്തു? 20 meter per second എന്ത് ചെയ്ത് വെക്കുക? സ്റ്റാർട്ട് ചെയ്ത കാറാണ്. അത് എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തു? 100 meter കവർ ചെയ്തു. ഓക്കെ, അതായത് അത് സ്റ്റാർട്ട് ചെയ്തു, അത് എന്ത് ചെയ്തു? സ്റ്റോപ്പായി. ആ സ്റ്റോപ്പ് ആവുന്നതിൻ്റെ ഇടയ്ക്ക് എന്ത് ചെയ്തു? ഇനിഷ്യലി ഒരു 20 meter per second സ്റ്റാർട്ട് ചെയ്തു, അത് എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തു? 100 meter കവർ ചെയ്ത് അത് എന്ത് ചെയ്തു? സ്റ്റോപ്പ് ചെയ്തു. ഇനി ഓൺ മേക്കിംഗ് ദ ഇനിഷ്യൽ സ്പീഡ് ഓഫ് കാർ 40 meter per second, ഇനി അതിൻ്റെ സ്പീഡ് എന്താക്കാൻ പോവുക? 40 meter per second അതിന് എന്ത് ചെയ്യാൻ പോവുക? നമ്മളെല്ലാം കളിപ്പാട്ടക്കാരൊക്കെ ഉരുട്ടി വിടുന്ന ആലോചിച്ചാൽ മതി. ആദ്യം എന്ത് ചെയ്തു? ഒരു 20 meter per second ഉരുട്ടി വിട്ടു. അത് പതിയെ ഡീസിലറേറ്റ് ചെയ്ത് എന്ത് ചെയ്തു? സ്റ്റോപ്പായി. അപ്പോൾ ഒരു ഡിസ്റ്റൻസ് അത് മൂവ് ചെയ്തു. ഇനി ഞാൻ എന്ത് ചെയ്യുക? കുറച്ചുകൂടെ സ്പീഡ് ഉരുട്ടി വിട്ടു. അതായത് 40 meter per second അതിന് എന്ത് ചെയ്യാൻ പോവുക? ഉരുട്ടി വിട്ട്. അങ്ങനെ അത് ഉരുട്ടി വിടുമ്പോഴത്തേക്ക് അത് എത്രയോ ദൂരം പോയിട്ട് എന്ത് ചെയ്തു?
അത് ഫൈനലി എന്ത് ചെയ്തു, അത് സ്റ്റോപ്പായി. സോ 20 മീറ്ററിൽ പോയാൽ എത്ര സമയം കഴിഞ്ഞിട്ടാണ് 100 മീറ്റർ കഴിയുമ്പോൾ അത് സ്റ്റോപ്പായി. 40 മീറ്റർ പെർ സെക്കൻഡിൽ ഉരുട്ടി വിട്ട് കഴിഞ്ഞാൽ അത് എത്ര സമയം കഴിയുമ്പോൾ എന്താവും, സ്റ്റോപ്പ് ആവും എന്നാണ് ചോദിക്കുന്നത്. ആ ഡീസിലറേറ്റ് ചെയ്യുന്നത്, കീപ്പിംഗ് ദ ആക്സലറേഷൻ സെയിം. ആക്സലറേഷൻ എന്ത് തന്നെയാണ്, സെയിം ആയിട്ട് നിലനിർത്തിക്കുക. അതായത് ആ ഡീസിലറേഷൻ എന്ത് തന്നെയാണ്, സെയിം തന്നെയാണ്. നിങ്ങൾ നാലിച്ച് ഒരു കളിപ്പാട്ടക്കാർ നേരെ ഉരുട്ടി വിടുക, ആ ഡീസിലറേറ്റ് ചെയ്യുന്നത് എന്ത് കാരണമായിരിക്കും, ഫ്രിക്ഷൻ കാരണമായിരിക്കും. ആ ഫ്രിക്ഷൻ ഞാൻ 20 ഉരുട്ടി വിട്ടാലും 40 ഉരുട്ടി വിട്ടാലും ഫ്രിക്ഷൻ അതിൻ്റെ എന്തായിരിക്കും, സെയിം ആയിരിക്കും. സോ ആ ഫ്രിക്ഷൻ കൊണ്ടുണ്ടാവുന്ന ഫോഴ്സ് അല്ലെങ്കിൽ ആ ഫ്രിക്ഷൻ കൊണ്ടുണ്ടാവുന്ന ഡീസിലറേഷൻ എന്ത് തന്നെയായിരിക്കും, രണ്ട് കേസിലും സെയിം തന്നെയായിരിക്കും. സോ കീപ്പിംഗ് ദ ആക്സലറേഷൻ സെയിം. ഇവിടെ ആക്സലറേഷൻ തന്നേക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അത് എന്ത് തന്നെയായിരിക്കും, അത് ഡീസിലറേഷൻ തന്നെയായിരിക്കും. ഓക്കെ. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ കേസിലുള്ള അത് ട്രാവൽ ചെയ്ത് ഡിസ്റ്റൻസ് ആയിരിക്കും. നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, നമുക്കിവിടെ തന്നേക്കുന്ന ഇൻഫർമേഷൻ ഫസ്റ്റ് കാറിൻ്റെ ഫസ്റ്റ് കേസ് എടുക്കാം. ഫസ്റ്റ് കേസ് തന്നേക്കുന്ന എന്താ, യു തന്നിട്ടുണ്ട്, U = 20 തന്നിട്ടുണ്ട്. V നമുക്കറിയാതെ എത്ര ആവും, അത് 0 ആവും. കം ടു റെസ്റ്റ് ആണ്. ആക്സലറേഷൻ എനിക്ക് അറിയത്തില്ല, അതിനെ A എന്ന് തന്നെ വിളിക്കാം. ഓക്കെ, അത് ഡീസിലറേഷൻ ആണ്, നെഗറ്റീവ് സൈനൊക്കെ യൂസ് ചെയ്യണം നിർബന്ധമില്ല, കാരണം വാല്യൂ ഒന്നും തന്നിട്ടില്ല. സോ അതിന് ജസ്റ്റ് എന്തെന്ന് വിളിച്ചു, A എന്ന് വിളിച്ചു. ഇനി എന്ത് തന്നിട്ടുണ്ട്, ഓക്കെ. ഇനി രണ്ടാമത്തെ കേസ് നോക്കുമ്പോഴോ, രണ്ടാമത്തെ കേസിൽ ഞാൻ ഉരുട്ടി വിടാൻ പോയത് 40 മീറ്റർ പെർ സെക്കൻഡിൽ. സോ U 40, V = 0. ആക്സലറേഷൻ എന്ത് തന്നെയാണ്, സെയിം തന്നെയാണ്. സോ ഇവിടെ S = എത്ര തന്നിട്ടുണ്ട്, 100. ഇവിടെ S എത്ര തന്നിട്ടില്ല, അത് എനിക്ക് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും, ഇതെല്ലാം കൂടെ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ഏതാ, V² = U² + 2AS. ഇതെല്ലാം കൂടെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻ അല്ലയോ. സോ ഫസ്റ്റ് ഇതിൻ്റെ ഇക്വേഷൻ ഉണ്ടാക്കാം. V² = U² + 2AS. U² എത്ര, V² എന്ന് പറയുന്നത് 0 അല്ലയോ. സോ 0 = U², അതായത് 400 + 2 × A × 100. ഓക്കെ ആണോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്ക്. ഈ 400 ഇപ്പുറത്തോട്ട് കൊണ്ടുപോകാം. സോ -400 = 2A × 100. 100ഉം 100ഉം ക്യാൻസലായി പോയി. സോ A = എത്ര, -2. A = എത്ര, -2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ കിട്ടി. അതായത് കണ്ടോ, നെഗറ്റീവ് വന്നു. വെലോസിറ്റി, ചേഞ്ച് ഇൻ വെലോസിറ്റി ΔV പോസിറ്റീവ് തന്നെ, കാരണം സ്പീഡ് കുറഞ്ഞു പോവുക. സോ ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി, ΔV എന്താ, നെഗറ്റീവ്. ΔV നെഗറ്റീവ് ആണെങ്കിൽ ആക്സലറേഷൻ എന്ത് തന്നെയാണ്, നെഗറ്റീവ് തന്നെ. ഓക്കെ. പക്ഷേ വെലോസിറ്റികളെല്ലാം എന്താ, പോസിറ്റീവാണ്. സോ ΔV നെഗറ്റീവ്, ആക്സലറേഷൻ നെഗറ്റീവ്. നമുക്ക് എന്ത് പറയാം, നമുക്ക് ബോഡി ഡീസിലറേറ്റ് ചെയ്യുക, സ്പീഡ് ഡൗൺ ചെയ്യുകയാണെന്ന് പറയാം അല്ലയോ. ഒന്നും ആലോചിക്കണ്ട, നമുക്ക് ജസ്റ്റ് ചുമ്മാ ആലോചിച്ചാൽ കിട്ടും അല്ലയോ. ബോഡി എന്ത് ചെയ്യുക, ഇനിഷ്യലി ഇങ്ങനെ പോയി കം ടു റെസ്റ്റ് ആയി. അപ്പോഴേ അറിയാം ബോഡി എന്ത് ചെയ്യുക, ഡീസിലറേറ്റ് ചെയ്യുക. സോ ആക്സലറേഷൻ എന്താ, ഇവിടെ നെഗറ്റീവ് വന്നു. അപ്പോൾ ഉറപ്പായിട്ട് മനസ്സിലായത് എന്താ, ഡീസിലറേഷൻ. സോ -2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ. ഇനി അടുത്തത്, അങ്ങനെയാണെങ്കിൽ ആക്സലറേഷൻ കിട്ടി. അതിൽ നിന്ന് ഇത് ഡയറക്റ്റ് എടുത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും, ഇവിടെ ഇട്ട് കൊടുത്താൽ മതി, നമുക്ക് ഈ S കിട്ടും. V² = U² + 2AS. V² 0 = U² എത്ര, 40² 16 00 പ്ലസ് 2 × -2 എത്ര കിട്ടും, -4 കിട്ടും. -4S. ഓക്കെ. സോ 4S = എത്ര, ഇത് കിട്ടും. സോ S = 400. സോ രണ്ടാമത്തെ കേസിൽ അത് എത്ര മൂവ് ചെയ്യും, 400 മീറ്റർ മൂവ് ചെയ്യും. ഓക്കെ. സോ ഇതിൽ നിന്ന് A കണ്ടുപിടിക്കാതെ തന്നെ ഈ ഇക്വേഷൻ എഴുതിയിട്ട് ഈ രണ്ട് ഇക്വേഷൻസും കൂടെ ഡിവൈഡ് ചെയ്താൽ മതി. A കണ്ടുപിടിക്കണമെന്നില്ല, A എല്ലാം കട്ടായി പോയിട്ട് നിങ്ങൾക്ക് എസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ കണ്ടുപിടിക്കാം. ഓക്കെ. സോ ഇത്രയും ക്വസ്റ്റ്യൻസോട് കൂടി ഞാൻ ഈ ഒരു സെക്ഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുക. അപ്പോൾ ബാക്കി നമുക്ക് ആ ഗ്രാഫും കാര്യങ്ങളും എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് മോഷനെ പ്ലെയിൻ പഠിക്കുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് ബാക്കി കാര്യങ്ങളോട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഞാൻ എപ്പോഴും പറയും, ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ്സും ബാക്കി കാര്യങ്ങളെല്ലാം ക്ലിയർ ആവാനാണ്. നിങ്ങൾക്ക് കോൺസെപ്റ്റുകളെല്ലാം റീകോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ഇക്വേഷൻസും അതിൻ്റെ കാര്യങ്ങളെല്ലാം റീകോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കൂടുതൽ ക്വസ്റ്റ്യൻസ്, നല്ല ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, നമ്മുടെ പവർ ബാങ്ക് സീരീസിൽ കിടപ്പുണ്ട്, നമ്മുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോസിൽ ആവശ്യം പോലെ ക്വസ്റ്റ്യൻസ് കിടപ്പുണ്ട്. എല്ലാം എന്ത് ചെയ്യുക, ചെയ്ത് അടിപൊളിയായിട്ട് പഠിച്ച് സെറ്റാക്കുക. ഓക്കെ. സോ നെക്സ്റ്റ് ചാപ്റ്ററിൽ കാണാം. ഹാപ്പി ലേണിംഗ്. ബൈ.